നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ പരിപാടിയിൽ എന്നെ വിളിക്കുന്നതും ഞാൻ എത്തിപ്പെടുന്നതും. മകൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാനിവിടെ വരേണ്ടി വന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. സാധാരണ ഇങ്ങ് തെക്കോട്ടൊക്കെ പ്രസംഗിക്കാൻ വന്നാൽ സദസ്സിനെ നോക്കുമ്പോൾ നമ്മളെ ഊർജം നഷ്ടപ്പെടും. എല്ലാവരും മസിൽ പിടിച്ചിട്ട് ഇവനാരാ വലിയ ആള് എന്ന മട്ടിലാണ് ഇരിക്കുക. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആളുടെ എല്ലാം മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. ആ പുഞ്ചിരിയാണ് നമ്മുടെ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുന്നത്. ആ പുഞ്ചിരിയാണ് എന്നെ പ്രസംഗിക്കാൻ മോട്ടിവേഷൻ എനിക്ക് കിട്ടുന്നത്. ഒരു പ്രസംഗകന് ഏറ്റവും വലിയ മോട്ടിവേഷൻ കിട്ടുന്നത് അയാളുടെ അറിവുകളല്ല, അയാളുടെ തയ്യാറെടുപ്പുകളല്ല, സദസ്സിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുഖഭാവമാണ്, അവരുടെ കണ്ണുകളിലെ പ്രതീക്ഷയാണ്, ആ കണ്ണുകളിലെ ആർദ്രതയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ മനോഹരമായ ഒരു മഴ പോലെ സുന്ദരമായ ഒരു സദസ്സായിട്ട് എൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്നത് വളരെ സന്തോഷമുണ്ട്. ഇവിടെ 46ാമത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തോടനുബന്ധിച്ചാണ് നമ്മളെല്ലാം ഇവിടെ വന്നുചേർന്നിരിക്കുന്നത്. ഇവിടെ ഗുരുദേവ ലക്ഷാർച്ചന നടക്കുന്നു. ലക്ഷാർച്ചന, ലക്ഷമെന്ന വാക്ക് സമ്പത്തിന്റെ കണക്കെടുത്താൽ ഇപ്പോൾ വളരെ ചെറുതാണല്ലേ. എന്നെ ഇവൻ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുവൻ മാഷോട് പരാതി പറഞ്ഞു, എൻ്റെ അച്ഛനെ അപമാനിച്ചു. എന്താണ് അച്ഛനെ അപമാനിച്ചത്? എൻ്റെ അച്ഛൻ ലക്ഷപ്രഭുവാണെന്ന് പറഞ്ഞു. ലക്ഷപ്രഭു എന്ന് പറഞ്ഞാൽ ദരിദ്രവാസിയാണ്. കോടീശ്വരനാണെന്ന് നമുക്ക് പറഞ്ഞാലേ എന്തെങ്കിലും ഒരു വിലയുള്ളൂ എന്ന് പറഞ്ഞൊരു തമാശയാണ്. അതുപോലെ ലക്ഷമെന്ന് പറയുന്നത് വളരെ ചെറിയ സംഖ്യയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അർച്ചന എന്ന് പറയുന്നത് ലക്ഷം ഒരു വലിയ സംഖ്യ തന്നെയാണ്. ആ 1,00,000 തവണ നമ്മൾ അർച്ചന നടത്തുമ്പോൾ, മന്ത്രങ്ങൾ ഉരുവിടുമ്പോൾ, പ്രാർത്ഥനകൾ നടത്തുമ്പോൾ, വിളക്കുകൾ തെളിയിക്കുമ്പോൾ, ആരതി സമർപ്പിക്കുമ്പോൾ, ആ ലക്ഷാർച്ചനയിൽ ചൊല്ലുന്ന മന്ത്രങ്ങളുടെ വരികളിലൂടെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകാനാണ് ലക്ഷാർച്ചന നടത്തുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ലല്ലോ. കോവിഡ് കാലഘട്ടത്തിൽ ഇവിടെ ഗുരുമന്ദിരം തുറന്നോ? ക്ഷേത്രങ്ങൾ തുറന്നോ? എല്ലാ ക്ഷേത്രങ്ങളും അടഞ്ഞു കിടന്നില്ലേ? ഗണപതിയെ പറ്റി സ്തുതിക്കുന്നൊരു ശ്ലോകമുണ്ടല്ലോ, ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേയഹം ഗണനായകം. ഇതിന്റെ അർത്ഥം എന്താ? ഏകദന്തം, ഒറ്റക്കൊമ്പനാണ് ഗണപതി. 2 കൊമ്പുണ്ടായിരുന്നു, പരശുരാമൻ വെട്ടിക്കളഞ്ഞതാണ്. മഹാകായമാണ്, വലിയ ശരീരമാണ്. തപ്തകാഞ്ചന സന്നിഭമാണ്, വിളക്കിയെടുത്ത കനകം പോലെ തിളങ്ങുന്നതാണ്. ലംബോദരം, ലംബം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിച്ച കുട്ടികൾക്കെല്ലാം അറിയാം, ലംബമായ വര, കുത്തനെയുള്ളത്. ഉദരം, വയറ്. ലംബോദരൻ, ഉയർന്ന വയറുള്ളവൻ. ദാമോദരൻ, കയറുകൊണ്ട് വയറ് ബന്ധിച്ചവൻ. കയറുകൊണ്ട് ഒരല് കൂട്ടി കെട്ടിയില്ലേ, ദാമോദരൻ. അങ്ങനെയാണ് ശ്രീകൃഷ്ണന് ദാമോദരൻ എന്ന് പേര് വന്നത്. എൻ്റെ നാട്ടിൽ ദാമോദരനെ ദാമു എന്ന് വിളിക്കും. ദാമു എന്ന് വിളിച്ചാൽ കയറേ എന്ന അർത്ഥം കേട്ടോ. ദാമോദരനെ ദാമു എന്ന് വിളിച്ചാൽ കയറേ എന്ന അർത്ഥമുള്ളൂ അല്ലേ. മുരളീകൃഷ്ണനെ മുരളി എന്ന് വിളിക്കും. മുരളി എന്ന് പറഞ്ഞാൽ ഓടക്കുഴല. ഓടക്കുഴൽ ഏന്തിയ കൃഷ്ണനാണ് മുരളീകൃഷ്ണൻ. അവനെ മുരളി എന്ന് വിളിച്ചാൽ ഓടക്കുഴലേ എന്ന അർത്ഥം. മനസ്സിലായില്ലേ അല്ലേ? മധുസൂദനൻ, മധു കൈടഭന്മാരെന്ന് പറയുന്ന അസുരന്മാരെ കൊന്നതുകൊണ്ടാണ് സൂദനം ചെയ്തവൻ, കൊന്നവൻ. അതാണ് കൃഷ്ണന് മധുസൂദൻ എന്ന് പേര് വിളിക്കുന്നത്. മധുസൂദനെ നമ്മുടെ നാട്ടിൽ മധു എന്ന് വിളിക്കും. മധു എന്ന് വിളിച്ചാൽ രാക്ഷസ എന്നാ വിളിക്കുന്നത്. മനസ്സിലായോ? വാക്കിന്റെ അർത്ഥമറിയാഞ്ഞാലുള്ള കുഴപ്പമാണിത്. അപ്പൊ ലംബോദരൻ, ഉയർന്ന വയറുള്ളവൻ. വിശാലാക്ഷൻ, വിശാലമായ കണ്ണുകളുള്ളവൻ. അങ്ങനെയുള്ള ഗണപതിയെ വന്ദേ അഹം, ഞാൻ വന്ദിക്കുന്നു എന്നാ പ്രാർത്ഥിക്കുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ 2 കൊല്ലം ഗണപതി ക്ഷേത്രങ്ങളൊന്നും തുറന്നില്ല. കൊട്ടത്തേങ്ങ, കുരുകടലക്ക, ഞെട്ടറ്റുള്ള പഴം, പഞ്ചസാര, അട്ടി മൃഷ്ടമായി ശർക്കരയിൽ വിളയിച്ചിട്ട് ഗണപതി ഹോമത്തിൽ ഹവിസായിട്ട് വാരി വാരി അഗ്നികുണ്ഡത്തിൽ അർപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരർപ്പണവും നടന്നില്ല. എന്നിട്ട് 2 കൊല്ലം കഴിഞ്ഞ് കോവിഡെല്ലാം പോയിട്ട് നട തുറന്നപ്പോ ലംബോദരൻ, വലിയ വയറുള്ള ഗണപതിയുടെ വയറ്, നിങ്ങൾ ഗണപതി ഹോമം നടത്താത്തതിന്റെ പേരിൽ വയറുള്ളിലേക്ക് ഒട്ടിയിട്ട് 6 പാക്ക് ഗണപതി ആയിട്ടില്ലല്ലോ. ആയോ? ഇല്ല.
അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് ദൈവത്തിന് എന്തെങ്കിലും കോട്ടമുണ്ടോ? ഇല്ല. പിന്നെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഈ ലക്ഷാർച്ചന നടത്തുന്നത് ഗുരുവിന്റെ വിഗ്രഹത്തിനോ ഗുരുവിന്റെ ആത്മാവിനോ വേണ്ടിയല്ല. നമ്മൾ ഗുരുവിനെ ഓർമ്മിക്കുന്നത് എന്തിനാണ്? ഗുരുവിന് വേണ്ടിയാണോ? അല്ല. നമ്മൾ ഒരാളുടെ ചരമവാർഷികം നടത്തുന്നത്, ഒരാൾ മരണപ്പെട്ടാൽ അനുസ്മരണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ ആത്മാവിനെ ബോധ്യപ്പെടുത്താനല്ല, അദ്ദേഹത്തിന്റെ കുടുംബക്കാരെ ബോധ്യപ്പെടുത്താനുമല്ല. പിന്നെ എന്തിനാണ് ബോധ്യപ്പെടുത്തുന്നത്? ചെയ്യുന്നത് ആ ഗുരുവിന്റെ ദർശനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാനാണ്. ആ ഗുരു പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഞാൻ എത്രത്തോളം അകന്നിരിക്കുന്നു എന്ന് സ്വയം പരിശോധിക്കാനാണ്. ഗുരുവിൻ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളിൽ നിന്ന് എന്താണത്? നീ സത്യം ജ്ഞാനമാനന്ദം. അതിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടോ? നമ്മൾ ആരാണെന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് ഭാരതത്തിൽ തത്വശാസ്ത്രങ്ങൾ ഉണ്ടായത്. നമ്മുടെ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഗുരുമന്ദിരങ്ങളും ആരാധനാലയങ്ങളും വിദ്യാലയങ്ങളും ഒരുപാട് വളർന്നിട്ടുണ്ട് അല്ലേ? എൻ്റെ ഒരു അനുഭവം പറയാം. എൻ്റെ ഗ്രാമത്തിലൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. തുടീക്കളം ശിവക്ഷേത്രം എന്നാണ് പറയുക. ആ ക്ഷേത്രത്തിലെ പൂജാരിയാണ് അവിടുത്തെ ഈശ്വരൻ എന്നായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തെ വിചാരം. കാരണം വഴിപാടൊക്കെ കൊടുക്കുന്ന അയാളെ കയ്യിലാണ്, നേർച്ച കൊടുക്കുന്ന അയാളെ കയ്യിലാണ്, പ്രസാദം തരുന്നത് അയാളാണ്. അതുകൊണ്ടൊന്നും അല്ല അയാളാണ് ഈശ്വരൻ എന്ന് വിശ്വസിച്ചത്. അദ്ദേഹത്തിന്റെ പേര് ഈശ്വരൻ നമ്പൂതിരി എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഈശ്വരൻ നമ്പൂതിരി എന്നായതുകൊണ്ട് അദ്ദേഹമാണ് ദൈവം എന്നാ വിചാരിച്ചത്. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ കച്ചവടക്കാരൻ, പലചരക്ക് കച്ചവടക്കാരൻ ഇസ്മയിലാണ്. ഞാൻ ഇയാളാണ് ഈശ്വരൻ എന്ന് വിശ്വസിക്കുമ്പോൾ ചെറിയ LP സ്കൂൾ പഠിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ ആ കടയിൽ എന്തോ സാധനം വാങ്ങാൻ എന്നെ അമ്മ അയച്ചു. അവിടെ ചെന്നപ്പോ ഈ സാക്ഷാൽ ഈശ്വരൻ, അമ്പലത്തിലെ ഈശ്വരൻ വന്നിട്ട് ഇസ്മായിലിനോട് പറയുന്നത് കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇസ്മായിലെ, അടുത്ത അഷ്ടമി ഉത്സവം, വൈക്കത്ത് അഷ്ടമി ഉത്സവം നടക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവം നടക്കുക. അഷ്ടമി ഉത്സവം നടക്കുമ്പോൾ നിന്റെ കടം മുഴുവൻ വീട്ടാം. നീ ഇന്ന് കുറച്ചും കൂടി എണ്ണ എനിക്ക് കടം തരണം ഇസ്മായിലെ. ഇന്ന് ഭഗവാന് കത്തിക്കാൻ എണ്ണയില്ല എന്ന് പറഞ്ഞപ്പോ ഇസ്മായിൽ യാതൊരു മുഖഭാവ മാറ്റവും ഇല്ലാതെ എണ്ണ അളന്നിട്ട് ഈശ്വരന് കൊടുക്കുന്നു ഞാൻ കണ്ടു. ഈശ്വരൻ വന്നിട്ട് ഇസ്മായിലിനോട് അപേക്ഷിക്കുക, ഭഗവാന് കത്തിക്കാൻ എണ്ണയില്ലെന്ന്. ഇത് ഞാൻ ഇവിടെ പറയാൻ കാരണം അന്ന് അങ്ങനെ ഒരുപാട് അമ്പലങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യന്റെ ഭാഷയിൽ പറഞ്ഞാൽ BPL ലിസ്റ്റിൽപ്പെട്ട ദൈവം അമ്പലങ്ങൾ. BPL ലിസ്റ്റിൽപ്പെട്ടത് ദാരിദ്ര്യരേഖക്ക് താഴെയുള്ളവർ. ഇന്ന് ഏതെങ്കിലും അമ്പലം ഉണ്ടോ അങ്ങനെ? എല്ലാ അമ്പലങ്ങളും നല്ല ഗർഭഗൃഹം, നല്ല ശ്രീകോവിൽ, നല്ല ചെമ്പടിച്ച മേൽക്കൂര, നല്ല താഴികക്കുടം, നല്ല കൊടിമരം, നല്ല ചുറ്റമ്പലം, നടപ്പന്തൽ, അഗ്രശാല, ഊട്ടുപുര, നമസ്കാര മണ്ഡപം, പടിപ്പുര, എല്ലാം ഗംഭീരമായി. ഉത്സവങ്ങളോ പണ്ടത്തേനേക്കാൾ എത്രയോ വലിയ ഉത്സവം. ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എന്റെ നാട്ടിൽ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിലെ ബാല്യകാല സ്മരണകൾ, നൊസ്റ്റാൾജിയാണ് ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉത്സവം. അവിടെ പോവുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു കൊല്ലത്തെ തീർത്ഥാടനം പോലെയായിരുന്നു. എത്ര മനുഷ്യരാണ്, എത്ര വലിയ ഉത്സവമാണ് നടക്കുന്നത്. ഇത്രയും വലിയ ഉത്സവങ്ങൾ, എല്ലാ അമ്പലങ്ങളും ഗംഭീരമാകുന്നു, പ്രാർത്ഥനകൾ ഗംഭീരമാകുന്നു, ഭക്തജനങ്ങൾ കൂടുന്നു, എല്ലായിടത്തും ഗംഭീരം. പണ്ട് 2 or 3 പെട്രോമാക്സ് ഉണ്ടെങ്കിൽ ഒരു ഉത്സവം നടക്കും അല്ലേ? പെട്രോമാക്സ് വൈദ്യുതിയും ജനറേറ്ററും വരുന്നതിന് മുമ്പ് പെട്രോമാക്സ് വെച്ചിട്ട ഉത്സവം. എന്നാൽ ഇപ്പോ ലക്ഷാർച്ചന പോട്ടെ, 1 ലക്ഷത്തിലേറെ ബൾബ് ഓരോ ഉത്സവത്തിനും കത്തിക്കുക. LED ബൾബുകളുടെ എണ്ണം നോക്കിയാട്ടെ. എല്ലാം ഗംഭീരമാണ്. ആ ഗംഭീരമാകുന്നതിനനുസരിച്ച് വളരേണ്ടത് വളരുന്നുണ്ടോ? എന്താണ് ഈ പ്രാർത്ഥനയും ഉത്സവവും വളരുമ്പോൾ വളരേണ്ട ലക്ഷ്യം വെക്കുന്നത്? എന്താ? ദൈവം ശക്തിപ്പെടുവെന്നാണോ? നമ്മൾ വിചാരിച്ചിട്ട് ദൈവത്തെ ശക്തിപ്പെടുത്താൻ പറ്റുമോ? എന്താണ് വളരേണ്ടത്? PSCക്ക് പരീക്ഷ എഴുതുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മലയാള വ്യാകരണമുണ്ട്. അത് അമേനാമം മേനാമം എന്നതാണ്. സ്കൂളിൽ പഠിച്ചവർക്കറിയാം അമേനാമം മേനാമം. മേനാമം എന്ന് പറയുന്നത് കൈകൊണ്ട് തൊടാനും കണ്ണുകൊണ്ട് കാണാനും അളക്കാനും തൂക്കാനും പറ്റിയിരിക്കുന്ന പദാർത്ഥങ്ങളുടെ പേരുകളെയാണ് മേനാമം എന്ന് പറയുക. ഒരു മൈക്ക്, ഒരു വാച്ച്, ഒരു പേന, ഒരു ബൾബ്, ഒരു ഫാന്, ഇതൊക്കെ മേനാമങ്ങളാണ്. കാണാം, എണ്ണാം, അളക്കാം. 1 കിലോ അരി മേനാമമാണ്. എന്നാൽ കാണാനും തൂക്കാനും അളക്കാനും പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. 1 കിലോ സത്യം കിട്ടുമോ?
2 മീറ്റർ സ്നേഹം കിട്ടുമോ? 1 ഹെക്ടർ ധർമ്മബോധം കിട്ടുമോ? 5 സെന്റ് ദയ കിട്ടുമോ? കാരുണ്യം കിട്ടുമോ? ഇതൊന്നും കാണാൻ പറ്റുന്നതല്ല, അളക്കാൻ പറ്റുന്നതല്ല, തൂക്കാൻ പറ്റുന്നതല്ല. മനുഷ്യന്റെ വികാസം എന്ന് പറയുന്നത് അമേയനാമങ്ങളുടെ വികാസമാണ്. അമേയനാമങ്ങളുടെ പരകോടിയാണ് ദൈവം. ഈ പറഞ്ഞതിന്റെയൊക്കെ പൂർണ്ണതയാണ് ദൈവം എന്ന് പറയുന്നത്. സത്യവും സ്നേഹവും ജ്ഞാനവും ആനന്ദവും ചേരുമ്പോ ഈ അമേയനാമങ്ങളുടെ അർത്ഥതലങ്ങളിലേക്ക് ആഴത്തിലെത്തുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ സത്യത്തെ അന്വേഷിക്കുവാൻ പുറപ്പെടാനാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് തലച്ചോറുകൾ ഏറ്റവും ഉറപ്പുള്ള എല്ലുകൊണ്ട് പൊതിഞ്ഞിട്ട് അത് ഏറ്റവും നല്ല ന്യൂറോണുകൾ ബന്ധനസ്ഥനായിട്ട് ആ ന്യൂറോണുകളിലെ ചിന്തകൾ കരം കൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റിയ ഒരു അസലായിരിക്കുന്ന കമ്പ്യൂട്ടറാണ് മനുഷ്യന്റെ ശരീരം, അല്ലേ? നമ്മുടെ ശരീരം ഒരു അത്ഭുതമല്ലേ? നമ്മൾ മനുഷ്യനായി ജനിച്ചത് തന്നെ ഒരു മഹാഭാഗ്യമല്ലേ? എന്നിട്ട് മനുഷ്യനായി ജനിച്ചിട്ടും വീണ്ടും വീണ്ടും ദൈവത്തോട് വരന്താ വരന്താ എന്ന് ചോദിക്കുന്നത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഈ വരമെന്ന സങ്കല്പമാണ് പറ്റിച്ചത് നമ്മുടെ രാജ്യത്തെ, കേട്ടോ. നമ്മുടെ രാജ്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുൻപ് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ. നളന്തയുണ്ട്, തക്ഷശിലയുണ്ട്, ഇല്ലേ? യൂണിവേഴ്സിറ്റി ഉണ്ട്. ലക്ഷക്കണക്കിന് ശ്ലോകങ്ങളുള്ള മഹാഭാരതമുണ്ട്. അതിൽ 10,000-കണക്കിന് കഥാപാത്രങ്ങളുണ്ട്. ഏറ്റവും മനോഹരമായ പരിണാമഗുപ്തിയുള്ള കാവ്യം രാമായണമുണ്ട്. കഥകളാൽ സമ്പന്നമായിരിക്കുന്ന ഭാഗവതമുണ്ട്, അല്ലേ? എത്രയെത്ര ഇതിഹാസ കൃതങ്ങൾ, അഷ്ടാദശ പുരാണങ്ങൾ, ഉപനിഷത്തുകൾ. സത്യത്തെ അന്വേഷിച്ച് ചർച്ച ചെയ്യുമ്പോ അടുത്തിരിക്കുന്ന ഇതൊരു ഉപനിഷത്താണ്. എന്താണ് ഉപനിഷത്ത്? നിശത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യം, അതാണ് നിസ്സത്ത്. എന്താ സത്യവും നിശേഷ സത്യവും തമ്മിലുള്ള വ്യത്യാസം? നമ്മൾ കാണുന്ന പല സത്യവും സത്യമല്ല. സൂര്യൻ കിഴക്കുന്നു ഉദിക്കുന്നു, അവിടെ 2 തിരി വെച്ചത് കണ്ടോ? ആ 2 തിരി എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 തിരി സന്ധ്യക്കും പ്രഭാതത്തിലും, പ്രദോഷ സന്ധ്യക്കും പ്രഭാത സന്ധ്യയിലും മാത്രമേ 2 തിരിയിട്ട വിളക്ക് കത്തിക്കാവൂ, കേട്ടോ. എന്താ തിരിയുടെ ഉദ്ദേശം? ഒന്ന് സൂര്യനാണ്, ഒന്ന് ചന്ദ്രനാണ്. സന്ധ്യക്ക് കത്തിക്കുന്ന വിളക്ക് കിഴക്കുഭാഗത്തെ തിരി ചന്ദ്രനും പടിഞ്ഞാറ് ഭാഗത്ത് അസ്തമിച്ചു പോകുന്ന സൂര്യനുമാണ്. പ്രഭാതത്തിലെ തിരി ഉദിച്ചു വരുന്ന സൂര്യന് കിഴക്കുഭാഗത്തും അസ്തമിച്ചു പോകുന്ന ചന്ദ്രന് പടിഞ്ഞാറ് ഭാഗത്തുമാണ്. 2 തിരി. 5 തിരിയോ? പഞ്ചഭൂതങ്ങൾക്കാണ്. പൃഥ്വത്തേജോ വായുവാകാശങ്ങൾക്ക്, പഞ്ചഭൂതങ്ങൾക്കാണ് 5 തിരിയിട്ട വിളക്ക്. 5 തിരിയിട്ട വിളക്ക് വീട്ടിന്റെ വരാന്തയിൽ കത്തിക്കണം, വീട്ടിന്റെ അകത്ത് കത്തിക്കരുത്. 5 തിരിയിട്ട വിളക്ക് പുറത്ത് കത്തിക്കണം. 7 തിരിയിട്ട വിളക്ക് 7 ലോകത്തിലുള്ള മനുഷ്യരോടാണ്. 7 ലോകത്തുള്ള മനുഷ്യരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. അപ്പൊ ഈ 2 തിരിയിട്ട വിളക്ക് എന്തുകൊണ്ടാ? സൂര്യൻ കിഴക്കുന്നു ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതല്ലേ നമ്മൾ പഠിച്ച സത്യല്ലേ? സത്യല്ലേ? സത്യമല്ല. സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഭൂമി കറങ്ങുന്നത് കൊണ്ട് തോന്നുന്നതല്ലേ സൂര്യൻ ഉദിക്കുന്നുണ്ട് അസ്തമിക്കുന്നുണ്ടെന്ന്? അപ്പൊ സൂര്യൻ കിഴക്കുദിക്കുന്നു പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പറയുന്നത് ആപേക്ഷിക സത്യമാണ്, നിശേഷ സത്യമല്ല. നിശേഷ സത്യമുണ്ട്. നമ്മൾ ഒരു കണ്ട പല സത്യങ്ങളും അസത്യങ്ങളോ അർദ്ധസത്യങ്ങളുമാണ്. ഞാനിപ്പോൾ ട്രെയിനിൽ വരുമ്പോ ഷൊർണൂര് കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടു, പരശുരാമ. കുറെ നേരം നിർത്തിയിട്ടപ്പോ അവിടെ വണ്ടി പോകാഞ്ഞിട്ട്, അവിടുത്തെ ഇഡ്ഡലി സാമ്പാറും തീരുന്നവരെ അവിടെ വെക്കും. അവിടുന്ന് പോകാഞ്ഞിട്ട് അസ്വസ്ഥപ്പെടുക. നമ്മൾ വാച്ചിൽ നോക്കുക, എന്താ വണ്ടി പോവാത്ത വണ്ടി നീങ്ങി കിട്ടിയാൽ യാത്രക്കാർക്കെല്ലാം ഒരു കാറ്റ് കിട്ടുമല്ലോ, ഒരാശ്വാസം കിട്ടുമല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴാ വണ്ടി പുറപ്പെട്ടു. ഓ, ആശ്വാസമായി. വണ്ടി പുറപ്പെട്ടു, സ്പീഡായി വരുന്നു. കാറ്റൊന്നും വരുന്നില്ല, എങ്കിലും വണ്ടി പുറപ്പെട്ടല്ലോ എന്ന ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ കുറെ അപ്പുറത്തെത്തിയാൽ മനസ്സിലായത് അപ്പുറത്തെ വണ്ടി പുറകോട്ട് പോയതാ, നമ്മളെ വണ്ടി നിന്നെടുത്ത് തന്നെയുള്ളത്. അപ്പുറത്തെ വണ്ടി അങ്ങോട്ട് പോകുമ്പോ നമുക്ക് തോന്നി നമ്മളെ വണ്ടി പോവുകയാണെന്ന്. ഇതൊരു തോന്നലാണ്, ഇത് സത്യമല്ല. അപ്പൊ ഇങ്ങനെ ഒരുപാട് അസത്യങ്ങളും ആപേക്ഷിക സത്യങ്ങളും അർദ്ധസത്യങ്ങളും അസത്യങ്ങളും ഉണ്ട്. ഈ അസത്യങ്ങളും അർദ്ധസത്യങ്ങളും 1,00,000 കൂട്ടി വെച്ചാലും ഒരു സത്യത്തിന്റെ അടുത്തെത്തൂല, ഒരു കൊച്ചു സത്യത്തിന്റെ അടുത്തെത്തൂല. അതിനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ഈ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കൂ. ഇപ്പൊ മഴ പെയ്ത് മഴക്കാറ് പോയല്ലോ. ആകാശത്തേക്ക് നോക്കൂ, ആകാശം തെളിഞ്ഞു അല്ലേ? ആകാശത്ത് 1,00,000 നക്ഷത്രങ്ങളുണ്ട്. എന്നിട്ടും നമുക്കിവിടെ എത്ര LED ബൾബ് കത്തുന്ന, എത്രയാ ട്യൂബ് ലൈറ്റ് കത്തുന്നത്? 1,00,000 ബൾബ് ആകാശത്തുണ്ടായിട്ടും നമുക്ക് വെളിച്ചം കിട്ടുന്നില്ലല്ലോ. എന്നാ പകലോ ഈ ബൾബെല്ലാം കത്തുവോ? പകൽ 1,00,000 ഇല്ല, 10,000 ഇല്ല, 1000 ഇല്ല, 100 ഇല്ല, ഒറ്റ ബൾബ്.
ഒരൊറ്റ നക്ഷത്രമേ ആകാശത്ത്. ആ നക്ഷത്രം സൂര്യൻ എന്ന് പറഞ്ഞാൽ രാത്രി കത്തുന്ന തിരുവാതിര നക്ഷത്രത്തെക്കാൾ എത്രയോ ചെറുതാണ് സൂര്യൻ. ചെറിയ നക്ഷത്രമാണ് സൂര്യൻ. എന്നിട്ടും നമുക്ക് നല്ല വെളിച്ചം കിട്ടുന്നത് എന്തുകൊണ്ടാ? നമ്മൾ ആ സത്യത്തിന്റെ അടുത്താണ്, സൂര്യന്റെ അടുത്താണ്. രാത്രി കാണുന്ന നക്ഷത്രങ്ങളിൽ നിന്ന് നമ്മൾ അകലെയാണ്. സത്യത്തോട് അടുത്തു നിൽക്കുമ്പോൾ നമുക്ക് വെളിച്ചം കൂടും. അതാണ് പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ പകലിനൊന്നേ വിളക്കുള്ളൂ. ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്നു രാത്രി. വെളിച്ചം സ്വപ്നം കാണുന്നു രാത്രി. കേട്ടിട്ടുണ്ടോ? അദ്വൈതം ജനിച്ച നാട്ടിൽ, ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ, 1000 ജാതികൾ, 1000 മതങ്ങൾ, 1000 ദൈവങ്ങൾ എന്ന പാട്ടിൽ എന്താ നമുക്ക് മാർഗം? എന്താണ് നമുക്ക് വഴിയുള്ളത്? നിത്യസ്നേഹം തെളിക്കുന്ന വീഥി, സത്യാന്വേഷണ വീഥി. യുഗങ്ങൾ അല്ലേ, യുഗങ്ങൾ രക്തം ചിന്തിയ വീഥി. ആ സത്യാന്വേഷണത്തിലെ മാർഗത്തിലൂടെ പോകുമ്പോഴാണ് നമ്മൾ പൂർണ്ണതയിലെത്തുക. ആ പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ ലക്ഷ്യം. അതുകൊണ്ട് സത്യം, ആ സത്ത് എന്ന ശബ്ദമാണ് ആദ്യം ഉണ്ടായത്. സദ്. ദൈവങ്ങളുടെ പേരെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പുള്ള മന്ത്രമാണ് സദോമാ സദ്ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കുള്ള യാത്ര. എന്താ അസത്ത്? അസത്തുകളെ കാട്ടിത്തരണോ ഞാൻ? എല്ലാ കാലവും നിലനിൽക്കാത്തത് അസത്താണ്, എല്ലാ കാലവും നിലനിൽക്കുന്നത് സത്താണ്. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളത് ഉള്ളതല്ല. മനസ്സിലായോ? ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, നാശമുള്ളതുള്ളതല്ല. ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം നല്ല ആളല്ലേ? നിങ്ങളെ തല നല്ല സ്റ്റൈലില്ലേ? സെൽഫി എടുക്കൂലേ? ഇവിടെ വരാൻ വേണ്ടിയിട്ട് കുളിച്ച് മുടിച്ചില്ലേ? പൊട്ടു തൊട്ടില്ലേ? പൗഡർ ഇട്ടില്ലേ? ഇവിടെ കൊണ്ടുവന്ന ഈ തല 100 കൊല്ലം കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ഉള്ളതായിട്ട് നിൽക്കുവോ? 100 കൊല്ലം കഴിഞ്ഞാൽ ഈ തലയെല്ലാം എവിടെയുണ്ടാകും? തിലകം ചാർത്തി ചികിയുമഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാനുഴറിയ നീയും വിലപിടിയാതൊരു തലയോടാവൂലേ? ഈ തത്വം പഠിക്കാൻ വേണ്ടിയ മനുഷ്യനെ ഈ ഭൂമിയിൽ അയച്ചത്. ആ തത്വം പഠിക്കാൻ ഒരു വിദ്യാലയമുണ്ട്. ആ വിദ്യാലയത്തിന്റെ പേര് ആത്മവിദ്യാലയമേ. മരുത്വാൻമലയിൽ നാണു എന്ന് പറയുന്ന കുട്ടി പോയിട്ട്, ചെറുപ്പക്കാരൻ പോയിട്ട് ധ്യാനിച്ചിരുന്നത് ഈ ആത്മവിദ്യാലയത്തിൽ പഠിക്കാനായിരിക്കും. അറിയണം, ആത്മവിദ്യാലയത്തിൽ പഠിച്ചപ്പോഴാണ് ഭാരത ഇതിഹാസ പുരാണാദികളുടെ ആന്തരികമായ അടിത്തറയായിരിക്കുന്ന ദർശനങ്ങളെ പറ്റി തിരിച്ചറിഞ്ഞത്. ആ ദർശനങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് ആ ദർശനങ്ങളെല്ലാം ഹിരണ്യപാത്രേന മൂടിവെക്കപ്പെട്ടിരിക്കുകയായിരുന്നു. മനസ്സിലായോ? സ്വർണപാത്രം കൊണ്ട് സത്യത്തെ മറച്ചു വെക്കുകയായിരുന്നു. സ്വർണപാത്രം കൊണ്ട് സത്യം മറയ്ക്കുമീ സംക്രമ സന്ധ്യ തന്നരികിൽ. കേട്ടിട്ടുണ്ടോ? ഉപാസന എന്നുള്ള പാട്ട് അല്ലേ? അപ്പോ സത്യം മൂടിവെക്കുകയായിരുന്നു. ആ മൂടിവെച്ചത് ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും അന്ധവിശ്വാസങ്ങൾ കൊണ്ടും മൂടിവെച്ചിരിക്കുന്ന ഭാരതത്തിലെ അമൂല്യമായ ദാർശനിക രത്നങ്ങളെ അതിന്റെ പുറമെയുള്ള ചിട്ടവട്ടങ്ങളുടെ മൂടുപടം വലിച്ചു ചീന്തി പുറത്തിട്ടിട്ട് ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വരിയാണ്, ഈ വെളിച്ചത്തിന് എന്തൊരു വെളിച്ചമാണെന്ന്. ഈ വെളിച്ചത്തിന്റെ വെളിച്ചം എന്നെന്ന് ലോകത്തെ ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഗുരു ഉണ്ടായത്. ഗുരു ആരുടെ ഗുരുവാണ്? ഗുരു കാലദേശങ്ങൾക്ക് അപ്പുറത്തുള്ള ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ആരുടെ ഗുരുവാ? SNDP യോഗത്തിൽപ്പെട്ടവരുടെ മാത്രം ഗുരുവാണോ? മലയാളികളുടെ മാത്രം ഗുരുവാണോ? അല്ല. കേരളത്തിലുള്ളവരുടെ മാത്രം ഗുരുവാണോ? അല്ല. കാലത്തിനപ്പുറത്ത് ഇനിയും ജനിക്കാനിരിക്കുന്ന മനുഷ്യരുടെ ഗുരുവാണ്. ഈ പശ്ചിമ
പശ്ചിമ തടങ്ങൾക്കപ്പുറത്തും ഈ ഗുരുവിന്റെ ദർശനങ്ങൾ പ്രചരിക്കാത്തതിന്റെ ദുരന്തമാണ് ഇന്ത്യ അനുഭവിക്കുന്നത്. ആ ഗുരുവിന്റെ ദർശനങ്ങൾ കേരളത്തിൽ മാത്രം പോരാ, ലോകത്ത് മുഴുവൻ എത്തിക്കേണ്ടതാണ്. ആ ഗുരു നമ്മളൊക്കെ എന്താ തിരിച്ചറിവുണ്ടാക്കി തന്നത്? നീ ആരാണെന്ന ചോദ്യമാണ്. ഉപനിഷത്ത്, ഞാൻ ഉപനിഷത്തിൽ നിന്നാ പോയത്. ഉപവിഷ്ടരായിട്ട് നിശേഷ സത്യത്തെ അന്വേഷിക്കുക, അതാ ഉപനിഷത്ത്. ഉപവിഷ്ടരാവുക എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുക, അല്ലേ? ഉപപ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിന്റെ അടുത്തിരിക്കുന്ന ആള്. ഉപരാഷ്ട്രപതി എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതിന്റെ തൊട്ടടുത്തിരിക്കുന്ന ആള്. ഉപവിഷ്ടർ എന്ന് പറഞ്ഞാൽ അടുത്തിരിക്കുന്നവർ എന്നാണ്. നിസ്സത്ത് എന്ന് പറഞ്ഞാൽ നിശേഷ സത്യം. നിശേഷ സത്യത്തെ പറ്റി കണ്ടെടുത്താൻ വേണ്ടി പണ്ടത്തെ ആരണ്യാന്തര ഗഹ്വരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ ആരന്തർമുഖമി പ്രപഞ്ച പരിണാമോ ഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട്. അവരുടെ ദർശനമാണ് നമ്മുടെ ദർശനം. അരണ്യാന്തരങ്ങളിൽ, കാട്ടിനകത്ത്, ഗഹ്വരോദരങ്ങളിൽ, ഗുഹയ്ക്കകത്ത്, സൈന്ധവോദാര ശ്യാമ മനോഭിരാമ പുളിനോപാന്ത പ്രദേശങ്ങളിൽ, സിന്ധു നദിയുടെ മനോഹരമായ കറുത്ത മണൽത്തിട്ടകളിൽ ആരായിരുന്നോ അന്തർമുഖരായിരുന്നിട്ട് ഈ പ്രപഞ്ചത്തിന്റെ പരിണാമത്തിന്റെയും സർഗാത്മകതയുടെയും സാരം തേടി അലഞ്ഞത്, സത്യം തേടി അലഞ്ഞത്, അവരുടെ ദർശനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ ദർശനത്തിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അവിടത്തേക്ക് പോകണം. അപ്പോഴാണ് ഉള്ളിലേക്ക് നോക്കണം എന്നർത്ഥം. അന്തർമുഖരാണ്. മനുഷ്യന് കണ്ണുണ്ട്, പുറത്തും അകത്തുണ്ട്. പക്ഷിമൃഗാദികൾക്ക് പുറത്തേ കണ്ണുള്ളൂ. ഒരു പട്ടിക്കും തന്റെ പേര് പട്ടിയാണെന്ന് അറിയില്ല. അറിയുമോ? കാട്ടിലെ രാജാവാര മക്കളെ? സിംഹമാണ്. ആ വിവരം ഇന്നോളം ഒരു സിംഹവും അറിയില്ല. സിംഹത്തിന് അറിയാമോ താനാണ് കാട്ടിലെ രാജാവെന്ന്? അത് ആര് നിശ്ചയിച്ച്? നമ്മൾ നിശ്ചയിച്ചു കൊടുത്തതല്ലേ. ആ വിവരം സിംഹം അറിഞ്ഞിട്ടുണ്ട്. പിറ്റേന്ന് കൊട്ടാരം പോകണം, സിംഹാസനം പോകണം എന്ന് പറയും. സിംഹത്തിന്റെ പേരും പറഞ്ഞ് മനുഷ്യന്മാരാ സിംഹാസനത്തിൽ ഇരിക്കുന്നേ. അത് വെറും മടയിൽ ഇങ്ങനെ വെറും നിലത്ത് കിടക്കുക. അതിന് ആലവട്ടവും ബെഞ്ചാമരവും അകമ്പടിയും എസ്കോർട്ടും ഒന്നുമില്ല. അത് സാധാരണ ഒരു ജീവി മാത്രമാണ്. മൃഗങ്ങൾക്കൊന്നും താൻ ആരാണെന്നറിയില്ല. താൻ ആനയാണെന്ന് അറിയുന്ന ഒരു ആനയുമില്ല. ഈ ഭൂമിയിലെ പക്ഷിമൃഗാദികൾക്കും സസ്യലതാദികൾക്കും എല്ലാം പേര് കൊടുത്ത നമ്മളാ. ഏതെങ്കിലും മൃഗത്തിന്റെ പേര് മൃഗം ഇട്ടിട്ടുണ്ടോ? മനുഷ്യൻ വന്നതിന് ശേഷം ഇതിന് ശേഷം മൃഗങ്ങൾ ഉണ്ടായിട്ട് പേരുണ്ടായിട്ടു. മൃഗങ്ങൾക്ക് മൃഗമെന്ന് പേരിട്ടത് നമ്മളാ. അതുകൊണ്ട് ആത്മബോധം തന്നിലേക്ക് തന്നെ പറ്റി ചിന്തിക്കുന്നത് ആരാ? മനുഷ്യൻ അകത്തേക്ക് നോക്കുന്നത് കൊണ്ടാ. മൃഗങ്ങൾക്കൊന്നും അകത്ത് നോക്കാൻ അറിയില്ല. നമുക്ക് ദർശനമുണ്ട്, കാഴ്ചയുണ്ട്. പക്ഷെ ആ കാഴ്ച പുറത്തേക്ക് മാത്രമല്ല. ഉച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പാരക്ഷയേകൂ സത്യമാം 18 തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകണേ തമ്പൂരാനേ. എന്ത് ദർശന? യോഗപട്ടാസനസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ കനക വിഗ്രഹം എനിക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥിച്ചതെന്നാ നിങ്ങൾ ധരിച്ചു പോയത്? അല്ല. അവിടെ പോകുമ്പോ കാണുന്ന ദർശനം എന്താ? ഹരിശ്രീതൻ മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിന്റെ ശ്രീപദങ്ങൾ വണങ്ങി ശിരസിൽ ഇരുമുടിക്കെട്ടുകളും താങ്ങി 18 പടി കയറി ഭഗവാനെ തൊഴുമ്പം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ദർശനം? ചാന്ദാഗ്യോപനിഷത്തിലെ ഉദ്ദാലകാരുണി ശ്വേതകേതു സംവാദത്തിൽ നിന്ന് പുറത്തു വന്ന ദർശനം. എന്താ അത്? ഉദ്ദാലകാരുണി മഹാപണ്ഡിതനാ. ആ മഹാപണ്ഡിതനായ ഉദ്ദാലകാരുണി തന്റെ പുത്രനായ ശ്വേതകേതുവിനെ എല്ലാം പഠിപ്പിച്ചു. പക്ഷെ അദ്ദേഹം അധ്യാപകനാണ്. എന്താ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ? ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു എന്ന് പ്രാർത്ഥിച്ചല്ലോ ഇവിടെ. ഇപ്പൊ പുതിയ കാലഘട്ടത്തിൽ പ്രാർത്ഥന മാറി കേട്ടോ. ഇപ്പോഴത്തെ പ്രാർത്ഥന പണോർ ബ്രഹ്മ പണോർ വിഷ്ണു പണോർ ദേവോ മഹേശ്വര പണം സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ പണമേ നമാന്നാക്കി മാറ്റി. ഇപ്പം പേരിന് ഇത് പ്രാർത്ഥിക്കും, പുറത്തല്ല ഇതാ പരിപാടി, അല്ലേ? പണമാണ് ഗുരു. എന്താ ഗുരു? ഗുരു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഗും രുഗ്യതേ ഇതി ഗുരു, ഗും രുഗ്യതേ ഇതി ഗുരു. ഗും എന്ന് പറഞ്ഞാൽ ഇരുട്ട്. ഇരുട്ട് ഉള്ളിൽ പ്രവേശിക്കുന്നത് തടയുന്നവനാ ഗുരു. അറിവിന്റെ വെളിച്ചം കൊടുക്കുന്നവനല്ല ഗുരു. എല്ലാ കുട്ടികളുടെയും ഉള്ളിൽ വെളിച്ചമുണ്ട്. എല്ലാ കുട്ടികളും നല്ല അപാരമായ വെളിച്ചത്തിന്റെ ഉറവിടങ്ങളാണ്. നിങ്ങൾക്ക് ആ വെളിച്ചം കാണാൻ പറ്റാച്ചിട്ടാണ്.
നിങ്ങൾക്ക് ആ വെളിച്ചം കാണാൻ പറ്റാച്ചിട്ടാണ്. യശോദ ആ വെളിച്ചം കണ്ടെത്തിയത് കൊണ്ടാണ് നമുക്ക് ഭഗവാന് കൃഷ്ണനെ കിട്ടിയത്. അറിയുമോ? കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഉള്ളിൽ ഒരു വെളിച്ചം ഉണ്ടായിരുന്നു. ആ വെളിച്ചം തന്റെ ഓടക്കുഴലും എടുത്തിട്ട് കുട്ടി യമുനാ നദിയുടെ തീരത്ത് പോയിട്ട് രാഗങ്ങളോരോന്നേ ഗോകുല നായകൻ മേളം കലർന്നങ്ങു പാടുന്നേരം പെട്ടെന്നങ്ങ് നിർത്തിക്കളഞ്ഞു ഇവൻ പാട്ട്. അപ്പൊ യശോദ ചോദിച്ചു, എന്താ കണ്ണാ പാട്ട് നിർത്തിയ? അപ്പോ ഇവൻ ചോദിച്ചു, അമ്മേ, യമുനയുടെ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, ഒന്നും തിരിച്ചു പോകുന്നില്ല. എന്താ അത്? തിരിച്ചു പോകുന്നില്ല എന്നോ? എന്താ അത്? ഈ ഓളങ്ങൾ കരയിലേക്ക് വരുന്നുണ്ട്, തിരിച്ചു പോകുന്നില്ല. നിങ്ങളോടാ ചോദിച്ച, നിങ്ങൾ എന്താ മറുപടി പറയാ? തിരിച്ചു പോകുന്നില്ല. എന്തെന്നാടാ, നിന്റെ തലക്കോളായി പോയോ? തലക്കോളായി പോയോ? മനസ്സിലായോ? ഞാൻ രജിസാറ് എന്നെ കാണാൻ വേണ്ടി അങ്ങ് വരുന്നെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെ തല കോളായി പോയി, എന്നെ കാണാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് കണ്ണൂർ വരണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു. അങ്ങനെയാണ് ചോദ്യം അമ്മമാർ പറയാ. എന്നാൽ ആ യശോദ പറഞ്ഞത് അങ്ങനെയല്ല. അത് തിരിച്ചു പോകാത്തത് എന്താണെന്നറിയോ കണ്ണാ? നിന്റെ പാട്ട് കേട്ടിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നില്ലട കണ്ണാ. കണ്ണന്റെ വേണുവിൽ നിന്നുയരുന്നൊരീണത്തിൽ പുളകിതയാമൊരു യമുന തന്നോളങ്ങൾ മുന്നോട്ടു പോകാൻ മനസ്സുവരാഞ്ഞ് താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ, താളത്തിലങ്ങിനെ തങ്ങി നിൽപ്പൂ എന്ന് പാടിക്കൊടുത്ത യശോദയാണ് കണ്ണനെ പൊഴിയെ സ്നേഹിക്കുന്ന ആർദ്രതയുള്ള സൗന്ദര്യാധിഷ്ഠിതമായ ജീവിതം നയിച്ച ഒരു കഥാപാത്രമാക്കി മാറ്റിയത്. അറിയണം നിങ്ങൾ. അതുകൊണ്ട് നല്ല അമ്മമാർ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന അമേയമായിരിക്കുന്ന അപാരമായിരിക്കുന്ന വെളിച്ചത്തെ കണ്ടെത്തുന്നവരാണ് അമ്മമാർ. കുട്ടിക്ക് ശരീരത്തിന് ഭക്ഷണം കൊടുത്തത് കൊണ്ടും ശരീരത്തെ പൊതിയാൻ വസ്ത്രം വാങ്ങിക്കൊടുത്തുകൊണ്ടും കിടന്നുറങ്ങാൻ കിടക്ക വിരിച്ചു കൊടുത്തതുകൊണ്ടും വിസർജിക്കാൻ കക്കൂസ് കഴുകി കൊടുത്തത് കൊണ്ടും അമ്മയാവില്ല. ഓരോ കുട്ടിയിലും അന്തർലീനമായിരിക്കുന്ന അപാരമായ ഒരു മഹാവെളിച്ചമുണ്ട്. ആ വെളിച്ചത്തെ കണ്ടെത്തണം. അപ്പോഴാണ് അമ്മയും അച്ഛനും ഉണ്ടാകുന്നത്. അല്ലാതെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ട് മാത്രം അമ്മയും അച്ഛനും ആകുന്നില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഉള്ളിലെ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. അപ്പൊ കുട്ടിയിൽ അന്ധകാരം, അവൻ മയക്കുമരുന്നിനോ മദ്യത്തിനോ അടിമയായിട്ടുണ്ടെങ്കിൽ, അവൻ തോന്നിയാസങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരാ പ്രതി? അവന്റെ വെളിച്ചത്തിൽ ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്ന കാവൽക്കാരല്ലേ പ്രതി? കാവൽക്കാരല്ലേ പ്രതി? അമൃത് വിളമ്പുമ്പോ സൂര്യചന്ദ്രന്മാരെ കാവലാക്കിയിട്ടാണല്ലോ അമൃത് വിളമ്പിയത് ദേവേന്ദ്രൻ. ആ അമൃത് വിളമ്പുമ്പോ രാക്ഷസന്മാരെ കയറി വരാതിരിക്കാൻ അവരെ പറ്റിച്ചിട്ട് മോഹിനി രൂപം പൊട്ടിട്ട് കൊണ്ടുവന്നാണല്ലോ. രാക്ഷസന്മാർ ഒറ്റ കണ്ടിട്ട് തുറന്നു നോക്കിയാരാ ഇത് തട്ടിപ്പാന്ന് മനസ്സിലായത്. ഇവരിങ്ങോട്ട് കയറുമ്പോ തടയാൻ വേണ്ടിയിട്ട് സൂര്യചന്ദ്രന്മാരെ കാവലാക്കി. എന്നിട്ട് സൂര്യചന്ദ്രന്മാരെല്ലാരും വാങ്ങി കുടിക്കുന്ന കണ്ടപ്പോ ഇവർക്ക് അത്യാർത്ഥിയിൽ വേഗം പോയിട്ട് വാങ്ങാന്ന് വിരിച്ച് അകത്തേക്ക് കയറിയ തഞ്ചത്തിനാണ് ഒരുത്തൻ കയറി വന്ന് ഓനും വാങ്ങി, അമൃത് വാങ്ങി. വായിലേക്ക് അങ്ങ് വിഴുങ്ങി കഴിയുമ്പോഴേക്ക് ആളെ മനസ്സിലായി. അപ്പ ചട്ടുവും കൊണ്ട് റേറ് കൊടുത്തു. അവരെ അങ്ങനെ മുറിച്ചു മാറ്റി രാഹുവും കേതുവായി. അതാണ് സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്നത് എന്നാണല്ലോ നമ്മൾ പുരാണത്തിൽ പഠിച്ച കഥ. ആ കഥ വെറും തട്ടിപ്പാന്ന് പിന്നെ മനസ്സിലായി നമുക്ക്. രാഹു ഇല്ല, കേതു ഇല്ല, അല്ലേ? ചന്ദ്രന്റെ മറവ് കൊണ്ട് സൂര്യനെ കാണാതാകുന്നതാണ് സൂര്യഗ്രഹണമെന്നും സൂര്യന്റെ ഭൂമിയുടെ നിഴലിൽ ചന്ദ്രനിൽ പതിക്കുന്നതാണ് ചന്ദ്രഗ്രഹണമെന്നും നമുക്ക് പിന്നെ മനസ്സിലായി. പക്ഷെ ഈ കഥയിൽ നമ്മൾ എന്താ പഠിക്കേണ്ടത്? കാവൽക്കാരുടെ അശ്രദ്ധ കൊണ്ടാണ് അന്ധകാരം ഉള്ളിൽ കയറിയത്. നമ്മുടെ കുട്ടികൾ തോന്നിയാസിയായിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദി ആരാ? നമ്പർ 1 ഗുരു അമ്മ, നമ്പർ 2 ഗുരു അച്ഛൻ, 3ാമത്തെ ഗുരു സ്കൂള മാഷ്, അല്ലേ? ഇവരാ പ്രതി. അപ്പൊ ഗുരു എന്ന് പറഞ്ഞാൽ ഗും രുഗ്യതേ ഇരി ഗുരു, ഇരുട്ട് പ്രവേശിക്കുന്നത് തടയുന്നവൻ ഗുരു. 2ാമത്തെ ഗുരു എന്ന് പറഞ്ഞാൽ വലുത് എന്നർത്ഥം കേട്ടോ. ഗുരു വലുത്. ഗുരുതരമായ പരിക്ക് പറ്റിയെന്ന് കേട്ടിട്ടുണ്ടോ? മാഷക്ക് പരിക്ക് പറ്റിയെന്ന അല്ലല്ലോ. ഗുരുതരം എന്ന് പറഞ്ഞാൽ വലിയ പരിക്കാണ്. പണ്ട് വൃത്തം പഠിച്ചവർക്കറിയാം സ്കൂളിൽ ഗുരു എന്ന് പറഞ്ഞാൽ വലിയ അക്ഷരം, ദീർഘാക്ഷരം. ഗുരുവാം ഹ്രസ്വാക്ഷരം ലഘുവായിടും, അല്ലേ? കാ എന്ന് പറഞ്ഞാൽ ഗുരു, ക എന്ന് പറഞ്ഞാൽ ലഘു. ആദിമധ്യാന്തവർണ്ണങ്ങൾ ലഘുക്കൾ യരതങ്ങളിൽ ഗുരുക്കൾ ഭജസങ്ങൾക്ക് മനങ്ങൾ ഗലമാത്രമാം. 8 ഗണം പഠിച്ചിട്ടില്ലേ? യരത, ഭജസ, മന. ഓർമ്മയില്ല? പണ്ട് ഗണം പഠിച്ചൊന്നും മറന്നുപോയി. പുതിയ സ്കൂളിലെ കുട്ടികളൊന്നും അത് പഠിക്കുന്നില്ല. ഓരോ
വീണവും താളവും ഉണ്ടാകുന്നത് ഈ ഗണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാക്കണം. അതിനാ വൃത്തം പഠിക്കണം. വൃത്തം എന്ന് പറഞ്ഞാൽ പാട്ട് തുടങ്ങിയെടുത്ത് അവസാനിക്കുന്നതാണ് വൃത്തം. വൃത്തം അങ്ങനെയല്ലേ, തുടങ്ങിയെടുത്ത് അവസാനിക്കുക. അതാണ് അതുകൊണ്ട് ആ വൃത്തം എന്ന് പേര് വന്നത്. അപ്പൊ ഏതായാലും ഗുരു എന്ന് പറഞ്ഞാൽ വലുതാന്ന് മനസ്സിലായല്ലോ. ലഘു എന്ന് പറഞ്ഞാൽ ചെറുതാണ്. വലുത് ചെറുതിനെ പിടിച്ചു വലിക്കും. ഭൂമി വലുതാണ്, ആപ്പിള് ചെറുതാണ്. നിങ്ങൾ കുട്ടികളെയും കൂട്ടി ടൗണിൽ പോയാൽ കുട്ടി റോഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പിടിച്ചു വലിക്കൂലേ? അപ്പൊ പിടിച്ചു വലിച്ച് കുട്ടികൾ അനുസരിച്ചാലോ? ഗുരുവിനെ അനുസരിച്ചാ ഗുരുത്വമുണ്ട്. കുട്ടി അനുസരിക്കാതെ ഓടിപ്പോയാലോ? ഗുരുത്വക്കേടായി. അതാ കുരുത്തക്കേട്. മനസ്സിലായോ? അതുപോലെ ഭൂമി വലുതാണ്, ആപ്പിള് ചെറുതാണ്. അപ്പൊ ഈ വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിക്കും എന്ന് ഐസക് ന്യൂട്ടൻ കണ്ടെത്തി. അതാ ഭൂമിക്ക് ഗുരുത്വ ബലം ഉണ്ട് എന്ന് മനസ്സിലായി. അതാ ഭൂഗുരുത്വ ബലം പിടികിട്ടിയ. ഭൂഗുരുത്വ ബലം എങ്ങനെയാന്ന് കണ്ടെത്തിയേ. അപ്പൊ വലുതാണ് ഗുരു, ചെറുതോ ലഘു. എന്താണ് ഗുരു? മനുഷ്യൻ എപ്പോഴാ മനുഷ്യനായത്? ഗുരുവേത് ലഘുവേതെന്ന തിരിച്ചറിവിലൂടെയാ മനുഷ്യനാവുന്നത്. ഏതാ വലുത്, ഏതാ ചെറുത്? മനുഷ്യനാകോ ഉണ്ട്, പുറമുണ്ട്. ഏതാ വലുത്? പുറം എന്ന് പറഞ്ഞാൽ ശരീരം, ഹാർഡ്വെയർ. അകോ എന്ന് പറഞ്ഞാൽ മനസ്സ്, വികാരങ്ങൾ, ചിന്തകൾ, അറിവുകൾ, സോഫ്റ്റ്വെയർ. മനസ്സിലായോ? സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കമ്പ്യൂട്ടർ ഭാഷയാണ്. കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ, കീബോർഡ്, മൗസ്, UPS, ബാറ്ററി എല്ലാം ചേർന്നതാണ് അതിന്റെ ഹാർഡ്വെയർ. പക്ഷെ അതിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന, അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഇൻഫർമേഷനുകളുടെ ഒരു മഹാസാമ്രാജ്യമാണ് അതിന്റെ സോഫ്റ്റ്വെയർ. അപ്പൊ സോഫ്റ്റ്വെയർ ആണ് മനുഷ്യന് പ്രധാനം. മൃഗങ്ങൾക്ക് ശരീരമാ പ്രധാനം, മനസ്സ് ലഘുവാ. അതാ മൃഗം. മനസ്സ് ലഘുവും ശരീരം ഗുരുവുമായാൽ മൃഗമായി. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ഈ അമ്പലപ്പറമ്പിൽ, ഈ ഉത്സവപ്പറമ്പിൽ ഒരു പശു വന്നു. ആ പശുവിന് മൂത്രമൊഴിക്കണം തോന്നി, അല്ല ചാണകം തോന്നി. ശരീരത്തിനാണല്ലോ മുട്ടുക. മുട്ടുമ്പോ മനസ്സ് പറയാ, അയ്യയ്യെ പറ്റില്ല, ആൾക്കൂട്ടത്ത് പറ്റില്ല, ആലയിലെത്തട്ടെ, അല്ലെ ടോയ്ലറ്റ് പോകണം എന്ന് പറയോ? ഇല്ല. മനസ്സതിന് കീഴ്പ്പെടും. അപ്പൊ തന്നെ വാലും പൊതിച്ച് എവിടുന്നാ മുട്ടുന്ന അവിടെ മൂത്രയിക്കും, അവിടെ ചാണകം ഇടൂലേ? കാത്തു നിൽക്കൂലല്ലോ, അപ്പൊ ഇടുവല്ലോ. മനസ്സില്ലേ? മൃഗങ്ങൾക്ക് മനസ്സില്ലേ? പട്ടിക്ക് കണക്കറിയാം. ഞാൻ തെളിവ് തരണോ? എൻ്റെ നാട്ടിലെ പട്ടികൾക്കെല്ലാം കണക്കറിയാം. ഈ നാട്ടിൽ എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ വീതി കുറഞ്ഞ റോഡിലൂടെ നിങ്ങളൊരു സ്കൂട്ടറിൽ പോകുന്നു. റോഡിന്റെ പകുതിക്കൊരു പട്ടി കിടന്നിട്ടുണ്ട്. സ്കൂട്ടറിന്റെ ഒച്ച കേട്ടാ പട്ടി നോക്കുമ്പോൾ സ്കൂട്ടറാന്ന് കണ്ടാൽ അത് അനങ്ങൂല. കാരണം സ്കൂട്ടറിന് പോകേണ്ട സ്ഥലം അവിടെ ബാക്കിയുണ്ട്. എന്നാൽ സ്കൂട്ടർ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ലോറി വരുന്നു. പട്ടി ലോറിയാന്ന് കണ്ട എഴുന്നേറ്റ് മാറും. എന്തുകൊണ്ടാ? സ്കൂട്ടറിന് എത്രയാ വീതി, ലോറിക്ക് എത്രയാ വീതി എന്ന് ആർക്കറിയാം? പട്ടിക്കറിയുന്ന കൊണ്ടല്ലേ പട്ടി എഴുന്നേറ്റ് മാറുന്ന. എന്നാൽ നമ്മളെ കൂട്ടത്തിലെ ചില നായിയൊക്കെ അറിയില്ല. അവര് റോഡുമേൽ വെച്ച് പോകും. കേട്ടനാ, റോഡുമേൽ വെച്ച് ബ്ലോക്ക് ആക്കുന്ന കണ്ടിട്ടില്ലേ? അതാണ്. പട്ടിക്കറിയാം ഓരോന്നിനും എത്രയാ വീതിയും. മൃഗങ്ങൾക്ക് മനസ്സുണ്ട്, പക്ഷേ അത് ശരീരത്തിന് കീഴ്പ്പെടും. ശരീരം എന്ത് പറയുന്നു? ഒരു പട്ടിക്ക് ഇണചേരണം തോന്നിയാൽ പെണ്ണ് കാണാൻ പോയി, നാട്ടുകാരോടെല്ലാം പറഞ്ഞ് കല്യാണ നിശ്ചയം നടത്തി, പന്തല് കെട്ടി, മോതിരം മാറി, മാലയിട്ട് നടത്തുവോ? ഇല്ല. അപ്പൊ ശരീരത്തിന്റെ ആഗ്രഹം പ്രകടിപ്പിക്കും അത്. എന്നാ മനുഷ്യന് പറ്റുവോ? മനുഷ്യന്റെ ശരീരത്തിന് ഇപ്പൊ മൂത്രയിക്കണമെന്ന് ഇവിടെ തോന്നി എവിടെ ഒഴിക്കുവോ? ഒഴിച്ചാ പറയും നീ എന്ത് ജന്തുവാടാന്ന് പറയില്ലേ? കാരണം നമ്മൾ മൃഗായി. നമ്മുടെ മനസ്സ് പറയും അനങ്ങാണ്ട് കിടന്നോ പെരുങ്കോടലേ, ഒരു നാടൻ പാട്ടില്ലേ, വീട്ടിലെത്തട്ടെ, ടോയ്ലറ്റിലെത്തട്ടെ എന്ന് മനസ്സ് ശരീരത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ആരായി? മനുഷ്യനായി. മനസ്സ് ഗുരുവും ശരീരം ലഘുവുമായാൽ നമ്മൾ മനുഷ്യരായി. പിടികിട്ടിയോ? മനസ്സ് ഗുരുവും ശരീരം ലഘുവും. ആ മനസ്സ് ശരീരത്തെ കീഴ്പ്പെടുത്തി അധ്യാപനം നടത്താൻ പ്രേരിപ്പിക്കുമ്പോഴാണ് ഗുരുനാഥൻ ഉണ്ടാവുന്നത്. അധ്യാപനം നടത്തണം. ശ്രീനാരായണ ഗുരു ചെയ്തത്, കേരളത്തിൽ പണ്ടും പുരാണങ്ങളും ഈശാവാസ്യ ഉപനിഷത്തും അറിയുന്നവരുണ്ടായിരുന്നു. രാമായണവും മഹാഭാരതത്തിന്റെ കഥകൾ അറിയുന്നവരുണ്ടായിരുന്നു. ദൈവത്തെ പ്രാർത്ഥിക്കുന്നവരും ശിവ 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 സ്തോത്രമാലയും ചൊല്ലുന്നവരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ശ്രീനാരായണ ഗുരു ചെയ്തത് കേരളത്തിലെ ജനങ്ങളെ സംസ്കാരത്തിലേക്ക്, പ്രായോഗികതയിലേക്ക്, ദാർശനികതയിലേക്ക്, മാനവികതയിലേക്ക് അധ്യാപനം നടത്തിയപ്പോഴാണ് ശ്രീനാരായണ ഗുരു. എന്ത് അധ്യാപനം? അധി എന്ന് പറഞ്ഞാൽ കൂടുതൽ. 2024 അധിവർഷമാണ്. എന്തുകൊണ്ടാ? ഫെബ്രുവരി മാസം 28-ന് പകരം 29 ദിവസമുണ്ട്. അതുകൊണ്ട് 365-ന് പകരം 366 ദിവസം ഉണ്ട് ഈ കൊല്ലം. ഒരു ദിവസം ജാസ്തി കിട്ടുന്നുണ്ട് കേട്ടോ.
അതുകൊണ്ട് അധികം ഒരു ദിവസം ഉള്ളതുകൊണ്ട് അതിവർഷമാണ്. അധി എന്ന് പറഞ്ഞാൽ കൂടുതൽ. യാപനമോ യാത്ര ചെയ്യൽ. അതിയാപനമോ കൂടുതൽ യാത്ര ചെയ്യൽ. അധ്യാപകനോ കൂടുതൽ യാത്ര ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ. മാഷ് പറഞ്ഞത് മാത്രം പഠിച്ചിട്ട് ലോകം മുന്നോട്ട് പോയിരുന്നെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കും. മാഷ് പറഞ്ഞതിന്റെ അപ്പുറത്ത് അന്വേഷിക്കുമ്പോഴാണ് ലോകം വളർന്നത്. ഗ്രഹാംബൽ എന്ന് പറയുന്ന ഒരു കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാണ് ഞാൻ മെല്ലെ പറയുമ്പോ നിങ്ങൾ ഉച്ചത്ത് കേൾക്കുന്ന ഈ മൈക്രോഫോൺ ഉണ്ടായത്. അറിയണം. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ഒരു കുട്ടി അതിയാപനം നടത്തിയത് കൊണ്ടാണ് ഈ ബൾബ് കത്തുന്നത്. അറിയണം. ഈ വാച്ച് കണ്ടുപിടിച്ചത്, ഈ പേന കണ്ടുപിടിച്ചത്, അല്ലേ, ഈ സിമെന്റ് കണ്ടുപിടിച്ചത്, ഈ ഫാന്, കരണ്ട്, വിമാനങ്ങളിൽ പറക്കുന്നത് റൈറ്റ് സഹോദരന്മാരെന്ന കുട്ടികൾ അതിയാപനം നടത്തിയത് കൊണ്ടല്ലേ? ലോകത്തിലുള്ള സകല നേട്ടങ്ങളും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സൗകര്യങ്ങളെല്ലാം ഉണ്ടായത് ആരൊക്കെയോ അതിയാപനം നടത്തിയത് കൊണ്ടാ. പറഞ്ഞത് മാത്രം കേട്ട് നടന്നിരുന്നുവെങ്കിൽ ലോകം തുടങ്ങിയെടുത്ത് നിൽക്കും. മാഷ് പറഞ്ഞ കണക്ക് തെറ്റാണെന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്ന മലയാളി ആരാ? മാഷ് 1 1 2 2 1 3 എന്ന് കണക്ക് പഠിപ്പിക്കുമ്പോ ഈ കുട്ടി പറഞ്ഞു, മാഷേ ഒരു പുഴ അങ്ങന്ന് വരുന്നു, ഒരു പുഴ ഇങ്ങന്ന് വരുന്നു, 2 പുഴ 1 1 കൂടിച്ചേരുന്നു, പിന്നെ 2 പുഴ ഉണ്ടാവുന്നില്ല, വലിയ പുഴയാ ഉണ്ടാവുന്നത്, അതുകൊണ്ട് 1 1 2 അല്ല, 1 1 ഇമ്മിണി വലിയൊന്ന് എന്ന് പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീറിനെയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ വിദേശികൾ അറിയുന്നത്. മനസ്സിലായോ മലയാളി? കണക്ക് മാഷന്മാർ പറഞ്ഞൊന്നും കേട്ട് പോകരുത് കേട്ടോ. സത്യമല്ല. മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 6. ഏത് സ്കൂളാ? തോട്ടക്കാട് സ്കൂളിൽ അല്ലേ? കണക്കറിയില്ലേ? 1 2 3 എണ്ണ അറിയില്ലേ? 1 ആണോ 2 ആണോ വലുത്? 2 അല്ലേ? നിന്റെ അച്ഛൻ എത്ര മക്കളുണ്ട്? 2. ഒന്നാമത്തെ ആളാരാ? നീ. രണ്ടാമത്തോ? നിന്റെ അനിയൻ. ആരാ വലുത്? അപ്പൊ 1 അല്ലേ വലുത്? നീയല്ലേ 2 വലുത് എന്ന് പറഞ്ഞേ. അപ്പൊ മാഷ് പറഞ്ഞ കണക്കിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ഇനി സ്കൂൾ തുറന്നാൽ കണക്കിന്റെ മാഷോട് ചോദിക്കണം, മാഷേ വീട്ടിലെത്തുമ്പോ 1 വലുത്, സ്കൂളിലെത്തുമ്പോ 2 വലുത്, എന്താ അത്? ചോദ്യം ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക. നിങ്ങൾ എല്ലാവരും സ്കൂളിൽ പഠിച്ചവരല്ലേ ഉള്ളൂ. നമ്മുടെ ലോകം, നമ്മുടെ ഭാരതം വളരാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത്രയും കൃതികളുള്ള നാടല്ലേ, ഇത്രയും ഉപനിഷത്തുകളുള്ള നാടല്ലേ, ഇത്രയും വേദവും വേദാന്തവും ഉള്ള നാടല്ലേ. ആധുനിക വൈദ്യശാസ്ത്രം, അലോപ്പതി ചികിത്സയൊക്കെ ഉണ്ടാകുന്നതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് മെൻഡലിയഫിന്റെ പട്ടികയിലെ 104 മൂലകങ്ങൾ കണ്ടെത്തി. ഓരോ മൂലകത്തിന്റെയും ശാസ്ത്രനാമം കണ്ടെത്തി. അതിന്റെ രസഗുദോഷ വിചിന്തനം നടത്തി. അത് ആൽക്കലിയാണോ ആസിഡാണോ എന്ന് കണ്ടെത്തി. അതിന്റെ രാസത്വര പരീക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി. ലാബറട്ടറിയും ടെസ്റ്റ് ട്യൂബും കണ്ടുപിടിക്കുന്നതിന് ആയിരക്കണക്കിന് വർഷം മുമ്പ് ഈ നാട്ടിലെ സകല സസ്യങ്ങളുടെയും വേര്, തൊലി, തണ്ട്, ഇല, പൂവ്, കായ എന്നിവ വായ കൊണ്ട് ചവച്ചരച്ചു നോക്കിയിട്ട് ഇതിന്റെ രസം എന്തെന്ന് കണ്ടെത്തി. ആ രസങ്ങളെ കൂട്ടിച്ചേർത്താൽ ഏത് രോഗത്തിന് പറ്റും? ബാക്ടീരിയക്ക് പറ്റുമോ, ഫംഗസിന് പറ്റുമോ, വൈറസിന് പറ്റുമോ, ഉളുക്കിന് പറ്റുമോ, ചതവിന് പറ്റുമോ എന്ന് കണ്ടെത്തിയിട്ട് ചരകനും സുശ്രുതനും സഞ്ജീവനിയും ആയിരക്കണക്കിന് ആയുർവേദ ഗ്രന്ഥങ്ങളും ആയുർവേദ മരുന്നുകളും ഗ്രന്ഥങ്ങളും കഷായക്കുറിക്കൂട്ടുകളും അരിഷ്ടങ്ങളും തൈലങ്ങളും ഉണ്ടാക്കി വെച്ചില്ല ഇവിടെ. ചെറിയ ബുദ്ധി അത്. നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ഒരു ലാബ് ഉണ്ടാകുന്നതിന് മുമ്പല്ലേ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്കാനിങ് മെഷീൻ അല്ലേ? ഈ സ്കാനിങ് മെഷീൻ കണ്ടെത്തുന്നതിന് മുമ്പ് രാമായണത്തിൽ ഒരു ഗർഭസ്ഥ ശിശു അണ്ടത്തിൽ നിന്ന് ഭ്രൂണമായി വളരുമ്പോ, ഭ്രൂണത്തിൽ നിന്ന് അണ്ടമായി വളരുമ്പോ, അങ്ങനെ വളർന്നു വരുമ്പോ എപ്പോഴാണ് ഇത് ആണും പെണ്ണും വേർതിരിയുന്നത്? എപ്പോഴാണ് കൈകാലുകൾ വേർതിരിയുന്നത്? എപ്പോഴാണ് തലയുണ്ടാവുന്നത്? എപ്പോഴാ കണ്ണ്? എപ്പോഴാ കാത്? എപ്പോഴാ ബുദ്ധി? എപ്പോഴാണ് ഹൃദയം? എപ്പോഴാണ് കിഡ്നി? എന്നെല്ലാം തന്നെ രാമായണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല? രാമായണം വായിച്ചിട്ട് കണ്ടിട്ടില്ല? എന്തിനാ വായിക്കുന്നത്? ഇത്രാമത്തെ ആഴ്ച, ഇത്രാമത്തെ ദിവസം ഇന്ന അവയവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് പ്രസവം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു അണ്ടമായി രൂപം കൊള്ളുന്നത് മുതൽ പ്രസവം വരെയുള്ള പ്രക്രിയകൾ മുഴുവൻ രാമായണത്തിൽ സ്കാനിങ് കണ്ടെത്തുന്നതിന് മുമ്പ് വർണ്ണിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബുദ്ധിയാണോ അത്? അത്ഭുതമല്ലേ അത്? നോക്കൂ, ഇതൊക്കെ ഉണ്ടായ നാടാ നമ്മുടേത്. എന്നിട്ട് അമേരിക്ക അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ട് അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചത്.
എന്നിട്ട് അമേരിക്കക്കാർ ഭയങ്കര നമ്മളിപ്പോഴും പട്ടിണിക്കോലങ്ങൾ, പാവങ്ങൾ. എന്തുകൊണ്ടാ സംഭവിച്ചത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട. ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് ഇപ്പൊ ക്ലിയർ കട്ടായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുതരാം. നിങ്ങളിൽ നിന്ന് ഞാൻ കണ്ടെത്തി തരാം. ഇവിടെ എല്ലാവരും സ്കൂളിൽ പോയവരല്ലേ? സ്കൂളിൽ പോവാത്ത ആരും കൊണ്ടോ? ഇല്ലല്ലോ, എല്ലാവരും സ്കൂളിൽ പോയിട്ടുണ്ട്. ആഴ്ച എത്രയാ? 7. എന്താ 7ന്റെ കണക്ക് എന്ന് അറിയുന്ന ആരും കൊണ്ടോ? ആരും ചോദിച്ചിനോ? അതെങ്ങനെയാ മാഷെ 7 ആഴ്ച? അത് 8, 9, 10 ഇല്ലാണ്ട് 7 ആഴ്ചന്റെ കണക്കെന്താ അറിയുന്ന ആരും കൊണ്ടോ? ഒന്ന് കൈവക്ക്. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടല്ലേ? ഈ 12ന്റെ കണക്കെന്താ ചോദിച്ചിട്ടുണ്ടോ? അവര് പറഞ്ഞോ കേട്ടിങ്ങി പോകുന്നു. ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. മണിക്കൂറിന് എങ്ങനെയാ 60 മിനിറ്റായേ? ചോദിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് 100 മിനിറ്റായില്ല? ഞാനൊരു കണക്ക് ചോദിക്കട്ടെ നിങ്ങളോട്. ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പോവാൻ 1.5 മണിക്കൂർ എടുത്തു. 1.5 മണിക്കൂർ എടുത്തു. അതേ റൂട്ടിൽ അതേ സ്പീഡിൽ ഇങ്ങോട്ട് വരാൻ 90 മിനിറ്റ് കൊണ്ടെത്തി. എങ്ങനെയാ അത്? എങ്ങനെയാ? രണ്ടും സ്പീഡ് മാറ്റമില്ല, ഒരേ സ്പീഡ്. അങ്ങോട്ട് പോവാൻ 1.5 മണിക്കൂർ എടുത്തു, ഇങ്ങോട്ട് വരാൻ 90 മിനിറ്റ് കൊണ്ടെത്തി. എന്തുകൊണ്ടാ അറിയില്ല അല്ലേ? എടാ 90 മിനിറ്റ് തന്നെയാ 1.5 മണിക്കൂർ കേട്ടോ. മനസ്സിലായോ? 1.5 മണിക്കൂർ 90 മിനിറ്റ് കണക്ട്. ഇത് കുട്ടികൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ? 100ന്റെ കണക്ക് നമ്മളെ മനസ്സിൽ. അതെന്തുകൊണ്ട് 60 മിനിറ്റായി ചോദിച്ചിട്ടുണ്ടോ? നീ മാത്രല്ല, ആരും ചോദിച്ചിട്ടില്ല. മണ്ഡലകാലം വ്രതം ഉണ്ടാവില്ല ഇവിടെ? എത്ര ദിവസാ? 41. എങ്ങനെ ഈ 41 കിട്ടിയേ? എന്താ ഈ 41ന്റെ കണക്ക്? ഇതുവരെ ആരും ചോദിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും 41 ആയതുകൊണ്ട് നമ്മളും 41. മുന്നിൽ നടന്നീടിന ഗോവുതന്റെ പിമ്പേ ഗമിക്കും ബഹുഗോക്കളെല്ലാം. കുഞ്ചൻ നമ്പ്യാരുടെ വരിയ. മുന്നിൽ ഒരു പശു നടക്കും, ആ പശുവിന്റെ പുറകെ ബാക്കി പശുക്കളും നടക്കും. ഇതാ നമുക്ക് പറ്റിയ അബദ്ധം. ഭാരതത്തിലെ ഇതിഹാസ പുരാണാദികളെല്ലാം എഴുതുന്ന കാലത്ത് കമ്പ്യൂട്ടർ ഇല്ല, വെച്ചെഴുത മേശയില്ല. ഉണ്ടോ? ഈ അറ്റത്ത് ബോൾ ഉരുളുന്ന ബോൾ പെന്നില്ല. ബോൾ പെൻ എന്ന് പേര് വന്ന എങ്ങനെയെന്നറിയോ? നിബിന് പകരം ബോൾ ഉരുളുന്നതുകൊണ്ട് സ്മൂത്തായിട്ട് എഴുതാൻ പറ്റും. അതാ ബോൾ പെന്ന്. ലൈറ്റില്ല, വെളിച്ചമില്ല. ഓടലെണ്ണ കത്തിച്ചിട്ട് അതിന്റെ വെളിച്ചത്തിൽ ചമ്രം പടിഞ്ഞിരുന്നിട്ട് താളിയോലകൾ കൊണ്ടുവന്നിട്ട് അത് ഉണക്കിയിട്ട് അതില് എഴുത്താണി കൊണ്ട് നാരായം കൊണ്ട് ഒരു പേജ് എഴുതി കഴിയുമ്പോഴേക്ക് 5 മണിക്കൂറാവും കേട്ടാ. കോറി എഴുതിയിട്ടാണ് ഇത്രയും വലിയ ബൃഹത്തായ ഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയത്. ഇന്ന് അറിവിന്റെ വിസ്ഫോടനാത്മകമായ വികാസമുണ്ടായി, മഹാഗ്രന്ഥങ്ങൾ ഉണ്ടായി, പുസ്തകങ്ങൾ ഉണ്ടായി, കമ്പ്യൂട്ടർ ഉണ്ടായി. എല്ലാ അറിവുകളും ഇപ്പൊ വിരലും തുമ്പത്താ. എന്നിട്ട് അത് പോയിട്ട് അതിന് 10-1 ഗുണമുള്ള ഒരു പുസ്തകം ഉണ്ടാകുന്നുണ്ടാ? എന്താ ഉണ്ടാവാത്ത കാര്യം? ഞാൻ പറഞ്ഞ അതിനും തെളിവ് ഞാൻ തരാം. ഞാനിങ്ങനെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോൾ ഇങ്ങനെ പ്രതീക്ഷിക്കും, ഇന്ത്യയിൽ ഒരു നോബൽ സമ്മാനം. നിരാശരായിരിക്കും. ഇന്ത്യയിൽ ആദ്യ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയോ? ഏതാ ഇന്ത്യയിൽ ആദ്യ നോബൽ സമ്മാനം കിട്ടിയ കൃതി? അറിയില്ല. ഇന്ത്യക്ക് ആദ്യ നോബൽ സമ്മാനം കിട്ടിയ കൃതി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ്. ഗീതാഞ്ജലി. ഏറ്റവും ഒടുവിൽ നോബൽ സമ്മാനം കിട്ടിയ കൃതി ഏതാണെന്നറിയാവോ? ഏറ്റവും അവസാനമായി കിട്ടിയത് അതും രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ്. വേറെ കിട്ടിയിട്ടില്ല. ആദ്യമായി കിട്ടിയത് തന്നെയാണ് അവസാനമായി കിട്ടിയത്. വേറൊരു പുസ്തകത്തിന് കിട്ടിയില്ല. എന്താ കാരണം എന്ന് ഞാൻ പറയട്ടെ? കാരണം ഞാൻ പറയാം. നമ്മുടെ ആസ്തിക ബോധ്യത്തിന്റെ, നമ്മുടെ ദൈവവിശ്വാസത്തിന്റെ അടിത്തറ, അതിന്റെ മിസ്റ്റിസിസം, പ്രപഞ്ചാത്മാവും ജീവാത്മാവും തമ്മിലുള്ള ബന്ധം മിസ്റ്റിസിസം. ആ മിസ്റ്റിസിസം ലോകത്തിലുള്ള തത്വശാസ്ത്രങ്ങളെയും കണക്ട് ചെയ്ത് ആധുനിക മനുഷ്യരെ ഏറ്റവും ഫലപ്രദമായി ബോധ്യപ്പെടുത്തുന്ന ഒരു കൃതിയാണ് ഗീതാഞ്ജലി. ആ ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്നു, ദൈവമെന്ന് പറയുന്നത് സംഗീതമാണെന്ന്. ഗീതങ്ങളുടെ അഞ്ജലി അതാണ്. എല്ലാ ദൈവങ്ങളെയും പാട്ടിലൂടെ പ്രാർത്ഥിക്കുന്നത് ദൈവം സംഗീതമായതുകൊണ്ടാണ്. ഓംകാരമായ പൊരുളല്ലേ ആദ്യമുണ്ടായത്? നാദത്തിൽ നിന്നല്ലേ ബ്രഹ്മമുണ്ടായത്? നാദബ്രഹ്മം.
ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആംകാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപ ഹരിനാരായണ. കേട്ടില്ലേ ഇല്ലേ? ഓംകാരം ബൈബിളിലും പറയുന്നുണ്ട് കേട്ടോ. അത് ബൈബിളിൽ ഒരു വചനമുണ്ട്, അതൊരു സിനിമാ പാട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായി, വചനം രൂപത്തോടു കൂടിയായി. ആദിയിൽ വചനമുണ്ടായി, ആദിയിൽ വചനമുണ്ടായി, ആ വചനം രൂപമായി. ആദിയിൽ വചനമുണ്ടായി. നാദമാണ് ആദ്യം ഉണ്ടായത്. നാദത്തിൽ നിന്നാണ് രൂപമുണ്ടായത് എന്ന് പറയുന്നത് അല്ലേ? ആദ്യം ശബ്ദമാണ് ഉണ്ടായത്. അതുകൊണ്ട് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ ഒരു ഗീതകം പറയാണ്, ആ സംഗീതം എനിക്ക് പാടാൻ, ഞാൻ ദൈവത്തിന്റെ സംഗീതം ഞാൻ പാടാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്നു മഹാപ്രഭോ. ഹേ പ്രഭോ, ഞാനറിവീല ഭവാന്റെ മോഹനഗാനാലാപന ശൈലി, നിഭൃതം ഞാനതു കേൾപ്പൂ സതതം നിതാന്ത വിസ്മയശാലി. ഉദയദ്ഗാന പ്രകാശകലയാൽ ഉജ്വല ശോഭം ഭുവനം അലതല്ലിടുകയാണധിഗഗനം വായുവിലീശ്വരചലനം. അലിയിക്കുന്നോ ശിലകളെ ഈശ്വരഗംഗാസരഭസഗമനം. പാടണമെന്നുണ്ടീ രാഗത്തിൽ പാടാൻ സ്വരമില്ലല്ലോ, പറയണമെന്നുണ്ടെന്നാൽ അതിനൊരു പദം വരുന്നീലല്ലോ. പ്രാണൻ ഉറക്കെ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ, നിബദ്ധനിഹ ഞാൻ നിൻഗാനത്തിൻ നിരന്തമാകിയ വലയിൽ. അതുപോലെ പാടാൻ എനിക്ക് കഴിയാത്തതിൽ ഞാൻ പരാജയപ്പെടുന്നു പ്രഭോ. പക്ഷേ ഒരേ ഒരു ആശ്വാസം, ഞാനും നിന്റെ ഗാനത്തിന്റെ അറ്റമില്ലാത്ത കണ്ണിയിൽ ഒരു കണ്ണിയാണല്ലോ എന്ന് ഞാൻ ആശ്വസിക്കുന്നു പ്രഭോ. ഇതാണ് ഗീതാഞ്ജലിയിലെ ഒരു ഗീതകം. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഗീതകങ്ങളുണ്ട്. ഇത്രയും നല്ലൊരു സാധനം ഗീതാഞ്ജലി, നമ്മുടെ ഭാരതത്തിന്റെ അഭിമാനമായ പുസ്തകം, വായിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈയുയർത്തൂ. ഗീതാഞ്ജലി വായിച്ചവർ എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കൈയുയർത്തൂ. ആരുമില്ല. അപ്പൊ വേറെ ഒന്ന് കിട്ടാത്തതിന്റെ കാര്യം മനസ്സിലായോ? നമ്മക്കാകെയുള്ള ഒന്ന് അതാരും വായിച്ചിട്ടില്ല. നമ്മളത് വായിക്കണ്ടേ? നമ്മൾ അധിയാപനം നടത്തണ്ടേ? നടത്തിയില്ല. ടിൻറ്റുമോന്റെ തമാശ, മാഷ് ചോദ്യം ചോദിച്ചിട്ട് ഉത്തരം പറയാഞ്ഞിട്ട് ടിൻറ്റുമോനെ ക്ലാസ്സിന് പുറത്താക്കി. അച്ഛനെയും കൂട്ടി വരാൻ പറഞ്ഞു. അച്ഛൻ ചോദിച്ചു, എന്താ മോനെ നീ ഉത്തരം പറയാതിരുന്ന? അപ്പൊ അവൻ പറഞ്ഞു, വെറുതെ ചോദിച്ചു അച്ഛാ, അയാൾക്ക് ഉത്തരം അറിയാ, പിന്നെ എന്നോട് ചോദിക്കണോ? അയാൾക്കറിയുന്ന ഉത്തരം എന്നോട് ചോദിക്കണോ? മാഷക്കറിയുന്ന ഉത്തരം പറയാനല്ല കുട്ടി, മാഷക്കറിയാത്ത ഉത്തരം കണ്ടെത്താനാണ് കുട്ടി. അപ്പോഴാണ് അധ്യാപനം നടത്തുന്നത്. ശ്രീനാരായണ ഗുരു ചെയ്ത മഹാപ്രക്രിയ, അദ്ദേഹത്തിന്റെ അധ്യാപനത്തിന്റെ ശക്തി കൊണ്ടാണ് കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു മഹാകവി ഉണ്ടായത്. ഗുരുവിന്റെ അധ്യാപനത്തിന്റെ കരുത്തിലാണ്, ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനമുണ്ടായത്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്. ആ അധ്യാപനത്തിന്റെ കരുത്തിലാണ് മലയാളി മെമ്മോറിയൽ ഉണ്ടായത്, ഈഴവ മെമ്മോറിയൽ ഉണ്ടായത്, ഡോക്ടർ പൽപ്പു ഉണ്ടായത്. മനസ്സിലായോ? ആ അധ്യാപനം നടത്തുന്നവൻ ഗുരു. പിടികിട്ടിയോ? നമ്മുടെ ശരീരം ലഘുവും മനസ്സ് ഗുരുവുമായി മാറാൻ നമുക്കെന്തു വേണം? നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതം എന്താണെന്ന് അന്വേഷിക്കണം. ഉദ്ദാലകാരുണി അധ്യാപനം നടത്താൻ ശ്വേതകേതുവിനെ അയച്ചു. ഇവിടെ മഹാപണ്ഡിതനായ പാഞ്ചാല രാജാവായ പ്രവാഹട കൈവല്യന്റെ അടുത്ത് അയച്ചു. പ്രവാഹട കൈവല്യന്റെ അടുത്ത് പഠനം പൂർത്തിയാക്കി തിരിച്ചെത്തിയ ശ്വേതകേതു വന്ന ഉടനെ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് നല്ല കുട്ടി, ഉത്തരം പറയുന്ന കുട്ടിയല്ല. ചോദ്യമാണ് പ്രധാനം, ഉത്തരമല്ല. ചോദ്യമുണ്ടെങ്കിലേ ഉത്തരമുള്ളൂ. ചോദ്യം വരനും ഉത്തരം വധുവുമാണ്. പെണ്ണ് കാണാൻ ഒരുത്തം പോയാലേ പെണ്ണ് വീട്ടിലേക്ക് കയറി വരൂല്ലേ? സ്വയമേ ഒരു പെണ്ണ് വരുവോ?
അപ്പൊ ചോദ്യം, പെണ്ണ് കാണാൻ ഒരു ചെക്കൻ വേണ്ടേ, ഒരു വരം വേണ്ടേ? ആ വരനാണ് ചോദ്യം, ഉത്തരം വധുവാണ്. ആ ചോദ്യാർത്ഥ ഉത്തരങ്ങൾ പരസ്പരം പൂരകമാവുമ്പോഴാണ് അർജുന ഉവാച കൃഷ്ണ ഉവാച. ഭഗവത്ഗീത മുഴുവൻ അതാണ്. അർജുനൻ ചോദിക്കുന്നു, കൃഷ്ണൻ ഉത്തരം പറയുന്നു. വൈശമ്പായന ഉവാച ജനമേജയ ഉവാച. മഹാഭാരതം അങ്ങനെയാണ്. പാർവതി ഉവാച പരമേശ്വര ഉവാച. രാമായണം ഉമാമഹേശ്വര സംവാദമാണ്. ഋഷിമാരുമെല്ലാം പരസ്പര ചോദ്യോത്തരങ്ങൾ നടത്തുമ്പോ അതിൽ നിന്നാണ് ഉത്തരങ്ങൾ ഉണ്ടാവുന്നത്. അതാണ് ഓം സഹനാവവതു. ഗുരുവും ശിഷ്യനും, ഭാര്യയും ഭർത്താവും, അച്ഛനും അമ്മയും, അച്ഛനും മക്കളും, സഹോദരനും സഹോദരിയും പരസ്പരം ഇരുന്നിട്ട് സഹ അവവധുവാവുന്നുണ്ടോ? അതാണ് യോഗം. നിങ്ങൾ ധർമ്മപരിപാലനം നടത്താൻ യോഗം എന്നെന്താണെന്ന് പഠിച്ചോ? യോഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിച്ചത് ഇന്ന് വൈകുന്നേരം കമ്മിറ്റിന്റെ യോഗം ഉണ്ട് കേട്ടോ, മീറ്റിംഗ് അല്ലേ? നോ. യാ ഗമിക്ക, യാ ഏതിലെയാണോ ഗമിക്കേണ്ടത് അതാ യോഗം. നമ്മൾ കൂടിച്ചേർന്നിട്ട് ഒത്തുചേർന്നിട്ട് പോകാനുള്ള വഴി കണ്ടെത്താന്നതിനെയാണ് യോഗം എന്ന് പറയാ. യാ എന്ന് പറഞ്ഞാൽ എവിടെ? യാ കുന്ദേന്ദു ധവള. കേട്ടില്ലേ? ആരാണോ, എന്താണോ, എവിടെയാണോ അതാ യാ. യാ എവിടെ, എങ്ങനെ ചോദ്യമാണ് യാ. ഗം എന്ന് പറഞ്ഞാൽ ഗമിക്കുക, പോവുക, ഒരുമിച്ച് പോവുക, യോജിച്ചു പോവുക. ഏതിലെയാണോ പോകേണ്ടത് ആ യോജിച്ച് ഗമിക്കുക, അതാ യോഗം. പിടികിട്ടിയോ? ഒരുമിച്ച് ചേരേണ്ടത് ശരീരങ്ങളല്ല, മനസ്സുകളാണ്. ഒരുമിച്ച് ചേരേണ്ടത് ശരീരമല്ല. നിങ്ങളുടെ വീട് മനസ്സുകൾ ഒരുമിച്ച് ചേരാറുണ്ടോ? മനസ്സുകളും ശബ്ദങ്ങളും ഒരുമിച്ച് ചേരുന്നതാണ് കുടുംബം എന്ന് പറയാ. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം മനസ്സും ശരീരവും ശബ്ദവും ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പമാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുണ്ടാകണം. എന്താ കൂടണ്ടേ? തക്കാളിയും വെണ്ടക്കയും വഴുതിനിയും ഒന്നിച്ചു ചേരുന്നതാണ് കുടുംബം എന്ന് ധരിച്ചുപോയി അല്ലേ? സോഫയും ടിവിയും റിമോട്ടും ഒന്നിച്ചു ചേരുന്നതാണ് കുടുംബം എന്ന് ധരിച്ചുപോയി. കമ്പ്യൂട്ടറും നെറ്റും മൊബൈൽ ഫോണും ഗെയിമും ഒന്നിച്ചു ചേരുന്നതാണ് കുടുംബം എന്ന് ധരിച്ചുപോയി. അല്ല, ശരീരങ്ങൾ ചേരുമ്പോൾ അതിലെ മനസ്സൊത്തു ചേരണ്ടേ? ആ മനസ്സൊത്തു ചേരാൻ മനസ്സിനെ ഉണർത്തണ്ടേ? പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. അഗ്നിരഥത്തിലുദിക്കുമുഷസിൻ അർഘ്യം നൽകൂ, ഗന്ധർവ സ്വരഗംഗയൊഴുകൂ, ഗായത്രികൾ പാടൂ. ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഭാരതത്തിലെ ആദ്യത്തെ മന്ത്രാണിത്. എന്ത് മന്ത്രം? വേദങ്ങളുടെ മൂലമന്ത്രം. ഓം നമഃശിവായ, ഓം നാരായണായ എന്ന മന്ത്രങ്ങളെല്ലാം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞിട്ടാണ്. ആദ്യത്തെ മന്ത്രം സൂര്യഗായത്രിയാണ്. സൂര്യഗായത്രി എങ്ങനെയാ? മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സാണ് ഏറ്റവും വലുത്. ആ മനസ്സിന്റെ വലിപ്പം പോലെ ലോകത്തൊന്നുമില്ല. നിങ്ങൾ തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് പോകാനായിട്ട് ഇവിടുന്ന് കോട്ടയത്ത് പോണ്ടേ? കോട്ടയത്ത് നിന്ന് ട്രെയിന് കയറിയ പിന്നെ അല്ലേ ചെങ്ങന്നൂര്, തിരുവല്ല അല്ലേ, പിന്നെ ഏതാ സ്റ്റോപ്പ് പ്രധാനം? ചങ്ങനാശ്ശേരി അല്ലേ? തിരുവല്ല, ചെങ്ങന്നൂര്, കായംകുളം, കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, കൊല്ലം, വർക്കല അല്ലേ, ശിവഗിരി, വർക്കല, അത് കഴിഞ്ഞ് വേളി അല്ലേ, കൊച്ചുവേളി, അത് കഴിഞ്ഞ് തിരുവനന്തപുരം, പേട്ട, തിരുവനന്തപുരം. ആ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ, അവിടുന്ന് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഇപ്പുറം കടന്നാൽ KSRTC ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പോയ പത്മനാഭസ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ വലിയ ഗോപുരം. ആ ഗോപുരത്തിന്റെ അടുത്ത് നിന്ന് നോക്കിയാൽ അങ്ങ് ശംഖുമുഖം, കടപ്പുറം, കടല്. ചേടാ, ഈ കുഞ്ഞി തലേന്റെ ഉള്ളിൽ തിരുവനന്തപുരം കടൽ വരെ കൊണ്ടാ. ഈ തലേന്റെ ഉള്ളിൽ ഈ തല നിങ്ങൾ തിരുവനന്തപുരം വരെ വികസിച്ച മനസ്സുണർന്ന തിരുവനന്തപുരത്ത് പോയ നിങ്ങൾ തിരിച്ചുകൂടി എത്തിയ വിമാനത്തിന് ഇത്ര വേഗത്തിൽ പോകാനാവോ? മനസ്സല്ലേ ലോകത്ത് ഏറ്റവും വലുത്.
പത്മതീർത്ഥമേ ഉണരൂ, മാനസ പത്മതീർത്ഥമേ ഉണരൂ. വലുതാ ഉണർന്നില്ലേ? ഉണർന്നില്ലേ? അതാണ് അത്ഭുതം. ആ മനസ്സാണ് വലുത്. ആ മനസ്സാണ് വലുത്. അതിൽ അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിന് അർഘ്യം കൊടുക്കും. രാവിലെ അർഘ്യം കൊടുക്കുക. എന്താ അർഘ്യം കൊടുക്കുക അറിയാവോ? എന്താ അർഘ്യം കൊടുക്കുക? ഭാരതത്തില് ഒരു വീട്ടില് ഒരു അതിഥി വന്നാൽ ആ അതിഥിയെ സ്വീകരിക്കുന്ന ആതിഥ്യ മര്യാദയാണ് അർഘ്യം കൊടുക്കുക. അതിഥിയെ ദേവനായി കരുതണ്ടേ? വീട്ടിന്റെ മുറ്റത്ത് വന്നാൽ ആ വന്നിരിക്കുന്ന ആള് പിരിവിന് വന്ന ആളാവട്ടെ, ബോട്ടിന് വന്ന ആളാവട്ടെ, അല്ല ശകാരിക്കാൻ വന്ന ആളാവട്ടെ, കുറ്റം പറയാൻ വന്ന ആളാവട്ടെ, സഹായം ചോദിച്ചു വന്ന ആളാവട്ടെ, ആരായാലും മുന്നിലെത്തിയാൽ, വീട്ടിന്റെ മുറ്റത്ത് കയറിയാൽ അവർ നമ്മുടെ അതിഥിയാണ്. ആ അതിഥിയെ ദേവനായി കരുതണം. എങ്ങനെയാ? അർഘ്യപാദ്യാദികൾ. എന്താ അർഘ്യപാദ്യാദികൾ എന്ന് പറഞ്ഞാല്? അർഘ്യപാദ്യാദികൾ എന്ന് പറഞ്ഞാൽ കാല് കഴുകാൻ വെള്ളം കൊടുക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക. പണ്ട് ചെരുപ്പൊന്നും ഇല്ലാത്ത കാലത്ത് ഇയാൾ എന്തെല്ലാം ചവിട്ടിയിട്ടാ വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് കാല് കഴുകാൻ വെള്ളം കൊടുക്കും. എന്നാ വീട്ടിന്റെ അകത്ത് വൃത്തികേട് കയറ്റണ്ട. ഇപ്പൊ കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്ന എന്റെ നാട്ടിലല്ല ഒരാൾക്കേ ഉള്ളൂ കാല് കഴുകാൻ വെള്ളം കൊടുക്കാറ്. അതാർക്കാന്നറിയോ? വിവാഹം കഴിഞ്ഞിട്ട് നവവധുവിനെ ഭർതൃഗൃഹത്തിലേക്ക് കയറ്റുമ്പോ അമ്മായിയമ്മ വിളക്കും പിടിച്ചിങ്ങനെ നിൽക്കും. ഒരാളുണ്ടാ കിണ്ടിയും വെള്ളവും കൊണ്ട് കാല് കഴുകുക. ഇവിടെയുണ്ടോ അത്? എന്തിനാ കാല് കഴിക്കുന്നത്? ഇവള് മാത്രം എന്തെങ്കിലും വൃത്തികേട് ചവിട്ടിയിട്ട് വന്നാ? ഇല്ല. എന്തിനാ കാല് കഴിക്കുന്നറിയോ? കാല് കഴിക്കുന്നത് അമ്മായി അമ്മ അപ്പ ഓളോട് പറയാണ്, നിന്റെ വീട്ടിലെ ഒരു വൃത്തികെട്ട ശീലം ഇങ്ങോട്ട് കയറ്റരുത്, ഇവിടെ കഴുകി കളഞ്ഞേക്കണം. മനസ്സിലായോ? അവിടെ ക്ലീനാക്കി പുതിയ സ്ലേറ്റിൽ തുടങ്ങണം ജീവിതം. പഴയതെല്ലാം, നിന്റെ പഴയ വീട്ടിലുള്ള ശീലമില്ലേ, അതെല്ലാം ഒഴിവാക്കണമെന്ന് ഈ കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നവര് കേട്ടാ. പോട്ടെ, ഇപ്പൊ കാല് കഴുകാൻ വെള്ളം കൊടുക്കുന്നില്ല. പോട്ടെ, കുടിക്കാൻ വെള്ളം കൊടുക്കണ്ടേ? വീട്ടിൽ ആര് വന്നാലും ഹോർലിക്സ്, ചായ, ബൂസ്റ്റ് ഒന്നും വേണമെന്നില്ല കേട്ടാ. ഒരു ഗ്ലാസ് നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക. അല്ലാതെ വന്നിട്ട് വർത്തമാനെല്ലാം പറഞ്ഞിട്ട് പോവാൻ നോക്കുമ്പോ നിങ്ങൾക്ക് ചായ വേണാനാ എന്ന് ചോദിക്കുന്ന വൃത്തികെട്ട സ്വഭാവ. പോവാൻ നോക്കുമ്പോൾ ചോദിക്കരുത്, വന്ന ഉടനെ കൊടുക്കണം. ഇനി നിങ്ങൾക്ക് വേറെ ആൾക്ക് വന്ന ഉടനെ പുറത്തുനിന്ന് അതിഥികൾ വന്നാൽ നിങ്ങൾ കൊടുക്കേണ്ട ഒരാളുണ്ട് നിങ്ങളുടെ വീട്ടിൽ. ചെറുപ്പം ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാവില്ലേ ചെറിയ, ആ കുട്ടിയൊക്കെ ഒന്ന് കൊടുക്കണം കേട്ടോ. എന്തിനാ കൊടുക്കുന്നറിയോ? വീട്ടിൽ ആരെങ്കിലും വന്നാൽ ചില കുട്ടികളുണ്ട് ഇറയത്ത് ഇരുന്ന് വായിക്കുകയോ എഴുതുകയോ എന്തോ ചെയ്യുന്ന കുട്ടികൾ ഉടൻ തന്നെ ഈ പൊരുത്തിലിരിക്കുന്ന കാട്ടുകൊയ്യോട് വലിയൊരു ഓട്ടമുണ്ട് ആത്തേക്ക്. അമ്മേ ആരോ വന്നിട്ടാ, അച്ഛാ ആരോ വന്നിട്ടാ. ഈ വന്നിരിക്കുന്നത് കടുവയല്ലല്ലോ, മനുഷ്യനല്ലേ. വന്നിരിക്കുന്ന ആളോട് ഇരിക്കാൻ പറയാനും കുടിക്കാൻ എന്താ എടുക്കേണ്ടതെന്ന് ചോദിക്കാനും നിങ്ങൾ ആരാണെന്ന് ചോദിക്കാനും കാണിക്കാതെ പുതിയ തലമുറയിലെ കുട്ടികൾ ഓട്ടം തന്നെ മനുഷ്യപ്പറ്റില്ലാണ്ട് അകത്തേക്ക് ഓടുന്നുണ്ടെങ്കിൽ ആ ഓടി വരുന്നവന്റെ ചെള്ളക്കൊന്ന് കൊടുക്കണം. അതിഥികൾ വന്നാൽ അവരോട് ഇരിക്കാൻ പറയാതെ അകത്തേക്ക് അമ്മേ അച്ഛാന്ന് പറഞ്ഞ് ഓടി വരുന്നില്ലേ, അത് മനുഷ്യപ്പറ്റില്ലാത്ത കുട്ടികളുടെ ലക്ഷണമാണ്. ശ്രദ്ധിക്കണം. ആ മനുഷ്യപ്പറ്റി ഇല്ലാണ്ടാക്കി കളഞ്ഞാരാന്നറിയോ? നിങ്ങൾ തന്നെയാ. ഞാൻ തെളിവ് തരാം. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ കുട്ടികൾ മനുഷ്യപ്പറ്റില്ലാതാകുന്നത് എന്ന് ഞാൻ തെളിവ് തരാം. പോട്ടെ, കാല് കഴുകാൻ വെള്ളം കൊടുക്കുക, കുടിക്കാൻ വെള്ളം കൊടുക്കുക. മനസ്സിലായേ? കുടിക്കാൻ വെള്ളം കൊടുത്തു. ആർക്ക്? പണ്ട് കുടിക്കാൻ വെള്ളം കൊടുക്കുന്നത് സൂര്യനാണ്. സൂര്യനെ അർഘ്യം കൊടുക്കും. രാവിലെ വെള്ളം എടുത്തിട്ട് ഉദിച്ചു വരുന്ന സൂര്യൻ അർഘ്യം കൊടുക്കും. ആ അർഘ്യം കൊടുക്കുന്നതിലൂടെ ഒരു മനഃശാസ്ത്ര ചികിത്സയുണ്ട്. സൂര്യന് നേട്ടമൊന്നുമില്ല, പക്ഷെ ഉദിച്ചു വരുന്ന പ്രഭാതത്തെ കണ്ടാൽ ആ അന്നത്തെ മനസ്സ് നല്ല നല്ല തിളങ്ങുന്ന മനസ്സാവും. രാവിലെ തന്നെ എഴുന്നേറ്റ് ആദ്യത്തെ പണി എന്താ? രാവിലെ പണ്ടുള്ള ആള് പറഞ്ഞാട്ടെ, രാവിലെ ഉറക്കളിഞ്ഞ ആദ്യത്തെ പണി എന്താ? പണ്ടുള്ള ആള് പറ, ഇപ്പൊ പറയണ്ട. പണ്ടത്തെ വീടുകളിൽ ആദ്യത്തെ ജോലി എന്താ? മുന്നിലത്തെ വാതിൽ തുറക്കലല്ലേ. വീട്ടിന്റെ അകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദനമല്ലേ നമ്മളെ പണി. ഓക്സിജൻ വലിച്ചു കയറ്റും. കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപാദനമല്ലോ ഉറക്കത്തി നമ്മൾ ചെയ്യുന്നത്. ചില ആളുകൾ ജനറേറ്ററിന്റെ ഒച്ചയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കുക. കൂർക്കമ്പലി കേട്ടിട്ടില്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഡിസ്പോസ് ചെയ്യണ്ടേ? അതിന് സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച ഓക്സിജനെ വീട്ടിന്റെ അകത്തേക്ക് സ്വീകരിക്കണ്ടേ? അതിന് മുന്നിലത്തെ വാതിൽ തുറക്കണ്ടേ? ഞാനിപ്പോ എന്റെ നാട്ടിൽ ഈ ചോദ്യം ചോദിക്കലില്ല. രാവിലെ ഉറക്കളിഞ്ഞ ആദ്യത്തെ പണി എന്താന്ന് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചോദിച്ചിട്ട് ഒരു പയ്യൻ എഴുന്നേറ്റ് എന്ന് പറയാ, രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ പണി ലുങ്കി തപ്പലാണ്. ലുങ്കി തപ്പലാണ് ആദ്യത്തെ പണി. അത് എവിടെയോ പോയിട്ടുണ്ടാവും, അത് തപ്പിയെടുക്കുക, അതാണ് ആദ്യത്തെ പണി. അതിനുകൂടി ഞാൻ ഉദ്ദേശിച്ച കാര്യം പൊളിഞ്ഞുപോയി. ഞാൻ പറഞ്ഞു വന്നത്, മുന്നിലത്തെ വാതിൽ തുറന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുക, മക്കളോടൊത്ത് മുറ്റത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് മുറ്റത്തുള്ള പോസിറ്റീവ്നെസ്സിനെ കാണിക്കണം. എന്താ അത് പോസിറ്റീവ്നെസ്?
വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവുണ്ടാവില്ലേ? നിങ്ങളുടെ വീട്ടിന്റെ മുറ്റത്ത് നട്ടിരിക്കുന്ന പൂച്ചെടികളെല്ലാം നാട്ടുകാരെ കാണിക്കാനാണോ? നാട്ടുകാരൊന്നും നോക്കൂല. അഥവാ പൂ കണ്ടാ നാട്ടുകാർ ഗോവിന്ദൻ കൈമളുടെ പറമ്പിലെ പൂവ് നല്ല രസമുണ്ടല്ലോ എന്ന് ഒരാളും അഭിപ്രായം പറയില്ല. ഇവൻ വലിയ പൂ വളർത്തുന്ന ആള് എന്ന മട്ടിൽ അസൂയയോടുകൂടിയാണ് അഭിപ്രായം പറയുക. മറ്റുള്ളവരുടെ പറമ്പിലെ പൂവ് കണ്ട് ആസ്വദിക്കാൻ എപ്പോ നിങ്ങൾക്ക് കഴിയുന്നു അന്ന് മാത്രമാണ് നിങ്ങൾ മനുഷ്യനാവുന്നത്. മറ്റുള്ളവരുടെ പറമ്പിലെ പൂവ് കണ്ടിട്ട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ധ്യാന കേന്ദ്രത്തിലോ മനഃശാസ്ത്ര ചികിത്സക്കോ പോകണമെന്നാണ്. ഭൂരിപക്ഷവും അങ്ങനെയാ. വേറെ അത് കണ്ടാലും ആ പൂവിനെ ആസ്വദിക്കാൻ പറ്റില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഡാൻസ് കാണാൻ വേണ്ടിയിട്ട് സ്കൂൾ വാർഷികത്തിന് പോകുമ്പോ അവനവന്റെ കുട്ടീന്റെ അല്ലാത്ത ഡാൻസ് എല്ലാം പോക്കാം. മാത്രല്ല വാർഷികത്തിന് എന്റെ കുട്ടീന്റെ ഡാൻസ് കഴിഞ്ഞു, നമുക്ക് പോവാന്ന് പറഞ്ഞാൽ എല്ലാം തിരിച്ചു പോകും. അവസാനം വാർഷികത്തിന് അവസാനത്തെ കുട്ടീന്റെ ഡാൻസ് കാണാൻ ആ കുട്ടീന്റെ അച്ഛനും അമ്മയും കുറച്ച് സുഹൃത്തുക്കളും മാത്രം ഉണ്ടാവും. എത്ര വൃത്തികെട്ട സ്വഭാവമാണ്! നിങ്ങൾ നിങ്ങളുടെ കുട്ടീന്റെ ഡാൻസ് കാണാൻ മാത്രം പോകുന്നെങ്കിൽ പിന്നെ സ്കൂളിൽ പോണ, വീട്ടിൽ നിന്ന് തുള്ളിച്ചാ പോരെ? സ്കൂളിൽ പോകുന്ന എല്ലാവരുടെ കുട്ടീന്റെ ഡാൻസ് കാണാനാ. ഇപ്പൊ കലോത്സവങ്ങളിലെല്ലാം നടക്കുന്നത് ഭയങ്കര അടി. എന്റെ കുട്ടീന്റെ ഡാൻസ് മാത്രമാണ് നല്ലത് എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ നടത്തുന്ന ബഹളങ്ങളാണ് മിക്ക കലോത്സവങ്ങളും. ഡാൻസിനെയല്ല നിങ്ങൾ പ്രേമിക്കുന്നത്, നിങ്ങളുടെ കുട്ടിയെ മാത്രം പ്രേമിക്കുക. അതുകൊണ്ട് നിങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെ മക്കളെ കാണിച്ചു കൊടുക്കൂ. ആ പൂവ് നിങ്ങൾക്ക് ആസ്വദിക്കാനുള്ളതാണ്. ആ പൂക്കളുടെ സുഗന്ധം എന്തെന്ന് ആസ്വദിക്കൂ. അതിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെ കാണാൻ പറയൂ. അതിൽ വരുന്ന തുമ്പികളെ കാണാൻ പറയൂ. അവിടെ വരുന്ന വണ്ടുകളെ കാണൂ. മുറ്റത്തുകൂടി നടന്നു പോകുന്ന പൂച്ചക്കുട്ടിയെ കാണൂ. അവിടുന്ന് കിളികളുടെ ശബ്ദം കേൾക്കൂ. അങ്ങനെ വരാന്തയിൽ അല്പനേരം നടക്കൂ. മുറ്റത്തും വരാന്തയിലും കുറച്ചു നേരം സമയം ചെലവഴിക്കൂ. ഉദിച്ചു വരുന്ന സൂര്യപ്രകാശത്തെ കാണിച്ചു കൊടുക്കൂ. ആ സൂര്യകിരണങ്ങൾ പ്രഭാതത്തില്ലാതെ ഒരു പ്രാർത്ഥനയുണ്ടോ നമുക്ക്? പ്രഭാതമായി തൃക്കണിയേകിയാലും ലേ സുപ്രഭാതം പൊട്ടിവിടർന്നു ഉഷസന്ധായകഗിരിയിൽ നിത്യ തുഷാര വിഭൂതി അണിഞ്ഞു. പാട്ട് കേട്ടില്ലേ? പ്രഭാതമല്ലേ? കൗസല്യ സുപ്രജാരാമ പൂർവസന്ധ്യാ പ്രവർത്തതേ. കൗസല്യന്റെ നല്ല മോനെ രാമ, പൂർവസന്ധ്യ. ഈ പൂർവസന്ധ്യ, പശ്ചിമസന്ധ്യ വൈകുന്നേരത്തെ സന്ധ്യ, പൂർവസന്ധ്യ കിഴക്കു ഭാഗത്തെ സന്ധ്യ പ്രഭാതസന്ധ്യ. പ്രഭാതസന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. ഉത്തിഷ്ഠ നരശാർദൂല ത്രൈലോക്യം മംഗളം ഗുരു. മനുഷ്യന്മാരിൽ ശാർദൂലനായിരിക്കുന്നവനെ ഈ 3 ലോകത്തെയും മംഗളമാക്കി ചമയ്ക്കൂ. ഇതാണ് വിശ്വാമിത്രൻ രാമനെ വിളിച്ചുണർത്തിയ ശബ്ദം കേട്ടോ. പ്രഭാതം കാട്ടിക്കൊടുക്കും മക്കളെ. രാവിലെ എഴുന്നേറ്റിട്ട് മുറ്റത്ത് കുറച്ച് സമയം ചെലവഴിക്കും. അല്ലാതെ ക്ലോസറ്റിന് അർഘ്യം കൊടുത്താ പോരാ. 1 ഔൺസ് മൂത്രമൊഴിച്ചതിന് 15 ലിറ്റർ വെള്ളം അർഘ്യം കൊടുക്കുക ക്ലോസറ്റിന്. അല്ലേ? ക്ലോസറ്റിനല്ലേ അർഘ്യം കൊടുക്കുന്ന? മുറ്റത്തിറങ്ങുന്നുണ്ടോ? ഒരു ചെടിക്ക് നനക്കുന്നുണ്ടോ രാവിലെ തന്നെ? നിങ്ങൾ മിക്ക ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയാണ് പലരുടെയും. ഇസ്രായേലിലെ പട്ടാളക്കാരെ പണി രാവിലെ ഉറക്കളിഞ്ഞ ഉടനെ ഗാസയിലേക്ക് 3 മിസൈലിന് തീ കൊടുക്കും. എന്നിട്ട് മാത്രമേ അവർ പല്ലിയേക്കാൻ പോകും കേട്ടോ. അവരുടെ വ്രതമാണ്. രാവിലെ എണീറ്റ ഗാസയിലേക്ക് 3 മിസൈലിന് തീ കൊടുക്കുക. എന്നിട്ട് വിട്ടതിന് ശേഷമേ പല്ലിയേക്കാൻ പോകും. നിങ്ങളെ എന്താ ചെയ്യാ? രാവിലെ എഴുന്നേറ്റ ഉടനെ 3 അടുപ്പ് ടിക്ക് ടിക്ക് ടിക്ക്. ഒരു ഗ്യാസ് അടുപ്പിന് 3 അടുപ്പുണ്ടാവും അല്ലേ? ഒരു സെറ്റിൽ 3 അടുപ്പ് ടിക്ക് 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 കത്തിച്ച് ഈ കുട്ടിക്ക് ആവശ്യമായ ഭക്ഷണം കൊടുക്കാൻ, അല്ലേ, അവന്റെ വസ്ത്രമലക്കാൻ ഉള്ള തിരക്കാണ്. ആ കുട്ടിയുടെ മനസ്സ് വളർത്താൻ എന്താ ചെയ്യുന്ന? പിന്നെ എങ്ങനെ കുട്ടികൾ തോന്നിയവാസികളാവാതിരിക്കും? അവന്റെ മനസ്സ് വളർത്താൻ ആ സൂര്യകിരണങ്ങളെ നോക്കിയിട്ട് അയ്യപ്പ പണിക്കരുടെ ഒരു കവിത ചൊല്ലാറുണ്ടോ? പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കു ദാരശോഭ ചൊരിയുവാൻ ഒരുങ്ങി വരും വൈഭവ പ്രഭാവമേ. നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ. പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. ഒരു കവിത ചൊല്ലുമോ? ഒരു പാട്ടുപാടുമോ? ഉഷസേ നീ എന്നെ വിളിക്കുകില്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഉണരുകില്ല. ഒരു പാട്ടുപാടുമോ? സൂര്യകിരണങ്ങൾ പുൽക്കടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളിയിൽ തട്ടുമ്പോ ആ മഞ്ഞുതുള്ളി ചുവന്നു വരുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ ഇത്ര കാലമായിട്ട്? നിങ്ങൾ ടൂറ് പോവും, ഊട്ടിയിൽ ടൂറ് പോവും, മറ്റു പല സ്ഥലത്തും, മൂന്നാറില്. നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് അത്ഭുത പ്രപഞ്ചം നിങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ?
ആ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ തട്ടുമ്പോൾ ഓരോ മഞ്ഞുതുള്ളിയും, ഓരോ പൂവിന്റെ മേലെയുള്ള മഞ്ഞുതുള്ളിയും വൈരക്കല്ലുകളാകുന്നത് കണ്ടിട്ടുണ്ടോ? സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ, പാടിയിട്ടുണ്ടോ? ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നു, പകലിൻ മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകൾ അണിഞ്ഞു. വാസരക്ഷേത്രത്തിൽ കാഴ്ച ശിവേലിക്ക് വാരിതരഥങ്ങൾ വന്നു നിറഞ്ഞു, കോമളസുരഭി മാല്യമൊരുക്കിയ താമര പൊയ്ക തിളങ്ങി തിളങ്ങി. ഉഷാകിരണങ്ങൾ. ഒരു പാട്ടിനെ ആസ്വദിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ലാതെ രാവിലെ എണീറ്റ ഇന്നെന്നാ കടി വേണ്ട, ഇന്ന് പൂരിയോ വേണ്ട, പുട്ടോ വേണ്ട, ഇഡ്ഡലിയോ വേണ്ട, ഇതാ ചർച്ച. ഇന്ന് രാവിലെ ഏതാണ് കവിത വേണ്ടത്, ഏതാ പാട്ട് വേണ്ടത്, ഏതാ ശ്ലോകം വേണ്ടതെന്ന് ചർച്ച ചെയ്യുന്ന വീടുകളില്ല. പിന്നെ എങ്ങനെ ഈ കുട്ടികൾ അധ്യാപകന്മാരായി യാത്ര ചെയ്യും? അതുകൊണ്ട് ആ സൂര്യൻ അർഘ്യം കൊടുത്തിട്ട് പ്രാർത്ഥിക്കുകയാണ്, ഓം സത്. നീ ഓം എന്ന് പറഞ്ഞാൽ ഓമിന്റെ അർത്ഥം അറിയാമോ? ഓം എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ചിന്മയ കോളേജിൽ ഒരു വേദാന്ത കൺവെൻഷൻ ഉണ്ടായി. ആ വേദാന്ത കൺവെൻഷനിൽ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും എന്നൊരു വിഷയത്തെ പറ്റിയിട്ട് എന്നോട് സംസാരിക്കാൻ എന്നെ ക്ഷണിച്ചു. ഞാൻ അവിടെ പോയിട്ട് വലിയ സ്വാമിമാരല്ലിരിക്കുന്ന സദസ്സ്, ഇവരെല്ലാം ഭയങ്കര ബുദ്ധിജീവികൾ. ഞാനവിടെ പോയി അല്പബുദ്ധിയായി ഞാൻ എന്തു പറയും എന്ന ടെൻഷൻ ഉണ്ട് എനിക്ക്. ഞാൻ ചെന്ന ഉടനെ ഇവരോട് ഇവരുടെ വിദ്യാർപ്പണം പാത്രം അറിഞ്ഞു വേണമല്ലോ, ഇവർക്ക് എത്രത്തോളം ആഴത്തിൽ അറിവുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓംകാരത്തിന്റെ അർത്ഥം എന്താന്ന് ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിച്ചു. എനക്കറിയാത്തതുകൊണ്ടാന്ന് ചോദിച്ചു. ആരും ഒന്നും അനങ്ങുന്നില്ല. അപ്പോൾ അടുത്തൊരു കോളേജ് വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഓംകാരം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡാണ്. ദൈവത്തെ ഡൗൺലോഡ് ആക്കുന്ന പാസ്വേഡ്. ഓം നമശിവായ എന്ന് പറഞ്ഞാൽ ശിവൻ ഡൗൺലോഡായി, ഓം നാരായണായ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഡൗൺലോഡായി. ഇതാ പറഞ്ഞത്. ഓം എന്ന് പറയുന്നത് ആദിമ മന്ത്രം. ഈ പ്രകൃതിയുടെ 3 നിയമങ്ങൾ. ആദ്യം മനുഷ്യൻ വായിച്ച കൃതി ഏതാണെന്നറിയാവോ? ആദ്യം വായിച്ച കൃതി രാമായണമല്ലേ ആദികാവ്യം. അതിനു മുമ്പ് ഒരു കൃതി വായിച്ചിരുന്നു മനുഷ്യൻ. ഏതാ? അതാ പ്രകൃതി. അതാ പ്രകൃതി. അതാണ് ഏറ്റവും സുന്ദരമായ കാവ്യം. ആ പ്രകൃതിയുടെ 3 നിയമങ്ങൾ എന്താ? ആ ഉ അം ഓം. ആ ഉ അം ഉണ്ടാവുന്നു, നിലനിൽക്കുന്നു, ഇല്ലാതാവുന്നു, ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, സൃഷ്ടി, സ്ഥിതി, സംഹാരം. പിടികിട്ടിയോ? അത് കൂട്ടി വായിച്ചാൽ ഓം സത്. സത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, സത്തിലേക്ക് യാത്ര. അസത്തിൽ നിന്ന് സത്തിലേക്ക്. നിങ്ങളുടെ ഈ ശരീരത്തെ ആരും അസത്തെന്ന് ഇപ്പം വിളിക്കാത്ത എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ ഒരു സത്തുള്ളത് കൊണ്ടാ. ഇതിൻ്റെ ഉള്ളിൽ സത്തില്ലെങ്കിൽ നിങ്ങളെല്ലാം അസത്തല്ലേ? ഈ സത്തങ്ങ് പോയാൽ അസത്തല്ലേ? എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട്, മരണപ്പെട്ടാൽ ഭാര്യയും മക്കളെല്ലാം വല്ലാതെ ഇഷ്ടമുള്ളവരെ കെട്ടിപ്പിടിച്ച് കരയും. കുറെ നേരം കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ എടുക്കുമ്പോൾ ഇവരോട് പറയാം, നിങ്ങളൊന്ന് മാറിക്കിടക്ക്, ഞങ്ങൾ കുളിപ്പിക്കാൻ എടുക്കട്ടെ. അപ്പൊ ഇഷ്ടം വല്ലാണ്ട് വരുത്തവര്, അയ്യോ എൻ്റെ അച്ഛനെ കൊണ്ടോണ്ടാ, എൻ്റെ അച്ഛനെ കൊണ്ടോണ്ടാന്ന് പറഞ്ഞ് കരയും. അപ്പൊ കുളിപ്പിക്കാൻ എടുക്കാൻ വന്ന നാട്ടുകാർ പറയാ, അയ്യോ നിങ്ങളെ കരയിച്ചിട്ട് കൊണ്ടുപോകുന്നില്ല, എന്നാ പിന്നെ ഞങ്ങൾ പോവാ, നിങ്ങൾ എന്നെ എടുത്തോളി എന്ന് പറഞ്ഞാൽ എന്താ കഥ? എന്താ കഥ? അപ്പൊ തിരിച്ചു വിളിക്കൂലേ? സത്തങ്ങ് പോയ ഇത് അസത്തല്ലേ? തിക്കുറിശി സുകുമാരൻ നായർ എന്ന് പറയുന്ന ഒരു നടനെ അറിയില്ലേ നിങ്ങൾക്ക്? അദ്ദേഹം വെറും നടനല്ല കേട്ടോ, അസല് പാട്ട് എഴുതൂ. ഇത്ര സിനിമ പാട്ടുണ്ടെന്ന് അറിയാം അയാൾ എഴുതിയത്. അയാൾ പാടിയ പ്രശസ്തമായ ഒരു പാട്ടുണ്ട്. ഭാര്യയുടെ മുടിയെ വർണ്ണിച്ച് ഭർത്താവ് പാടുന്ന, കാർക്കൂന്തൽ കെട്ടിനെന്തിനു വാസന തൈലം, നിന്റെ വാർ നെറ്റി തടത്തിനെന്തിനു സിന്ദൂര തിലകം എന്ന പാട്ട്. ഭാര്യയുടെ മുടിയെ വർണ്ണിച്ച് ഭർത്താവ് പറയാ, നിന്റെ മുടിക്ക് മുയിങ്ങുമണമൊന്നും ഇല്ല, നല്ല സുഗന്ധമുണ്ട്, എയർ ഓയിലൊന്നും ഇല്ലെങ്കിലും. അത് കേട്ടപ്പോ ഭാര്യക്ക് ഭയങ്കര സന്തോഷായി. ഭർത്താവിന് സ്പെഷ്യൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഭർത്താവ് അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുമ്പോ ഭാര്യമ്പോ ഇല്ലാത്തൊന്നൊരു മുടി വരുന്നു. അപ്പൊ അതെടുത്തിട്ട് കാർക്കൂന്തൽ കെട്ടിനെന്തിനെന്ന് പറയോ? കാരണം ഇതിന്റെ ഉള്ളിലുള്ള ജീവനാകുന്ന സത്തിനോട് ചേർന്ന് നിൽക്കുമ്പോഴേ നമ്മുടെ തലയിലെ മുടി
സുന്ദരമാകുന്നുള്ളൂ. ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ അത് അസത്ത. നഖവിചാരം 64 കലകളിൽ ഒരു കലയാണ്. ആ നഖവിചാരം നല്ല നല്ല നെയിൽ പോളിഷ് ഇട്ട് മിനുക്കിയെടുത്ത സുന്ദരമായ ചില നഖങ്ങൾ കാണാൻ ചിലയാൾക്ക്. ആ നഖങ്ങൾ നീളം കൂടിയാ മുറിച്ചു മാറ്റൂലേ? ആ മുറിച്ചു മാറ്റി കഴിഞ്ഞാൽ എൻ്റെ പുന്നാര നഖമാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും അത് നല്ല പഴയ കുപ്പിയിലോ പാത്രത്തിലോ ഇട്ട് വെക്കുവോ? ഇതിൽ നിന്ന് വേർപെട്ടാ പിന്നെ അത് ബോഡി വേസ്റ്റാ, അത് അസത്താണ്. വായക്കകത്തുള്ള ഉമിനീരുണ്ടല്ലോ, അത് ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ചവച്ചരക്കിച്ച് വിഴുകുന്നതല്ലേ, പുണ്യജലമാ. എന്നാൽ അത് സത്തിൽ നിന്ന് വേർപെട്ട് വായക്ക് പുറത്തെത്തിയാലോ? വായക്ക് പുറത്തെത്തിയാൽ അത് മഹാവൃത്തികെട്ടതല്ലേ, മഹാവൃത്തികെട്ടതാ. അതുകൊണ്ട് ഈ സത്യാണ് പ്രധാനം. ഈ സത്തിൽ നിന്ന് വേർപെട്ടാൽ ഇതെല്ലാം അസത്താണ്. ഈ ജീവനാകുന്ന സത്ത് ഇത് നമ്മുടെ തമിഴ്നാട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ മരണപ്പെട്ടു പോയാലെന്ന് പറയും സത്ത് പോയാച്ച് അല്ലേ, സത്ത് പോയാച്ച്. നമ്മളത് ചത്തുപോയി നാക്കിയതാ പറ്റിയ അബദ്ധം. മനസ്സിലായോ? സത്താണ് പോകുന്നത്. ആ സത്താകുന്ന ജീവനാണ് പ്രധാനം. ആ ജീവനെ പുഷ്പിക്കലാണ്, ഈ ശരീരത്തെ അലങ്കരിക്കലല്ല. ഈ ജീവൻ ഉള്ളത് കൊണ്ടാ ഇതൊക്കെ. ഈ ശരീരം, ആ ജീവന്റെ ഒരു വികാസ പ്രക്രിയ എത്ര അത്ഭുതകരമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം ഉണ്ടല്ലോ, ഈ വരന്ത എന്ന് പറഞ്ഞു പോല. ഈ ശരീരം ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന തലച്ചോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായതുകൊണ്ടാണ് മേലെ ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത്. അതൊരു വലിയ കമ്പ്യൂട്ടർ, ChatGPT അടക്കം കണ്ടെത്തിയത് ഈ കമ്പ്യൂട്ടർ എന്നല്ലേ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടെത്തിയത് AI ക്യാമറയല്ലോ ഇപ്പൊ ഇല്ലേ, അത് കണ്ടെത്തിയത് ഈ കമ്പ്യൂട്ടർ എന്നല്ലേ. അതിലെ ന്യൂറോണുകളുടെ സംവിധാനം ഒരു അത്ഭുതമല്ലേ. അതൊരു ചെറിയ കാര്യമാണോ? അതിനുശേഷം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന നോക്കൂ. ഏറ്റവും മേലെ കണ്ണ്, ആ കണ്ണിന്റെ ഒരു ഘടന നോക്കൂ. ആ കണ്ണിന്റെ കൃഷ്ണമണി നേരെ മാത്രമേ നിൽക്കുന്നുള്ളൂ എങ്കിൽ നമ്മളെ കഷ്ടാലോചിക്കട്ടെ. ഇടത്തുനിന്നും വലത്തുനിന്നും ആരാ വരുന്നെന്ന് അടുത്തോട്ടും വലത്തോട്ടും ചലിക്കുന്ന കണ്ണുകളില്ലെങ്കിൽ, കൃഷ്ണമണി നേരെയാണ് നമുക്ക് ഫിറ്റ് ചെയ്തെങ്കിൽ ആരോടാ പരാതി പറയാ? അതേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ടേബിൾ ഫാന് തിരിയും പോലെ സെറ്റടക്കം തിരിയണ്ടേ? ഇത് കണ്ണോണ്ട് ഇടത്തോട്ടും വലത്തോട്ടും കാണിക്കുന്നത് കൊണ്ടല്ലേ രാവണ വിജയം കഥകളിയിൽ ഞാൻ കൈലാസത്തെ കണ്ടിട്ടുണ്ട്. രാവണ വിജയം കഥകളി കണ്ടു നോക്ക്, കൈലാസം നമ്മുടെ മുന്നിൽ കാട്ടിത്തരും. രാവണനായിട്ട് കളിക്കുന്ന ആ നടനുണ്ടല്ലോ, നല്ല നടനാണെങ്കിലുണ്ടല്ലോ, കളരി പഠിച്ച നടനെ അത് അവതരിപ്പിക്കാൻ പറ്റൂ. അദ്ദേഹം കൈലാസത്തെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ചെരിഞ്ഞു നിന്നിട്ട് അതിങ്ങനെ നിവർന്ന് അയാളുടെ ശരീരം എങ്ങനെയാണോ നിവരുന്നത് അതേ സ്പീഡിൽ കണ്ണുകൾ തലക്കുന്ന ഇങ്ങനെ വരുന്നൊരു കാഴ്ചയുണ്ട്. അത് മുഴുവൻ കണ്ടു കഴിയുമ്പോഴേക്കും കൈലാസം നമ്മുടെ മുമ്പിലുള്ളതായിട്ട് അതിന്റെ പദങ്ങളുടെ അർത്ഥവും മനസ്സിലാക്കിയാൽ നമ്മുടെ മുമ്പിൽ അനുഭൂതിയാവും. നൃത്യത്തിലും നാട്യത്തിലെല്ലാം ഈ കറുത്ത കൃഷ്ണമണി ചലിക്കുന്നത് കൊണ്ടാ നൃത്തം സുന്ദരമാവുന്നതെന്ന് അസത്യഭാമക്ക് അറിയണ്ടേ? വെളുത്ത കണ്ണുള്ള ആള് മാത്രം നൃത്തം ചെയ്യാൻ മതി എന്ന് പറയാൻ പറ്റുമോ? അല്ലേ? സത്യഭാമ പറഞ്ഞില്ലേ കറുത്തവര് നൃത്തം ചെയ്യണ്ട. ലോകത്ത് ഏറ്റവും വലിയ നൃത്തം ചെയ്ത ആളാരാന്ന് ഈ സത്യഭാമക്ക് അറിയോ? ലോകത്ത് ഏറ്റവും വലിയ മഹാനടനം നടത്തിയ രണ്ടുപേരും കറുത്തവരാണ്. കൃഷ്ണൻ എന്ന വാക്കിനർത്ഥം കൃഷ്ണമൃഗം കറുത്തമാനാണ്. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുത്തവൻ എന്നാൽ. മഹാരാസലീല എന്താ? 8 നവരസങ്ങളിൽ 8 രസവും ബാക്കി ശൃംഗാരത്തിന്റെ 16,000 ഭാവങ്ങളും ചേർത്ത് 16,008 രസങ്ങളോടൊത്തിയ ലീലയാണ് രാസലീല. അതല്ലാതെ രാസപ്രവർത്തനമല്ല. ആ രാസപ്രവർത്തനം നടത്തിയ കൃഷ്ണൻ ഇനി നൃത്തം ചെയ്യരുത്, കാലകത്തി വെക്കരുത് എന്ന് പറയോ? കറുത്തവനായതുകൊണ്ട് കൃഷ്ണൻ, നമ്മൾ നീല എന്ന് പറഞ്ഞാലും പിന്നെ മോഡിഫൈ ചെയ്ത കാർമേഘവർണ്ണനാണ്. കറുത്തവനാണ് ഏറ്റവും വലിയ നൃത്തം ചെയ്തത്. പിന്നെ നടരാജമൂർത്തി ആരാ? ശിവൻ വെളുത്തിട്ടാ? ശിവൻ കറുത്തിട്ടല്ലേ? താണ്ഡവ നൃത്തം നടത്തിയ ശിവൻ. ലാസ്യ നൃത്തം നടത്തിയ പാർവതി കാളിയല്ലേ? ലാസ്യ നൃത്തം നടത്തിയ പാർവതി വെളുത്തിട്ടാ? കറുത്തവളാണ്. കാളി എന്ന് പറഞ്ഞാൽ കറുത്തവൾ എന്നർത്ഥം. താണ്ഡവവും ലാസ്യവും ചേർന്നാലാണ് താലം ഉണ്ടായത്. ആ താളം കൊണ്ടായി ഈ സത്യഭാമ നൃത്തം ചെയ്യുന്നത്. എല്ലാവരും കറുത്തിട്ട, എന്നിട്ട് വെളുത്താള് മാത്രം നൃത്തം ചെയ്താൽ മതി പോലും. ആരാ പറഞ്ഞ? മനുഷ്യൻ പണ്ട് ബൈബിളിൽ പറയുന്നുണ്ട്, 6-ാം ദിവസം മണ്ണാൽ സൃഷ്ടിച്ചു മർത്യനെ. മണ്ണ് കൊണ്ടുണ്ടാക്കി അടുപ്പത്ത് വെച്ച് ആദ്യത്തെ കരിഞ്ഞുപോയി. അതാണ് ആഫ്രിക്കക്കാർ കറുത്തിട്ട്. രണ്ടാമത് ബന്ധു കരിഞ്ഞു പോകുന്നതിന് ആകുന്നതിടക്ക് ഇങ്ങെടുത്തു. അതാ വെള്ളക്കാർ വെളുത്തിട്ട്. മൂന്നാമത്തത് കൃത്യം ബന്ധിട്ടെടുത്തു. അതാ ഇന്ത്യക്കാർ കറുത്തിട്ടുമല്ല വെളുത്തിട്ടുമല്ല. അപ്പൊ വെളുപ്പ് കൂടിയവര് മനസ്സിലാക്കിക്കൊള്ളുക ദേശം വേവ് കുറവാന്ന്.
വെളുപ്പ് കൂടിയവർക്ക് വേവ് കുറവാന്ന് മനസ്സിലാക്കുക. ഇതല്ല എന്തൊരു വിഡ്ഢിത്തമാണ്, എന്തൊരു വിഡ്ഢിത്തമാണ്. ആ കറുത്തതും വെളുപ്പവും വ്യത്യാസമില്ല. കൃഷ്ണമണി എന്ന വാക്കിനർത്ഥം കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുത്തവെന്ന, മനസ്സിലായോ? കൃഷ്ണമണി കറുത്ത കൺമണി, അതുകൊണ്ടാ കൃഷ്ണമണി എന്ന് പറയുന്നത്. ആ കൃഷ്ണമണി, കറുത്തിട്ടുള്ള കൃഷ്ണമണി ചലിപ്പിച്ചിട്ടാണ് മോഹിനിയാട്ടവും ഭരതനാട്യവും അവതരിപ്പിക്കുന്നത്. ആ കണ്ണ് വളരെ മൃദുലമായതുകൊണ്ട് നെറ്റിയുടെ എല്ല് പുറത്തേക്ക് തള്ളി, കവിളെല്ല് തള്ളി, അതിന്റെ നടുക്കുള്ള ഒരു കുഴിയിൽ കണ്ണ് പിടിപ്പിച്ച് എന്തൊരു ഔചിത്യവും കരുതലുവാ. കാരണം എന്തെങ്കിലും വന്ന് അടിച്ച് കണ്ണിന് ആപത്ത് വരാതിരിക്കാൻ വേണ്ടി 2 എല്ലിന്റെ നടുക്ക് കുഴിയിൽ വെച്ചില്ലേ? ആ കുഴിയിൽ വെച്ചിട്ട് ആ കുഴിയിൽ എന്തെങ്കിലും പൊടി വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക് ഷട്ടർ പിടിപ്പിച്ചില്ലേ? പൊടി വരുന്നുണ്ട്, തടഞ്ഞോന്ന് കൈക്ക് ആടി എത്തുന്നിടത്ത് പൊടി കണ്ണിലാവാതിരിക്കാൻ കണ്ണിൽ കൺപോള പിടിപ്പിച്ച് ലോകത്തെ ആദ്യത്തെ ഓട്ടോമാറ്റിക് മിഷനാണ് കൺപോള. ആ കൺപോള ഒരു അനുഗ്രഹമല്ലേ? എന്നിട്ടും പൊടി താഴോട്ട് വീഴാതിരിക്കാൻ മേലേന്ന് പൊടി വീഴുന്നത് തടയാൻ വേണ്ടിയിട്ട് ഒരു സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചില്ലേ? പുരികോ അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല കേട്ടോ. ഈ പുരികം പൊടി മേലേന്ന് താഴോട്ട് വരാതിരിക്കാനാണ്. എന്നിട്ട് ആ കണ്ണിൽ അഥവാ പൊടി വീണിട്ടുണ്ടെങ്കിൽ ആ പൊടിയെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം ചീറ്റണ്ട, അതിൻ്റെ ഉള്ളിൽ തന്നെ വെള്ളം ചീറ്റി കഴുകുന്ന സംവിധാനം അല്ലേ? നമ്മൾ ഈ വണ്ടി ഓടിക്കുമ്പോ ഗ്ലാസ്സിൽ വെള്ളം ചളി പുരണ്ടാല് ആ വെള്ളത്തെ വൈപ്പറിട്ട് കഴുകാൻ വേണ്ടിയിട്ട് സ്റ്റിയറിംഗിന്റെ അപ്പുറത്തൊരു സാധനമുണ്ട്, പിടിച്ച് വലിച്ചാൽ വെള്ളം ചീറ്റുന്നത്. ഇതൊന്നും പിടിച്ച് വലിക്കാതെ പൊടി വീണ ഉടൻ തന്നെ വെള്ളം സ്വയമേവ പുറത്തു വരുന്ന സംവിധാനമല്ലേ കണ്ണ്? ഇത്രയും മനോഹരമായ കണ്ണ്. ഈ കാത്, ആ കാത് ചുളുക്കി മടക്കി പപ്പടം കാച്ചും പോലെ ചുളുങ്ങിപ്പോയിട്ടല്ലല്ലോ. എവിടുന്ന് ശബ്ദതരംഗങ്ങൾ വന്നാലും അതിനെ തട്ടിത്തടഞ്ഞിട്ട് ചെവിയുടെ കർണപടത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുളുക്കി മടക്കിയെന്ന് അറിയണം. മനസ്സിലായോ? കർണപടത്തിൽ എത്തിക്കാനാ. സ്ത്രീകൾക്ക് നന്ദി വേണം. ഈ കാതില്ലേ, ഈ മൃദുലമായ ഈ ചെവി, ഇത് മൃദുലമായ ഇറച്ചി അല്ലെങ്കിൽ ഇത് എല്ലിന്റെയാണ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ, ജനിക്കുമ്പോൾ തന്നെ എല്ലിന്റെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കാത് കുത്തണമെങ്കിൽ ഡ്രില്ലർ മിഷൻ വേണ്ടേ? ഇത് സുന്ദരായിട്ട് ടിക്ക് എന്ന് പറഞ്ഞ് കാത് കുത്തിയിട്ട് കമ്മലാടി നിൽക്കുന്നതിന്റെ സൗന്ദര്യം എത്രയാ? അത് കഴിഞ്ഞിട്ട് മൂക്ക് വായൊക്കെ തൊട്ട് മേലെ ഫിറ്റ് ചെയ്യാൻ കാരണം എന്താ? ഈ തിന്നുന്ന ഭക്ഷണം കെട്ടതാണോ നാറുന്നതാണെന്നോ തിരിച്ചറിയാനാ. മൂക്ക് വേറെയും കാണും, എങ്ങനെ അറിയാനാ ഇത് കെട്ടതാണെന്ന്? അല്ലേ? ആ വായിലെ പല്ലിന്റെ സംവിധാനം, അതിന്റെ നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്ന ശബ്ദം കൊണ്ടല്ലേ നമുക്ക് ഈ ഭാഷ. ഞാനിപ്പോ പറയുന്നത് തൊണ്ടയിൽ ഒച്ച തടഞ്ഞു വരുന്ന കാക്കാ കാക്കാങ്ങ, നാവ് അണ്ണാക്ക് പറ്റിച്ചിട്ട് താലവ്യം ചാച്ചാ ചാച്ചാഞ്ഞ, നാവിന്റെ അറ്റം മൂർധാവിൽ കുത്തി പറയുന്ന ടാഠാ ഡാഠാണ്ണ മൂർധന്യം, പല്ലിന് തൊട്ട് പറയുന്ന താത്താ ദാത്താന്ന ദന്ത്യം, ചുണ്ട് പൂട്ടി പറയുന്ന പാപ്പാ ബാപ്പാമ ഓഷ്ട്യം. ഇല്ലേ? എത്ര മനോഹരമായ നാവാണ് നമുക്ക് പിടിപ്പിച്ചു തന്നത്. ആ നാവിന്റെ രുചിമുകുളങ്ങൾ, ഓരോ പഞ്ചസാരക്ക് ഉപ്പിന് വേറെ വേറെയാ രുചിമുകുളം, അത് പിടിപ്പിച്ചു തന്നത് കൊണ്ട് നമുക്ക് രുചി അറിയുന്നു. ഇല്ല ആരെങ്കിലും എന്തോ തിന്നോ? ഇതൊന്തൊരു ഭാഗ്യമാണ് നമ്മള്. എന്നിട്ടും ഈ ശരീരം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഭീകരന്മാരില്ലേ, ആത്മഹത്യ ചെയ്തവരെ കുത്തിച്ചീച്ചു കൊല്ലണം പിന്നെയും. മനസ്സിലായോ? ഞാനങ്ങാറ്റ നരകത്തിന്റെ അധിപതിയായിട്ടുണ്ടെങ്കിൽ ആദ്യം ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുക ആത്മഹത്യ ചെയ്തവരെയാണ്. കാരണം എന്റെ ജീവനെ കൊല്ലാൻ എനിക്ക് അധികാരമുണ്ടോ? ഇല്ല. കാരണം എന്റെ ജീവൻ എന്റെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും ഞാൻ വാങ്ങിയതാ, അല്ലാതെ ഞാൻ പീടിയിൽ നിന്ന് പോയി വാങ്ങിയതല്ല, ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ല. അവരവരുടെ അച്ഛനും അമ്മയിൽ നിന്നാ. ഈ ജീവനൊന്നും നമ്മുടേതല്ല, അത് നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല. അപ്പൊ ഈ ജന്മം ഒരു വരം തന്നെയാണ്. ഈ വരമായിട്ടും പിന്നെയും ദൈവമേ ഇത്രയും നല്ല ശരീരവും ചിന്തയും തന്നിട്ടും എനിക്കിതാ കഴിഞ്ഞ SSLC റിസൾട്ട് ആയ ദിവസം എന്റെ നാട്ടിലൊരു നീലക്കരിങ്കാളി അമ്പലമുണ്ട്. ഞാൻ കൂത്തുപറമ്പിലേക്ക് വണ്ടി ഓടിച്ചു വരുമ്പോ നീലക്കരിങ്കാളി അമ്പലത്തിൽ ഭയങ്കര തിരക്ക്. അതിന്റെ മുന്നില് എന്താണ്, അവിടുത്തെ പൂജാരി വാദ്യക്കാരനായ സതീശന്മാരോട് ഞാൻ വിളിച്ചു ചോദിച്ചു, സതീശ എന്താ ഇന്ന് അമ്പലത്തിൽ വിശേഷം? സതീശൻ പറഞ്ഞു, ഇന്ന് SSLC റിസൾട്ട് ആയതുകൊണ്ട് കുട്ടികളെല്ലാം 50, 100, 500, 200 എല്ലാം ഇട്ടിട്ട് ഉള്ളേ പ്ലസ് തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാനത് കേട്ടിട്ട് ഒറ്റ ചിരി. അപ്പൊ എന്റെ മോൻ കാർന്ന് ചോദിച്ചു, അച്ഛനെന്തിനാ ചിരിച്ചേ? അപ്പൊ ഞാൻ പറഞ്ഞു, നീലക്കരിങ്കാളിന്റെ സ്ഥിതി ആലോചിച്ച് ചിരിച്ചതാ. എന്താ അത്? ഇവന്റെ പേപ്പർ മുഴുവൻ 2 ആഴ്ച മുമ്പ് വാല്യുവേഷൻ കംപ്ലീറ്റ് ആക്കി. അത് മുഴുവൻ കടലാസിൽ ടാബുലേഷൻ ആക്കിയിട്ട് എഴുതി വെച്ച് 3 ആള് ചെക്ക് ചെയ്തു. ഇത് മുഴുവൻ കമ്പ്യൂട്ടറിൽ അടിച്ചു കയറ്റി. ഇനി വൈകുന്നേരം 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്റർ ബട്ടൺ അമർത്തി അതിൽ നെറ്റിൽ അപ്ലോഡ് ആവും. ഇവൻ കൊണ്ടുപോയിട്ട് 500 ഇട്ട് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ നീലക്കരിങ്കാളി വൈകുന്നേരം 3 മണിക്ക് മുമ്പ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തണമെങ്കിൽ വന്ദേ ഭാരത് കയറണം. അല്ലേ? വന്ദേ ഭാരത് കയറണം.
നിങ്ങൾ കേട്ടിട്ടില്ല ഞാൻ പറഞ്ഞത്. ഒരു വന്ദേ ഭാരതിൽ അന്ന് വന്ന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട് തിരുവനന്തപുരത്ത് പോയിട്ട് ഈ കമ്പ്യൂട്ടറിന്റെ അകത്ത് പാസ്വേഡ് ഇല്ലാണ്ട് കയറണമെങ്കിൽ ഹാക്ക് ചെയ്യണം. എന്നിട്ട് ആ കമ്പ്യൂട്ടറിൽ ഹാക്ക് ചെയ്തിട്ട് ഇവൻ എഴുതാത്തതിന് മാർക്കിട്ട് കൂട്ടിക്കൊടുക്കുന്ന ആളാണ് നീലക്കരിങ്കാളി ദൈവം എന്ന് ആരാ നമ്മളെ പഠിപ്പിച്ച? പരീക്ഷയുടെ തലേ ദിവസം പോയിട്ട് ഞാൻ പഠിച്ചതെല്ലാം ഓർമ്മിപ്പിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചോട്ടെ. റിസൾട്ട് വരുന്ന ദിവസം 500 രൂപ കൊടുത്താൽ ഫുൾ A+ ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് ദൈവം. എന്റെ നാട്ടിലൊരു ചുമട്ട് തൊഴിലാളി ഓണം ബമ്പറിന്റെ നറുക്കെടുപ്പത്തിന്റെ പിറ്റേന്ന് ദിവസം ആത്മഹത്യ ചെയ്തു. എന്തിനാ കാരണം എന്നറിയോ? ഇവൻ ഒരാഴ്ചയായിട്ട് പള്ളിയിൽ പോയിട്ട് സ്ഥിരം മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കല. 50,000 രൂപ ലോണ് വാങ്ങിയിട്ട് 100 ടിക്കറ്റ് എടുത്തു. ഓണം ബമ്പറിന് 500 ഒരു ടിക്കറ്റിന് 100 ടിക്കറ്റ് എടുത്തു. റിസൾട്ട് വന്ന് നോക്കുമ്പോൾ 50, 100, 200, 500 ആകെ 1800 കിട്ടിയേ. തിരിച്ചടക്കാൻ നിവൃത്തിയില്ലാതെ ആത്മഹത്യ ചെയ്തു. അവന്റെ ഭാര്യയും മക്കളും അനാഥരായി. ഇവന്റെ വിചാരം എന്താ? ഇവൻ പോയിട്ട് അവിടെ പ്രാർത്ഥിച്ചു മെഴുകുതിരി കത്തിച്ചാൽ ദൈവം തിരുവനന്തപുരത്ത് ലോട്ടറിന്റെ നറുക്കെടുത്തെടുത്ത് അതിന്റെ മിഷനാണ് നറുക്ക് തെറിപ്പിക്കുന്നത്. അവിടെ പോയിട്ട് ഈ നമ്പറില് ഇവന്റെ നമ്പർ നോക്കിയിട്ട് അതിന് ലോട്ടറി അടിപ്പിച്ചു കൊടുക്കുന്ന ആളാണോ ദൈവം? ആണോ? നമ്പർ നേരത്തെ മനസ്സിലാക്കിയിട്ട് ആ നമ്പറിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത ഒരൊറ്റ ദൈവത്തെ നമുക്കറിയുള്ളൂ. എനിക്കറിയൂ, നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല. ആ ദൈവം കിലുക്ക സിനിമയിലെ രേവതിയാ. ഇന്നസെന്റിന് ലോട്ടറി അടിപ്പിച്ചു കൊടുത്ത കണ്ടിട്ടില്ലേ? ആ പണിയാണോ ദൈവം ചെയ്യുന്നത്? അല്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മനുഷ്യ ജന്മം നീ തന്നെയാണ് സത്യം, നീ തന്നെയാണ് ജ്ഞാനം. ഇത് തിരിച്ചറിയുമ്പോൾ നിനക്കുണ്ടാവുന്ന ആനന്ദമാണ് സച്ചിദാനന്ദം. സച്ചിദാനന്ദം എന്ന് പറഞ്ഞാൽ എന്താ? സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് നല്ലത്, ചിത്ത് മനസ്സ്. നല്ല മനസ്സിൽ നിന്നുണ്ടാവുന്ന ആനന്ദം സത്യം അന്വേഷിക്കുമ്പോൾ, സത്യം കണ്ടെത്തുമ്പോൾ, സത്യം അന്വേഷിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദമാണ് സച്ചിദാനന്ദം. ആ സച്ചിദാനന്ദത്തിലേക്ക് എത്തിക്കലാണ് മനുഷ്യന്റെ പ്രധാനപ്പെട്ട ദൗത്യം. മനസ്സിലായോ? ആ ദൗത്യത്തിലേക്ക് പോകണം, ആ ദൗത്യത്തിലേക്ക് പോകണം. അങ്ങനെ നമ്മുടെ ഈ ജന്മം ധിയോ യോ ന പ്രചോദയാത്. ഗായത്രി മന്ത്രത്തിന്റെ അവസാനത്തെ വരി എന്താ? ഹേ സവിതാവേ. ആരാ സവിതാവ്? രാമൻ പ്രാർത്ഥിച്ച ദൈവമാണ്. രാമന്റെ ദൈവത്തെ അറിയാവോ നിങ്ങൾക്ക്? ശ്രീരാമന്റെ ദൈവത്തെ അറിയാമോ? ശ്രീരാമൻ രാമായണം വായിച്ചിട്ട് രാമൻ ഏതെങ്കിലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. രാമൻ ഒരു അമ്പലത്തിലും പോയിട്ടില്ല. രാമൻ പ്രാർത്ഥിച്ച ഒറ്റ ദൈവത്തെയാണ്. രാമരാവണ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ ബ്രഹ്മാവ് വരം കൊടുത്തിട്ട്, ബ്രഹ്മാവാണ് മുഴുവൻ ചൊറയുണ്ടാക്കി. മടമ്പ് കൊണ്ടുപോയിട്ട് കുറവുമല് വെച്ചിട്ട് ആരെങ്കിലും ഇങ്ങനെ നിൽക്കും കുറേ നേരം, അപ്പാട് കൊടുക്കും വരം. അതുകൊണ്ട് ബാക്കിയുള്ള ആള് അനുഭവിക്കുക. അതുകൊണ്ട് ആ ബ്രഹ്മാവിന് അമ്പലം ഇല്ലാണ്ടായി പോയെ, പൂജ ഇല്ലാണ്ടായി പോയെ. മനസ്സിലായോ? ഈ ബ്രഹ്മാവ് ശിവനോട് കളവ് പറഞ്ഞിട്ടാണ് പൂജ ഇല്ലാണ്ടായി പോയിട്ട് എന്ന് ശപിച്ചതാണ് ശിവൻ. ഞാൻ പറഞ്ഞു വന്നത്, ആ വരത്തിന്റെ ശക്തി കൊണ്ട് രാവണനെ കൊല്ലാൻ പറ്റുന്നില്ല. അവസാനം തളർന്നിരുന്ന രാമന്റെ മുന്നിൽ ആര്യവംശത്തിന്റെ തലതൊട്ടപ്പനായ അഗസ്ത്യമുനി പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാ, രാമ നീ പ്രാർത്ഥിക്ക്. ആരെ? വിഷ്ണുവിനെയോ ശിവനെയോ? ഒന്നുമല്ല, ആദിത്യ ഹൃദയ മന്ത്രം ചൊല്ലാൻ പറയുന്നു. ആദിത്യനാരാ? സൂര്യൻ. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകായതേ നമോ നമ, ചിന്താമണേ ചിദാനന്ദായതേ നമ, നീഹാരനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തി രൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യായ തേ നമ, ലോകായ വിശ്വൈക സാക്ഷിണതേ നമ. ഇത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ഇത് ചൊല്ലിയിട്ടേ രാമന് രാവണനെ കൊല്ലാൻ പറ്റിയിട്ടുള്ളൂ. നിങ്ങൾ രാമന്റെ വിഗ്രഹം വെക്കും, രാമന്റെ അമ്പലത്തിൽ പോവും, രാമനെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കും. പക്ഷെ രാമൻ പ്രാർത്ഥിച്ച ദൈവത്തെ നിങ്ങൾക്ക് വേണ്ട. മക്കളെ, ആ സൂര്യനെ കാണിച്ചു കൊടുക്കുന്നില്ല, ആ പ്രഭാതത്തെ കാണിച്ചു കൊടുക്കുന്നില്ല. അവിടെ ഹേ സവിതാവേ, ഈ ഉർവിയെ വരേണ്യമാക്കുന്നവനെ, സവിതുർവരേണ്യം ധിയോ യോ ന പ്രചോദയാത്. ധീ ബുദ്ധിയെ പ്രചോദിപ്പിക്കുന്ന പ്രകാശമേ വന്നാലും അത് ആ പ്രകാശത്തെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ എല്ലാ ദിവസവും വീട്ടിന്റെ മുറ്റത്ത് വരാന്തയിൽ മക്കളും അച്ഛനും അമ്മയും അപ്പൂപ്പനും അമ്മൂമ്മയും അല്പനേരം അടുക്കളയിലേക്ക് പോകല്ല. മനസ്സിനെ വളർത്താൻ സഹനാവവതു. പിടികിട്ടിയോ? സഹ അവവതു, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുക. അടുത്തത് സഹനോ ഭുനക്തു, ഒരുമിച്ച് തിന്നുക അല്ല. ഈ അറിവിനെ ഭുജിക്കണം. എങ്ങനെയാ ഭുജിക്കുക? അറിവിനെ എങ്ങനെ ഭുജിക്കും? തേനുണ്ടാക്കുന്ന ആരാ?
അറിയാമോ? ആരാ തേനുണ്ടാക്കുന്നത്? മക്കളെ പറ, ആരാ തേനുണ്ടാക്കുന്നത്? അറിയില്ല. തേനുണ്ടാക്കുന്ന ആരാന്ന് ആർക്ക്? ഇവിടെ ആര് തേനില്ലേ? തേൻ ആരാ ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? തേനീച്ച അല്ലേ? അതിനെന്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നു? പക്ഷെ കൊണ്ട് ടെൻഷൻ അടിച്ചതിന് ന്യായമുണ്ട്. തേനീച്ച ഇതുവരെ ഒരു തുള്ളി തേനുണ്ടാക്കിയിട്ടില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്കേ കഴിയൂ. ആ പൂക്കളിലെ തേനെല്ലാം തേനീച്ച കുടിക്കുന്നില്ല, പലതും ഭൂമിയിലേക്ക് വീഴുന്നു. ആ ഭൂമിയിലെല്ലാം തേന് വീണ് കോടാനുകോടി വർഷമായി വീണ തേനുകളും ഉണ്ടായിട്ടും ഈ ഭൂമിക്ക് മധുരമില്ലാത്തത് എന്താ? തേനിന് 2 ദിവസമേ ആയുസുള്ളൂ. തേന് കെട്ടുപോകുന്ന സാധന. പക്ഷെ നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ, ഔഷധമാണല്ലോ, ഏറെക്കാലം നിൽക്കുന്നുണ്ടല്ലോ. എന്താ അത്? തേനീച്ച പൂവിൽ നിന്ന് തേന് ശേഖരിച്ച് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചാൽ കെട്ടുപോകും. തേനീച്ച അത് ഭുജിക്കുന്നു, തന്റെ എൻസൈം ചേർത്ത് ദഹിപ്പിച്ചിട്ട് സ്വന്തം തേനാക്കി മാറ്റിയിട്ടാണ് തേൻവലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അപ്പോഴാണ് ആ തേൻ ഔഷധമാകുന്നത്, ഏറെക്കാലം നിൽക്കുന്നത്. നമ്മുടെ പൂക്കളാണ് പുസ്തകങ്ങൾ, അതിലെ തേനാണ് അറിവ്. നമ്മുടെ കുട്ടികൾ തേനീച്ചകളാണ്. അവർ ഈ അവവധു പഠിച്ചാൽ മാത്രം പോരാ. ആ പഠിച്ച കാര്യം സ്വന്തം അനുഭവങ്ങളും സ്വന്തം ചിന്തകളും സ്വന്തം യുക്തിബോധവും ചാലിച്ചു ചേർത്തിട്ട് ഭുജിക്കണം. ആ ഭുജിച്ചു കഴിഞ്ഞാൽ അത് അവന്റെ സ്വന്തം അറിവായി മാറും. അതാ സഹനോഭുനക്തു. ആ കുട്ടിയുടെ ശരീരത്തെ വളർത്തിയാ പോരാ. നിങ്ങൾ ഇവിടെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആദ്യത്തെ ചടങ്ങെന്താ? പ്രസവിച്ച ആരുമില്ല ഇവിടെ. തേനും വയമ്പും നാവിൽ തൂകും അല്ലേ? വയമ്പെന്തിനാന്ന് പറഞ്ഞാൽ പണ്ട് ഈ പ്രതിരോധ വാക്സിനേഷനിലും വരുന്നതിന് മുമ്പേ വയമ്പ് പ്രതിരോധ ശേഷി കൂട്ടുന്ന ഒരു മരുന്നാ. അതുകൊണ്ടാണ് വയമ്പ്. തേനോ? തേന് കൊടുക്കുന്ന എന്തിനാണെന്നറിയോ? കുട്ടിക്ക് ജനിച്ച ഉടനെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. മധുരം. ഹായ്, കൊള്ളാലോ. മധുരം 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 മധുരാധിപതേ സകലം മധുരം അല്ലേ? ഹായ്, ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഈ ലോകം എല്ലാം നല്ലതാ, മധുരിക്കുന്നതാന്ന് കുട്ടിക്ക് തോന്നുക. ഈ സമൂഹത്തെ ഇഷ്ടപ്പെടും. പക്ഷെ ഇപ്പൊ ആരും തേന് കൊടുക്കുന്നുണ്ടോ? ഇല്ല. പകരം ഒരു ഇഞ്ചക്ഷൻ വെക്കൂ. കുട്ടിക്ക് വേദനിച്ചു, കരഞ്ഞു, പനി വന്നു. അപ്പൊ കുട്ടീന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി വേസ്റ്റ് ഇംപ്രഷൻ. കുട്ടിക്ക് തോന്നുക ഈ ലോകം മുഴുവൻ എന്നെ കുത്താമെന്ന കാലം മാറാ. അങ്ങനെ സാമൂഹ്യ വിരുദ്ധനാകുക ഇവൻ. ഇഞ്ചക്ഷൻ വേണ്ടേ? നിർബന്ധമായിട്ടും വേണം. എല്ലാ കുട്ടികൾക്കും ഇഞ്ചക്ഷൻ കൊടുക്കണം. ഇല്ലേ കുറെ കുട്ടികൾ മരിച്ചു പോവായിരുന്നു രോഗം വന്നിട്ട്. ആ ഇഞ്ചക്ഷനേക്കാൾ പ്രധാനം അതിന് മുമ്പേ അല്പം തേന് നാവിൽ പുരട്ടി കൊടുത്താൽ അതൊരു മനഃശാസ്ത്ര ചികിത്സയാ. അത് കഴിഞ്ഞിട്ട് എന്റെ നാട്ടിലൊരു ചടങ്ങുണ്ട്. പ്രസവിച്ച സ്ത്രീക്കുള്ള ഒരു ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. പ്രസവിച്ച സ്ത്രീ എന്ന് പറഞ്ഞാൽ 9 മാസം 12 ദിവസം തന്റെ കുഞ്ഞിനെ താൻ കിടക്കുമ്പോൾ 2 ആളാ കിടക്കുന്നത് ചിന്തിക്കണ്ടേ? താൻ ഇരിക്കുമ്പോൾ 2 ആളാ ഇരിക്കുന്നത്, താൻ ഉണ്ണുമ്പോൾ 2 ആൾക്ക് വേണ്ടിയാ ഉണ്ണുന്നത്, താൻ ഉണരുമ്പോൾ 2 ആളാണ് ഉണരുന്നതെന്ന് ചിന്തിച്ച് 9 മാസം 12 ദിവസം കുഞ്ഞിനെ പേറി നടന്നു മാത്രമല്ല, അതിനെ പ്രസവിക്കുന്ന വേദന അനുഭവിച്ചത് മാത്രമല്ല, അതിന്റെ രക്തം മുഴുവൻ പോയ കഷ്ടം അനുഭവിച്ചു മാത്രമല്ല, അതിനുശേഷം ഞാനിതാ പ്രസവിച്ചിട്ടുണ്ട്, ഞാൻ നാളെ ഓഫീസിൽ പോകുന്നു എന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ? ഈ കുഞ്ഞിനെ കുളിപ്പിച്ച് കൈയും കാലും വളരുന്നത് നോക്കിയിട്ട് അതിനെ വളർത്തിയെടുത്ത് അതിന് മുല കൊടുത്ത് വളർത്തുന്ന ഒരു മഹാപ്രക്രിയയിലെ 1-2 കൊല്ലം മറ്റെല്ലാം വിട്ടിട്ട് കേന്ദ്രീകരിച്ച് ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുന്നില്ലേ? ഒരാണുങ്ങൾ ഏൽപ്പിച്ചോക്കെ ആട്ടെ 4 ദിവസം നോക്കാൻ ഏൽപ്പിച്ചോക്ക്, എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞു ഓടൂല്ലേ? എന്നാൽ ഇത് ചെയ്യുന്ന ആ സ്ത്രീക്ക്, ഞങ്ങളുടെ നാട്ടിൽ ആ സ്ത്രീക്ക് ഒരു ബഹുമാനം കൊടുക്കാൻ 5-10 ദിവസമാകുമ്പോ ഈ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടുകാര് ആ പെണ്ണിനൊരു നഷ്ടപരിഹാരം കൊണ്ട് കൊടുക്കും. ഇവിടെ ഉണ്ടോ? അത് ഒരു പണം കൊണ്ട് കൊടുക്കാനുണ്ട്. ഇവിടെ ഉണ്ടോ? പണം കൊണ്ട് കൊടുക്കും. നിങ്ങളെ വലിയ ചടങ്ങാത്. പണം കൊണ്ട് കൊടുക്കും. ഇതിവിടെ പറഞ്ഞിട്ട് ആപത്തുണ്ടായി അല്ലേ? പുതിയ ചിന്തയുണ്ടാക്കി അല്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ചടങ്ങെന്താ? അത് കഴിഞ്ഞ അടുത്ത ചടങ്ങെന്താ? 28 കുളി അല്ലേ? അന്ന് 28ന്റെ കണക്ക് 28ന്റെ കണക്കെന്താ? അന്ന് 29 ആയാല് 28 എല്ലാവരും 28 ആയതുകൊണ്ട് നമ്മള് 29 മാസം കുളിച്ചാപ്പാട് അലിഞ്ഞു പോവോ? മനസ്സിലാക്കണം. കൊല്ലത്തുള്ളവര് ചോദിച്ചറിയൂ. നമ്മൾ ഈ മലയാളികൾക്ക് കലണ്ടർ വന്നത് എപ്പാന്നറിയോ? പോർച്ചുഗീസുകാർ വന്നതിന് ശേഷമാണ് ഈ ചുമരുമ തൂക്കുന്ന കലണ്ടർ വന്നത്. അതിനു മുമ്പ് നമുക്ക് എപ്പാ കലണ്ടർ ഉണ്ടായെന്നറിയോ? നമ്മുടെ ആദ്യത്തെ കലണ്ടർ, ഞാൻ ഒരു പാട്ട് പാടാം, അതിലുണ്ട് കലണ്ടർ. നമ്മുടെ കലണ്ടറിന്റെ പേര് സംക്രമ വിഷു പക്ഷി സംവത്സര പക്ഷി പൊന്മണി ചുണ്ടിനാൽ
കാലത്തിൻ ചുമരിലെ പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി നീ എത്ര പുഷ്പപഞ്ചാംഗങ്ങൾ മാറ്റി. എന്താ പഞ്ചാംഗം? പക്ഷെ പുസ്തക രൂപത്തിലായതുകൊണ്ട് ഇത് നമ്മളെ കലണ്ടർ എന്നറിയില്ല. ഈ പഞ്ചാംഗം ഉണ്ടായതപ്പാന്നറിയോ? കൊല്ലത്ത് വെച്ച് പഞ്ചാംഗം ഉണ്ടാക്കുന്നത് AD 825. അന്ന് മുതലാണ് നമുക്ക് കൊല്ലവർഷം തുടങ്ങിയത്. കൊല്ലത്ത് വെച്ച് ഉണ്ടാക്കിയോണ്ടാ കൊല്ലവർഷം എന്ന് പറയുന്നത്. അതിനു മുമ്പ് നമുക്ക് ഡേറ്റ് ഇല്ല. നമുക്ക് നക്ഷത്രമാണ് ഓരോന്നും. അശ്വതി മുതൽ രേവതി വരെ ഓരോ ദിവസത്തിന് ഓരോ നക്ഷത്രത്തിന്റെ പേരാ. 1, 2, 3 എന്നുള്ള ഡേറ്റ് ഇല്ല. എത്ര നക്ഷത്രമുണ്ട്? എത്ര നക്ഷത്രമുണ്ട്? 27 നക്ഷത്രം. അപ്പൊ 27 നക്ഷത്രം. അപ്പൊ ഒരു കുട്ടിയുടെ ജന്മദിനം ആദ്യം വരും എത്രാമത്തെ ദിവസം? 28ാമത്തെ ദിവസം അല്ലേ? അന്നാണ് പേര് വിളിക്കുക. ഈ പഴയ 1980 മുമ്പ് ജനിച്ച ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം 3 ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. 3 ജന്മദിനം ആഘോഷിക്കാം. ഒന്ന് ഇംഗ്ലീഷ് തീയതി കലണ്ടർ പ്രകാരമുള്ള മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും രജിസ്റ്റർ ചെയ്ത തീയതി. രണ്ടാമത് മലയാള മാസവും നക്ഷത്രവും. മേടമാസം മകൻ നക്ഷത്രത്തിലെ എൻ്റെ അമ്മ അമ്പലത്തിൽ പോകും, അന്നേ പായസം വെക്കും. മനസ്സിലായോ? 2. മൂന്നാമത്തത് LP സ്കൂളെ ഹെഡ് മാഷ് നിശ്ചയിച്ച തീയതി. എന്നെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ നിട്ടൂർ കുഞ്ഞിരാം മാഷായിരുന്നു ഹെഡ് മാഷ്. എൻ്റെ അച്ഛനോട് ചോദിച്ചു, എപ്പാ നാരായണ ഇവനെ പ്രസവിച്ചേ? അപ്പൊ അച്ഛൻ പറഞ്ഞു, പൊരളിമലയിൽ പൊനം കൃഷി നടത്തിയ കൊല്ലാ പ്രസവിച്ച്. അതേത് കൊല്ലാടോ പൊനം കൃഷി നടത്തിയത്? അത് കണ്ണോം പാലത്തിന്റെ കണ്ണടഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ലേ, അക്കൊല്ലാണ്. ഇതെങ്ങനെ അറിയും? അവസാനം മാഷ് നിശ്ചയിച്ചു, ജൂണിൽ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ജൂൺ 5 വയസ്സ് തികയണ്ടേ? അതുകൊണ്ട് മെയ്യിലെങ്കിലും പ്രസവിക്കണം. അതുകൊണ്ട് നിന്റെ ജന്മദിനം മെയ് 4-നാണ്. അത് മാഷ് നിശ്ചയിച്ചു. എൻ്റെ SSLC ബുക്കിൽ മെയ് 4-ആണ് ജന്മദിനം. ഞാൻ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ മെയ് 4-ആണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു പ്രകാരം ഇപ്പൊ മെയ് 4-ാം തീയതി എനിക്ക് ജന്മദിനാശംസകൾ സുഹൃത്തുക്കൾ ഇങ്ങനെ അയക്കും. ഞാൻ അത് മുഴുവൻ പരേതനായ നിട്ടൂർ കുഞ്ഞിരാം മാഷയുടെ പാതാരവിന്ദങ്ങളിലേക്ക് ഫോർവേഡ് ചെയ്യും. കാരണം അത് അയാൾ നിശ്ചയിച്ചതാ. ഈ നക്ഷത്രത്തിന്റെ പ്രശ്നമാണ്. ഈ നക്ഷത്രത്തിന്റെ പ്രശ്നം വേറെ ഒരു സംഭവം ഉണ്ട്, അറിയാവോ? നമുക്കൊരു മാസത്തിൽ 27 നക്ഷത്രമേ വരുന്നുള്ളൂ. 12 മാസം 27 നക്ഷത്രം. എത്ര ദിവസമാണ് കിട്ടുക നമുക്ക് ഒരു വർഷം? എത്ര കിട്ടുക? 12 ഗുണിക്കണം 27 = 324 കിട്ടൂ. പക്ഷെ ഭൂമി സൂര്യനെ ചുറ്റുന്ന മണ്ഡലം പൂർത്തീകരിക്കാൻ എത്ര ദിവസം വേണം? മണ്ഡലം എന്ന് പറഞ്ഞാൽ വട്ടം. സൗരമണ്ഡലം പൂർത്തീകരിക്കാൻ 365 ദിവസം വേണ്ടേ? അപ്പൊ ഇത് ടാലിയാവുന്നില്ലല്ലോ. നമുക്ക് 324 കിട്ടുന്നുള്ളൂ, പക്ഷെ യഥാർത്ഥത്തിൽ 365 വേണ്ടേ? അപ്പൊ ഇത് ടാലിയാക്കാൻ വേണ്ടി 365 - 324 = 41. അതാ മണ്ഡലകാലം. പിടി കിട്ടിയോ? പ്രാർത്ഥനയ്ക്കുള്ള കാലം മണ്ഡലം. ഞാൻ നേരത്തെ ചോദിച്ചില്ലേ എങ്ങനെയാ 41ന്റെ കണക്ക് വന്നതെന്ന് ചോദിച്ചിട്ട് ആരും ഉത്തരം പറഞ്ഞില്ലല്ലോ. മണ്ഡലകാലം ഭൂമി സൂര്യനെ ചുറ്റുന്ന മണ്ഡലം പൂർത്തീകരിക്കാൻ നമ്മുടെ കയ്യിൽ ലഭ്യമായത് 324 ദിവസമാണ്. ബാക്കി 41 കൂടി കൂട്ടിയാലേ ഈ മണ്ഡലം പൂർത്തീകരിക്കൂ. അതാ മണ്ഡലകാലം 41. പിടികിട്ടിയോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പേര് വിളിക്കും 28ാമത്തെ ദിവസം, പാല് കൊടുക്കും. കൂട്ടത്തിൽ ഒരു ചടങ്ങുണ്ട്, നൂല് കെട്ടുമല്ലോ. എന്തിനാണ് നൂല് കെട്ടുന്നത്? ഞാൻ പല സ്വാമിമാരോടും ആധ്യാത്മിക പ്രഭാഷകന്മാരോടൊക്കെ ചോദിച്ചു, ഈ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം എന്താ? ആരും ഉത്തരം പറഞ്ഞില്ല. ഞാൻ കണ്ണൂർ ജില്ലയിലെ പാട്യം പഞ്ചായത്തിലെ വയോജന സംഗമ ഉദ്ഘാടനം പത്തായക്കുന്ന് സ്കൂളിൽ നടക്കുമ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, എന്താണ് ഈ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം? ആരും ഒന്നും പറഞ്ഞു തരാത്തത്. അപ്പൊ ഒരു റിട്ടയർഡായ ടീച്ചർ പറഞ്ഞു, ആരും ഉത്തരം പറഞ്ഞില്ല, എനിക്കിപ്പോ തോന്നുന്നൊരു ഉത്തരം പറഞ്ഞു തരാം മോനെ എന്ന് പറഞ്ഞോന്ന് പറഞ്ഞു. ആ ടീച്ചർ പറഞ്ഞാണ്, കുഞ്ഞിനെ ഗർഭം ധരിക്കുന്ന ആരാ? അമ്മ. പ്രസവിക്കുന്നതും അമ്മ മാത്രം, മുലയൂട്ടുന്നതും അമ്മ മാത്രം, എല്ലാം ചെയ്യുന്നത് അമ്മയാണ്. പക്ഷെ കുഞ്ഞ് അമ്മയുടേത് മാത്രം അല്ലല്ലോ, അച്ഛൻ്റെ കൂടിയല്ലേ. അപ്പൊ അച്ഛനൊരു പരാതി വേണ്ട എന്ന് കരുതി കുട്ടിയെ പാർട്ടീഷൻ ചെയ്ത് 2ആക്കി നടുക്കൊരതിരിടുന്ന, പകുതി അച്ഛന് പകുതി അമ്മക്ക്. അതാണ് ഈ അരയിൽ നൂല് കെട്ടുന്നതെന്ന് ആ ടീച്ചർ പറഞ്ഞ ഉത്തരാണ് രസകരമായ ഉത്തരം. പക്ഷേ നൂല് കെട്ടുന്നതിന്റെ അർത്ഥം എന്തെന്നറിയണം. ആ നൂലെന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ പ്രതീകമാണ്. നൂല് അറ്റമില്ലാത്തൊരു വസ്തുവാ നൂല്. എത്ര വേണമെങ്കിലും പിരിച്ചു നീട്ടാം. നമ്മുടെ ജീവിത സംസ്കാരം എന്ന് പറയുന്നത് ഞാൻ പിരിച്ചുണ്ടാക്കിയതല്ലോ. ഞാനിപ്പോ നിങ്ങളോട് പ്രസംഗിക്കുന്ന മലയാള ഭാഷ ഞാൻ കണ്ടുപിടിച്ചതോ എൻ്റെ അച്ഛൻ കണ്ടുപിടിച്ചതോ എഴുത്തച്ഛൻ കണ്ടുപിടിച്ചതോ അല്ലല്ലോ. 9-ാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും തൂലികത്തുമ്പിലൂടെ, നാരായത്തുമ്പിലൂടെ, നാവിൻ തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സംസ്കാരവും
എന്റെ അമ്മ പിരിച്ചതിന്റെ ബാക്കിയാ ഞാൻ പിരിക്കുന്നത്, എന്റെ അച്ഛൻ പിരിച്ചതിന്റെ ബാക്കിയാ ഞാൻ പിരിക്കുന്നത്. അപ്പോ നൂലെന്ന് പറയുന്നത് സംസ്കാരത്തിന്റെ പ്രതീകമാണ്. കാലത്തിന്റെയും ദേശത്തിന്റെയും അറിവുകൾ കൊണ്ട് വലംപിരി പിരിച്ചുണ്ടാക്കിയതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ നൂല്, സംസ്കാരത്തിന്റെ പ്രതീകമാണ്. ആ നൂല് കൊണ്ട് ശരീരത്തെ ബന്ധിക്കുമ്പോ അന്ന് മുതൽ മോനെ, നീ ഇന്ന് മുതൽ നിന്റെ ശരീരം ഗുരുവും മനസ്സ് ലഘുവുമായ മൃഗമല്ല. നിന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന, സംസ്കാരം കൊണ്ട് നിയന്ത്രിക്കുന്ന, മനസ്സിനെ ഗുരുവാക്കി മാറ്റുന്ന പ്രക്രിയ ആരംഭിക്കുക. അന്ന് മുതൽ ഒരു അമ്മയും അച്ഛനും രക്ഷിതാക്കളും ആ കുട്ടിയുടെ ശരീരത്തിന് വേണ്ട ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം കൊടുത്താൽ പോരാ, അവന്റെ മനസ്സിനും ഹൃദയത്തിനും ആവശ്യമുള്ള സത്യബോധവും ധാർമ്മിക ബോധവും അറിവുകളും ജ്ഞാനവും കൊടുക്കണം. അതിലൂടെ മാത്രമേ നിനക്ക് ആനന്ദമുണ്ടാകൂ. അല്ലാതെ ഭക്ഷണങ്ങൾ ഒരുപാട് കഴിച്ചാൽ മാത്രം ആനന്ദമുണ്ടാകാൻ പരിശ്രമിച്ചിട്ട് നമ്മുടെ കുട്ടികൾ ശരീരത്തിന്റെ ആനന്ദമാണ്, സച്ചിദാനന്ദമല്ല തേടുന്നത്. അതുകൊണ്ട് ഭക്ഷണം പുതിയ പുതിയ ഹോട്ടലുകൾ തുറക്കുന്നു, പുതിയ പുതിയ പുസ്തകശാലകൾ തുറക്കുന്നില്ല, വായനശാലകളിലേക്ക് ആളുകൾ ഓടുന്നില്ല. പുതിയ ഹോട്ടൽ തുറക്കുമ്പോൾ ആളുകൾ ഓടുന്നു. ശരീരം മതി. നമുക്കെല്ലാം പല പേരുണ്ടെങ്കിലും മരണപ്പെട്ടാൽ നമുക്കൊരു പേരേ ഉള്ളൂ, ശവം എന്നാണ് പേര്. എന്നാൽ കോഴിക്ക് മരണം വരെ ഒരു പേരേ ഉള്ളൂ, കോഴിയെന്നു. മരണപ്പെട്ടാൽ എന്തെല്ലാം പേരാ! ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, 28 തരം ചിക്കൻ ഉണ്ട്. ഇത് മുഴുവൻ തിന്നാൻ വേണ്ടി കുട്ടികൾ ഓടുമ്പോ അതിനെ കൊണ്ട് ആനന്ദം പൂർണ്ണമാവുന്നില്ല. അപ്പോ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാൻ, ആനന്ദം കിട്ടാൻ എന്താ മാർഗം? പദാർത്ഥത്താണ് ആനന്ദം, ശരീരമാണ് ആനന്ദം. ശരീരം ഒരു പദാർത്ഥമല്ലേ? പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരം ഒരു പദാർത്ഥമാണ്. ഈ പദാർത്ഥമാണ് ആനന്ദം എന്ന് വിചാരിച്ചിട്ട് പദാർത്ഥത്തിന്റെ 3 അവസ്ഥകളെ തേടി പോവുക. പദാർത്ഥത്തിന്റെ 3 അവസ്ഥ എന്താ? ഖരം, ദ്രാവകം, വാതകം. അതാണ് ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. ഇത് തേടി പോകുന്നത് നിങ്ങൾ അരയിൽ ശരീരത്തെ ബന്ധിച്ച് മനസ്സിന്റെ സോഫ്റ്റ്വെയറിനെ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാത്തതിന്റെ 1-ാം പ്രതി അമ്മയും 2-ാം പ്രതി അച്ഛനുമാണ് നമ്മുടെ കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്നത്. അവരുടെ മനസ്സ് വളർത്താൻ നിങ്ങൾ എന്തു ചെയ്യൂ? ഒരു കവിത ചൊല്ലാറുണ്ടോ? ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ പറ്റി അല്ലേ, ശതകത്തെ പറ്റി, ദശകത്തെ പറ്റിയെല്ലാം പാടും, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ? നീയല്ലോ മായയും മായ വിനോദനും മായക്കുള്ള സൃഷ്ടിയും സൃഷ്ടിജാലവും എന്താണെന്ന് ചർച്ച ചെയ്തോ? അതും പൂർണ്ണമത പൂർണ്ണമിതം എന്ന മന്ത്രവുമായിട്ടുള്ള ബന്ധം ഈ ശ്ലോകത്തിലുണ്ട്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടി ഇവിടെ സാമഗ്രിയും എല്ലാം എന്താ? പൂർണ്ണമത പൂർണ്ണമിതം എന്ന മന്ത്രമായിട്ട് അതിനെ കണക്ട് ചെയ്തോ? ഭവാബ്ദിക്കൊരാവിവൻ തോണി. എന്താണ് ആവിവൻ തോണി എന്ന് ചർച്ച ചെയ്തോ? ഇതൊന്നും ചർച്ച ചെയ്യാതെ വെറുതെ ബൈഹാർട്ട് പഠിപ്പിച്ചത് കൊണ്ട് മാത്രം നിങ്ങളുടെ ഉള്ളിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ കിട്ടുമോ? ഓരോ ശ്ലോകങ്ങളും, ഓരോ കാവ്യങ്ങളും, ഓരോ ദശകങ്ങളും പഠിച്ചർത്ഥമറിയണം. പരന്ന വായന പോരാ, ആഴത്തിലുള്ള ചിന്ത വേണം. എന്നാലേ കുട്ടികൾ പ്ലസ് ആവൂ. നിങ്ങൾക്ക് A+ വേണ്ടേ? പരന്ന വായന മാത്രമായ മൈനസാ. ആഴത്തിലുള്ള ചിന്ത കൂട്ടിച്ചേർക്കുമ്പോഴേ പ്ലസ് ആവൂ കുട്ടികൾക്ക്. ആ ചിന്തയിലൂടെ ഒരു കവിത ചൊല്ലൂ, ഒരു പാട്ടുപാടൂ, ഒരു പുസ്തകം വായിക്കൂ. വിവാഹം കഴിഞ്ഞാൽ പുസ്തകം വായിക്കാൻ പാടില്ല എന്ന അലിഖിത നിയമമുള്ള നാടാണ് കേരളം. ഞാൻ തെളിയിക്കട്ടെ. വിവാഹത്തിന് ശേഷം ഒരു 3 പുസ്തകമെങ്കിലും വായിച്ച എത്ര ആളുടെ ഇവിടെ ഒന്ന് കൈവക്കിയാട്ടെ? പേര് പറയണേ പുസ്തകത്തിന്റെ. വിവാഹത്തിന് ശേഷം ഒരു 3 പുസ്തകമെങ്കിലും വായിച്ച എത്ര ആളുടെ ഇവിടെ കൈവക്കൂ? ഒരാളാണ് കൈവക്കിയത്. പിന്നെ നിങ്ങളാണ്, നിങ്ങളുടെ കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഉത്തരവാദി. അച്ഛനും അമ്മയും വായിക്കാതെ പിന്നെ കുട്ടികൾ വായിക്കണം എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ പണ്ട് അച്ഛനും അമ്മയും പ്രസവിച്ചത് കൊണ്ട് മാത്രം നമ്മൾ മനുഷ്യരാവില്ല. നമ്മൾ ഓരോ ദിവസവും മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ടെൻസ് അല്ല, ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇന്ന് നിങ്ങൾ മനുഷ്യനാവാൻ പുതിയതെന്തെങ്കിലും ചിന്തിക്കുകയും പുതിയതെങ്കിലും പഠിക്കുകയും പുതിയതെങ്കിലും വായിക്കുകയും പുതിയതെങ്കിലും പറയുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മനുഷ്യനല്ല. നിങ്ങൾ ഓരോ ദിവസവും മനുഷ്യനായി കൊണ്ട് വിടരാൻ കഴിയണം. അത്തരത്തിൽ നിങ്ങളുടെ വീടിന്റെ തത്വശാസ്ത്രം, വീടിന്റെ ഫിലോസഫി, നിങ്ങളുടെ വീടിന്റെ വ്യാകരണം അടിച്ചു പൊളിക്ക്. പുസ്തകം വായിക്കുന്ന, കഥ വായിക്കുന്ന, കവിത ചൊല്ലുന്ന, ഒരു ശ്ലോകത്തിന്റെ പ്രാർത്ഥനയുടെ അർത്ഥമറിയുന്ന ആളുകളാവണം. ഹരിവരാസനം വിശ്വമോഹനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേട്ട പ്രാർത്ഥനയാണ്. ഹരിവരാസനത്തിന്റെ അർത്ഥം അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈവക്കൂ. ഹരിവരാസനം എന്ന വാക്കിന്റെ അർത്ഥം അറിയുന്നവരൊന്ന് കൈവക്കൂ. ആരോടും ചോദിക്കാറുണ്ടോ? ഇല്ല.
ഒരു മന്ത്രത്തിന്റെ അർത്ഥം അന്വേഷിക്കാറില്ല. എല്ലാം ഉപരിപ്ലവമായി കമിഴ്ത്തിവെച്ച പാത്രത്തിൽ ഒഴിച്ച വെള്ളം പോലെ തൂവിപ്പോവുകയാണ്. കമിഴ്ത്തിവെച്ച പാത്രത്തിൽ 1000 പാത്രം ഒഴിച്ചിട്ടും കാര്യമില്ല. ഒരു തുള്ളി പോലും അതിൽ ശേഖരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സ് മലർത്തി വെക്കൂ. നിങ്ങളുടെ കുടുംബം മനസ്സിനെ ഉണർത്തുന്ന ഇടമാവൂ. അങ്ങനെയാണ് ഉദ്ദാലകാരുണിയോട് ശ്വേതകേതു ചോദിച്ചത്, ഞാൻ ആരാണ്, ഞാൻ എവിടുന്നാ വന്ന്, ഞാൻ എങ്ങോട്ടാ പോകുന്നത്? അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചെത്തി. ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു? ഈ ഛാന്ദാഗ്യോപനിഷത്തിലെ ചോദ്യമാണ് വയലാർ രാമവർമ്മ ഒരു നാടകഗാനത്തിൽ ഒരു ചരണം എഴുതിയത്. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. അതാണ് നിങ്ങൾ ശ്രീനാരായണ ഗുരു ആകുന്ന വിളക്കുമരമേ, വിളക്കുമരമേ വെളിച്ചമുണ്ടോ എന്ന് ചോദിക്കണം. മനസ്സിലായോ? ആ ചോദ്യത്തിന് ഉദ്ദാലകാരുണി പറഞ്ഞ മറുപടി, പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന്? ഹേ ശ്വേതകേതു തത്വമസി, ആ മഴത്തുള്ളി നീയാകുന്നു. അതാണ് ശബരിമലയിൽ ചെന്നാൽ എഴുതി വെച്ചിരിക്കുന്ന ദർശനം. തത്വമസി. പിടികിട്ടിയോ? ഏത്? അത് നീയാകുന്നു. ഏത്? ഞാൻ തന്നെ ബ്രഹ്മം. ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും പരസ്പര പൂരിതമാണ്. ഒന്നും ഒന്നിൽ നിന്നും വേർവിട്ടല്ല. നമ്മൾ ചോറ് കൊടുക്കുമ്പോ ഉപ്പ് കൊടുക്കുന്നില്ലേ? ആ ഉപ്പ് കുറുക്കി കൊടുക്കുന്ന എന്തിനാ? എന്തുകൊണ്ട് കൽക്കണ്ടമോ പഞ്ചസാരയോ കൊടുക്കാതെ ഉപ്പ് കൊടുക്കുന്നു? ഉപ്പും ചോറും നൽകുവാനുണ്ണിയെ ഗുരുവായൂർ കൊണ്ടുപോകുന്ന ഒരു പാട്ടിൽ പറയുന്നില്ലേ? എന്താ ഉപ്പ്? ഈ കടലെന്ന് പറയുന്നത് ഒറ്റക്കടല. അതുകൊണ്ടാണ് വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമേ എന്ന പാട്ടിന്റെ അർത്ഥം. വസന്തം വരുമ്പോ ശിശിരം പോവും, ശിശിരം വരുമ്പോ വസന്തം പോവും. അതെങ്ങനെയാ ഒരുമിച്ച് കുളിക്കാൻ ഇറങ്ങുക എന്ന ചോദ്യത്തിന് കെ ജയകുമാർ എന്ന ചീഫ് സെക്രട്ടറി പറഞ്ഞു, ചന്ദ്രനിൽ മനുഷ്യൻ കാലുകുത്തിയപ്പോഴാണ് ഈ പാട്ട് എഴുതിയത്. അങ്ങന്ന് നോക്കുമ്പോ ഈ ഭൂമിയിലെ കടല് ഒറ്റക്കടല. ഒരു ഭാഗത്ത് വസന്തമാണെങ്കിൽ മറുഭാഗത്ത് ശിശിരമാണ്. അപ്പോ ഒരുമിച്ച് കുളിക്കാനിറങ്ങുന്ന വനസരോവരം ഈ കടല. ആ കടലിൽ അബ്രഹാം ലിങ്കന്റെ ഉപ്പുണ്ട്, വില്യം വേർഡ്സ്വർത്തിന്റെ ഉപ്പുണ്ട്, ഷേക്സ്പിയറിന്റെ ഉപ്പുണ്ട്, മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഉപ്പുണ്ട്, നെൽസൺ മണ്ടേലന്റെ ഉപ്പുണ്ട്, ശ്രീനാരായണ ഗുരുവിന്റെയും കേളപ്പന്റെയും മഹാത്മാഗാന്ധിയുടെയും രവീന്ദ്രനാഥ ടാഗോറിന്റെയും ഉപ്പുണ്ട്. ആ ഉപ്പ് കുറുക്കിയിട്ട് നമ്മൾ എടുക്കുമ്പോ അഹം ബ്രഹ്മാസ്മി, ഈ ബ്രഹ്മം മുഴുവൻ ആ ഉപ്പിലൂടെ എന്നെ ഉള്ളിലെത്തുന്നു. ഞാൻ തന്നെ ബ്രഹ്മമാണ്, എല്ലാം ചേരുന്നതാണ് ഞാൻ. അത് തന്നെ നീയുമാകുന്നു. അപ്പൊ ഞാനും നീയും തമ്മിൽ വേറെയുണ്ടോ? രണ്ടില്ല. രണ്ടിന് ദ്വൈതമെന്ന് പറയും, രണ്ടില്ല എന്നതിന് അദ്വൈതം എന്ന് പറയും. അതാണ് അദ്വൈതം. ആ അദ്വൈത ദർശനം എല്ലാറ്റിലും ദൈവമുണ്ടെന്ന്, ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്ന, കുരുടൻ ആനയെ കണ്ടതുപോലെ പല രൂപത്തിൽ പലര് കാണുന്നു. അറബികൾക്ക് സംസ്കൃതം അറിയാത്തത് കൊണ്ട് അവർ ശ്രീ എന്നതിന് അൽ എന്ന് പറഞ്ഞു. നമുക്ക് അറബി അറിയാത്തത് കൊണ്ട് നമ്മൾ ശ്രീ എന്നും പറഞ്ഞു. നമുക്ക് ഇലാഹ് എന്ന ദൈവം എന്നതിന് ഇലാഹ് എന്ന വാക്കറിയാത്തത് കൊണ്ട് നമ്മൾ രാമനെന്നും കൃഷ്ണനെന്നും പറഞ്ഞു. അവർക്ക് അതറിയാത്തത് കൊണ്ട് അവര് ഇലാഹ് അൽ ഇലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞു, നമ്മൾ ശ്രീരാമനെന്നും പറഞ്ഞു. അവർക്ക് സംസ്കൃതം അറിയാത്തത് അവരുടെ കുറ്റമല്ല, നമുക്ക് അറബി അറിയാത്തത് നമ്മുടെ കുറ്റവുമല്ല. ഈ ലോകത്തുള്ള എല്ലാ ദൈവങ്ങളുടെ പേരും ഒറ്റ അർത്ഥമാണ്. ദൈവം എന്ന വാക്കിനർത്ഥം ദിവം, പ്രകാശം എന്നാണ്. ദിവാകരൻ സൂര്യനാണ്. സൂര്യൻ, ദിവം പ്രകാശം. ദൈവം പ്രകാശം കൊടുക്കുന്നവൻ. ഇവിടെ KCB മന്ത്രിയല്ല, പ്രകാശം കൊടുക്കുന്നവൻ, ആന്തരിക പ്രകാശം തരുന്നവനാണ് ദൈവം. ആ ദൈവം എല്ലായിടത്തും ഒറ്റ പ്രകാശമാണ്. ഈ ഭൂമിയിലെ മൊത്തം ദൈവം സൂര്യനാണ്. അതാണ് സൂര്യഗായത്രി ആദ്യത്തെ വേദങ്ങളുടെ മൂലമന്ത്രമായത്. ആ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഏകോദര സഹോദരന്മാരായി ഒറ്റ ജാതിയാണ്. മലയാളത്തിലെ കണക്ക് 10ാമത്തേനാ പൂജ്യം ഇടുക. അടുത്ത പൂജ്യം ഇടുന്നത് 20, 30, 40, 10നാ പ്രധാനം. പിന്നത്തെ പൂജ്യം 10ന് ഒരു കൂടിയ പൂജ്യം കൂടുന്നത് ഗുണിക്കണം 10ആണ്. 10, 100, 1000, 10000, 10 പ്രധാനം. അതുകൊണ്ട് നമ്മുടെ കണക്ക് പൈസ കൂട്ടി വെച്ചതിന് നമ്മൾ പറയും സമ്പത്തില്ലേ. പണ്ട് സമ്പത്ത് കൂട്ടി വെക്കാൻ ഒരു പെട്ടി ഉണ്ടായിരുന്നു പഴയ തറവാട് വീടുകളിൽ. അതും 10,000ആണ്. 10നാ പ്രധാനം നമുക്ക്. എന്നാ ഇംഗ്ലീഷിലും 10 തന്നെയാ. 110, 100,000. ഹിന്ദിയിലും 10ആണ്. 1 10 100,000.
സംസ്കൃതത്തിലും 10, ഏകം ദശം ശതം സഹസ്രം, 10 പ്രധാനം. ലോകത്തെല്ലാ ഭാഷയിലും, ചൈനയിലാവട്ടെ, അമേരിക്കയിലാവട്ടെ, ജപ്പാനിലാവട്ടെ, ക്രൊയേഷ്യയിലാവട്ടെ, ബ്രസീലിലാവട്ടെ, മൊറോക്കോയിലാവട്ടെ, എല്ലായിടെയും 10. എന്തുകൊണ്ട് 9ന്റെ കണക്ക് ഒരു ഭാഷയിലും ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് 11ന്റെ കണക്കുണ്ടാവുന്നില്ല? കാരണം സിമ്പിളാ. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം എണ്ണാൻ പഠിച്ചത് സ്വന്തം വിരലിൽ എണ്ണീട്ടാ. എല്ലാവർക്കും 10 വിരലാണ്. ഒരു 11 വിരലോ 9 വിരലോ ഇല്ല. എല്ലാവർക്കും 10 വിരലാണ്. എല്ലാവർക്കും മൂക്കിന് 2 ദ്വാരമാണ്. എല്ലാവർക്കും കൈകൾ 2ആണ്. എല്ലാവർക്കും കണ്ണ് 2ആണ്. എല്ലാവർക്കും കാത് 2ആണ്. പല ദൈവങ്ങൾ പല മൂലക്കുന്ന് ഉണ്ടാക്കുമ്പോ ആർക്കെങ്കിലും മൂക്കിന് 3 ദ്വാരമുള്ള മൂക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. എല്ലാവരെ സൃഷ്ടിച്ചതും പല ദൈവങ്ങളാണെങ്കിൽ സൃഷ്ടിയിൽ എന്തെങ്കിലും ഒന്ന് മാറൂലേ? യഹോവ യഹൂദന്മാരെ സൃഷ്ടിച്ചിട്ട് അതിന്റെ സോഫ്റ്റ്വെയർ ബ്രഹ്മാവിന് വാട്സപ്പിൽ അയച്ചു കൊടുത്തു. ബ്രഹ്മാവ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഹിന്ദുക്കളെ ഇതാക്കി ആരും പറയോ? ഇല്ല. അത് ബ്രഹ്മാവ് ഉടൻ തന്നെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത കണ്ട് കർത്താവ് ക്രിസ്ത്യാനികളെ ഉണ്ടാക്കി. അത് മെസഞ്ചറിൽ അള്ളാഹുവിനെ അയച്ചു കൊടുത്തിട്ട് അള്ളാഹു മുസ്ലിങ്ങളെ ഉണ്ടാക്കി എന്ന് പറയോ? ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം, അതാണ് ഒരു ജാതി. പിടികിട്ടിയോ? ഒരു മതം, ഒറ്റ ദൈവം. ഇതിന് ജൈവികമായ തെളിവാണ് ഞാൻ ഇവിടെ നിരത്തിയത്. ദാർശനികമായ തെളിവുകൾ ഒരുപാടുണ്ട്, ജൈവികമായ തെളിവാണ്. അതുകൊണ്ട് ഈ വിശ്വസാഹോദര്യം, എത്ര വിശ്വം ഭവത്യേകനീടം, ലോകം എത്ര വലുതായാലും ഒരു കൂട്ടിലെ പക്ഷികളാണെന്ന ബോധത്തോടെ മനുഷ്യരെ വളർത്തുക. കുറ്റങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കല്ല, വഴിപോകുന്ന ആളുകളുടെ ദോഷങ്ങൾ പറയാനല്ല. പരുക്കനാണ് ഈ ലോകം, പക്ഷേ ആരാമങ്ങളുമുണ്ടിവിടെ എന്ന സുഗതകുമാരി ടീച്ചറുടെ കവിത കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കും. നന്മയെ കാട്ടിക്കൊടുക്കും, നല്ലത് പറയൂ. അങ്ങനെ കുട്ടികളെല്ലാം ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, ഞാനും കുഴപ്പമില്ല നിങ്ങളും കുഴപ്പമില്ല എന്ന മട്ടിൽ വളരട്ടെ. നിങ്ങൾ എല്ലാ ദോഷവും പറഞ്ഞു കൊടുത്തിട്ട് ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന സാമൂഹ്യ വിരുദ്ധരാവുന്ന കുട്ടികൾ എപ്പോഴും അവരുടെ കുറ്റങ്ങൾ പറഞ്ഞു, എല്ലാത്തിനും കുറ്റം പറഞ്ഞ് അവസാനം കുട്ടികൾക്ക് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോ ഓക്കെ എന്ന അപകർഷതാബോധം ഉണ്ടാവും. 4ാമത്തെ ഒരു ടീമുണ്ട്, ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ, ഞാനും പോക്കാ നിങ്ങളും പോക്കാ, ലോകം മൊത്തം പോക്കാ. ഇത്തരത്തിൽ 4 ഭാവങ്ങൾ മനുഷ്യരിലുണ്ട്. ആ ഭാവങ്ങളിൽ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ എന്ന ഭാവത്തിലേക്ക് മാറ്റിയെടുക്കാൻ ഞാനും നിങ്ങളും പ്രപഞ്ചവും എല്ലാം നല്ലതാണ് എന്ന ബോധത്തിലേക്ക് കൊണ്ടുവരാൻ ആരാ മാറണ്ടേ? കുട്ടികളല്ല മാറേണ്ടത്, നമ്മൾ മാറണം. നമ്മുടെ കുടുംബത്തിന്റെ വ്യാകരണം മാറണം, ശീലങ്ങൾ മാറണം. നമ്മളൊരു പുതിയ പുതിയ നവങ്ങളായ ഉന്മേഷമുണ്ടാക്കുന്ന കുടുംബമായിട്ട് നിങ്ങളുടെ കുടുംബം മാറ്റിയെടുക്കാൻ ദാർശനികമായ അടിത്തറയിൽ നിങ്ങളുടെ ഭക്തി വളർത്തണം. അസ്ഥിവാരമില്ലാതെ വീടെടുക്കും പോലെയാണ് അമ്പലവും പള്ളിയും ഒക്കെ വളരുന്നു, ദേവാലയങ്ങൾ വളരുന്നു. പക്ഷേ അതിന് ആനുപാതികമായി അമേനാമങ്ങൾ വളരുന്നില്ല. സത്യം, ധർമ്മം, സ്നേഹം എന്നിവ വളരാത്തതിന്റെ കാരണം ഇത് വെറും പൂഴിമണ്ണിലാണ് നിങ്ങൾ ഭക്തിയുടെ വീടെടുക്കുന്നത്. അതിന്റെ അടിത്തറയിൽ ദർശനങ്ങളുടെ, തത്വശാസ്ത്രങ്ങളുടെ അടിത്തറയിൽ, മാനവിക ബോധത്തിന്റെ അടിത്തറയിൽ നിങ്ങളുടെ ഭക്തിയെ വളർത്തിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അങ്ങനെ ഗുരുവിന്റെ ദർശനങ്ങൾ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ആ ദർശനങ്ങളെ പറ്റി ആഴത്തിലുള്ള ചർച്ചയും പഠനവും നടത്താൻ സഹ അവവധു ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിന്റെ സംഘാടകരോടും, ഇത്ര നേരം സാധാരണ എവിടെ പോയാലും ഇത്രയും വലിയൊരു പ്രായത്തിലുള്ള ജനക്കൂട്ടം മാക്സിമം 1 മണിക്കൂർ ഇരിക്കും. അതിന്റെ അപ്പുറം എത്തുമ്പോഴേക്ക് എല്ലാം ഇളയി ചെവിയിൽ ഫോണും വെച്ച് പുറത്തേക്ക് ഓടും. ഇത്രയും 2 മണിക്കൂർ നേരം കൃത്യമായി വളരെ ഒരു ക്ലാസ്സിലെ കുട്ടികൾ ഇരുന്ന പോലെ അടങ്ങിയിരുന്ന് എന്നെ ശ്രമിച്ചതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പ്രകാശിപ്പിച്ച് ഈ പ്രതിഷ്ഠാവാർഷിക മഹോത്സവത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ച് ഞാൻ എന്റെ ഭാഷണം ചുരുക്കുന്നു.